So I have already told that I cannot understand what I am saying. Like you cannot, I cannot understand if you understood what I am saying. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാകില്ല. അതുകൊണ്ട് ക്യാമറ ഓൺ ചെയ്ത് അറ്റ്ലീസ്റ്റ് ഹെഡിനോടെങ്കിലും ചെയ്യുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ. So let me just share the screen first. കുറച്ച് ഭാഗം നമ്മൾ തിയറി ആയിട്ട് പോകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിൽ ബി ഡിസ്കസിങ് ഇന്റർവ്യൂ പ്രിപ്പറേഷൻ. ഓക്കെ. So when it comes to CV, ഇവിടെ കുറെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, സ്വന്തമായിട്ട് സി വി ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലെ. സോ നമ്മൾ സി വി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ആൻ അപ്ഡേറ്റിംഗ് പ്രോസസ്. നമ്മൾ എപ്പോഴും ഈ പല സ്കില്ലുകൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ലേ നമ്മളെ. ദ സെയിം തിങ് ഗോസ് ഫോർ സി വി ടു. ലൈക്ക് ഇപ്പൊ നമുക്കറിയാം AI ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആവുന്നുണ്ട്. ദ സെയിം വേ നമ്മുടെ സ്കില്ലുകളും അപ്ഡേറ്റ് ആവുന്നുണ്ട്. AI റിലേറ്റഡ് ആയിട്ട് മാത്രം അല്ലാണ്ട് തന്നെ നമ്മുടെ സി വിസും അപ്ഡേറ്റ് ആവുന്നുണ്ട്. സി വിസ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സി വി എന്ന് പറയുന്നതിന് പകരം ബയോഡാറ്റ എന്നുള്ള ഒരു സംഭവമായിരുന്നു. വി കൻ നോ ദാറ്റ് നമ്മളുടെ എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്തിട്ട് 1, 2, 3 പേജൊക്കെ ഉള്ള വലിയൊരു കാര്യമായിരുന്നു സി വിന് പകരം ഉണ്ടായിരുന്നത് ബയോഡാറ്റ. കുറെ വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അറിയായിരിക്കും അല്ലെ. നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും ആ സി വിയിൽ. എന്ന് വെച്ചാല് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, marital status, blood group, nationality, അങ്ങനെ കുറെ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും സി വി ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക മുൻപ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ എന്ത് ചെയ്തു, അതൊക്കെ വെട്ടി ചുരുക്കി കുറച്ച് കാര്യങ്ങൾ മാത്രം ആക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ അത് നല്ല എന്താ പറയാ, am I audible? Yes, audible. Okay, wait a moment. Okay, yeah. സോ കുറച്ചു കാലം അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് എന്ത് വന്നു, ലൈക്ക് ദർ വാസ് എ സി വി വിത്ത് എ ഗുഡ് ഡിസൈൻ, നല്ല കളർഫുൾ ആയിട്ടുള്ള ഡിസൈൻ ആയിട്ടുള്ള ഭംഗിയുള്ള കളേഴ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് സി വി വന്നിട്ടുണ്ടായിരുന്നു. അതും കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു, കളേഴ്സ് ഒക്കെ കുറഞ്ഞു. ഫോട്ടോ ഒക്കെ ഉണ്ട്, പക്ഷെ കളേഴ്സ് ഒക്കെ കുറഞ്ഞിട്ട് 2 പാർട്ടീഷൻ ഒക്കെ ആയിട്ടുള്ള കൈൻഡ് ഓഫ് സി വിസ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഉള്ള സി വി എന്ന് പറയുന്നത് ഒറ്റക്കോളം പറ്റുന്നതും നിങ്ങൾക്കൊരു 7 വർഷത്തോളം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ 7 കുറവാണെങ്കിൽ ഏറ്റവും നല്ലത് ഒറ്റ പേജിൽ തന്നെ ഒതുക്കുക എന്നുള്ള കാര്യമാണ്. അതിൽ തന്നെ നമ്മൾ വേണ്ട ഇൻഫർമേഷൻസ് മാത്രം കൊടുത്താൽ മതി. ബൾക്കായിട്ട് കുറെ ഇൻഫർമേഷൻസ് ഒന്നും കൊടുക്കാണ്ട് തന്നെ സി വി ഒന്ന് മിനിമൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഡിസൈനും മിനിമൈസ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ കുറെ ബ്രൈറ്റ് കളേഴ്സ് ഒന്നും ഇല്ല, ഫോട്ടോ ഇല്ല, ഗ്രാഫിക്സ് ഇല്ല, അങ്ങനെ ഒന്നും അധികം ഇല്ലാണ്ട് ഒരു ലിസ്റ്റ് പോലെ തോന്നും കണ്ടാല്. പക്ഷെ അതാണ് നമ്മളിപ്പോ ATS കൺസ്ട്രെയിൻസിൽ കാണുന്ന കൈൻഡ് ഓഫ് സി വിസ്. ഓക്കെ, ക്ലിയർ? നിങ്ങൾക്ക് നിങ്ങളുടെ സി വി ATS ഫ്രണ്ട്ലി ആണോ നോക്കാൻ കുറെ ഓൺലൈൻ ഫ്രീ ഓപ്ഷൻസ് ഉണ്ട്. എൻഹാൻസ് സി വി, ജോബ് സ്കാൻ, അങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ട്. യു ക്യാൻ ജസ്റ്റ് ഡൗൺലോഡ് യുവർ സി വി ആൻഡ് അപ്ലോഡ് ഇറ്റ് ടു ദീസ് വെബ്സൈറ്റ്സ് ആൻഡ് ചെക്ക് യുവർ വാട്ട് യു സേ ATS ഫ്രണ്ട്ലി സി വി എത്രത്തോളം ATS ആണ്. ഒരു 75 അല്ലെങ്കിൽ ഒരു 80% ATS ഫ്രണ്ട്ലി ആയാൽ കൊള്ളാം. അതിലേറെ ആകണമെന്നൊന്നുമില്ല. ഓക്കെ, എന്താണ് ഈ ATS എന്ന് ആദ്യം ഞാൻ ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മൾ വലിയ വലിയ കമ്പനീസിലൊക്കെ ഇപ്പം നമ്മളിപ്പം എല്ലാ കമ്പനീസിലും ചിലപ്പോൾ HR ഡയറക്ട്ലി സി വി നോക്കുന്നുണ്ടാവും, മെയിലിലോട്ട് അയക്കുന്നതും അതല്ലാത്ത സി വിസ് ഒക്കെ ഡയറക്ട്ലി നോക്കുന്നുണ്ടാവും. Indeed വഴി വരുന്നതൊക്കെ മെയിലിലോട്ട് തന്നെ ആയിരിക്കില്ല വരിക, അപ്പൊ അതൊക്കെ നോക്കുന്നുണ്ടാവും. പക്ഷെ ചിലടത്ത് ദ വുഡ് ബി എ സിസ്റ്റം ടു ട്രാക്ക് ദ സി വിസ്. അതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ, ഗ്രാമർ മിസ്റ്റേക്സ് ഉണ്ടോ, സിസ്റ്റത്തിൽ വരുമ്പോൾ തന്നെ കീവേഡ്സ് ഒക്കെ നോക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങളുടെ സി വിയിൽ നിങ്ങളുടെ കീവേഡ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടെക്നിക്കൽ സ്കിൽസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഒരാൾ ടാലി അറിയാം, ടാലി പ്രൈം അറിയാം, പ്രത്യേകിച്ച് ടാലി പ്രൈം എന്ന് വെച്ചാൽ ടാലി ERP എന്നുള്ള മാത്രമല്ല, അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടാലി പ്രൈം, അതല്ലെങ്കിൽ എന്താണ്, ഇപ്പൊ നിങ്ങൾക്ക് സോഹോ ബുക്സ് അറിയാം. അങ്ങനെ പ്രത്യേകം ആ പേരുകൾ അവിടെ ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട് സി വിയിൽ. കീവേഡ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്, നമ്മുടെ സി വിയിൽ അവിടെ ഇവിടെയൊക്കെ അത് കൊടുത്തിട്ടുണ്ടാവണം. അങ്ങനെ കൊടുക്കുമ്പം ഈ സിസ്റ്റം ഇത് ട്രാക്ക് ചെയ്താൽ നിങ്ങളുടെ സി വി ആദ്യം വരണം. ആ ഒരു രീതിയിലാണ് വരുന്നത്. അങ്ങനെ ഫിൽട്ടർ ചെയ്തിട്ടുള്ള സി വിസ് മാത്രമാണ് എടുക്കുക. എന്ന് വെച്ചാൽ അവരുടെ റിക്വയർമെന്റിലുള്ള കീവേഡ്സ് സെർച്ച് ചെയ്യും. ദ സിസ്റ്റം വുഡ് സെർച്ച് ദ കീവേഡ്സ് ഇൻ ദെയർ റിക്വയർമെന്റ് ആൻഡ് അതിലുള്ള കുറച്ച് സി വിസ് നോക്കിയിട്ട് അതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്സ്, ഗ്രാമർ മിസ്റ്റേക്സ് ഒക്കെ നോക്കി AI ജനറേറ്റഡ് ആണോ എന്നൊക്കെ നോക്കി കഴിഞ്ഞിട്ടാണ് ഇപ്പം സി വിസ് എന്ത് ചെയ്യുന്നത്, ഫൈനലൈസ് ചെയ്ത് HR അടുത്ത് എത്തുന്നത് പോലും. സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്ത്, ATS ഫ്രണ്ട്ലി ആക്കണം, ATS ട്രാക്കർ നോക്കണം എന്നുള്ളതൊക്കെ. ഓക്കെ, ക്ലിയർ ആണോ?
അപ്പം അതിന് നമുക്ക് CV ക്രിയേറ്റ് ചെയ്യാൻ കുറച്ച് ATS കൺസ്ട്രെയിൻസ് ഫോളോ ചെയ്യണം. That's why we are having this session today. Okay. So ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? CV-യിൽ അത്യാവശ്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ. പഴയതുപോലെയല്ല, there are only few things that we have to add to the CV these days. അത് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് നോക്കുക. ഫസ്റ്റ് വൺ ഈസ് ഹെഡർ പാർട്ട്. ഹെഡർ പാർട്ടിൽ മെയിൻ ആയിട്ട് നിങ്ങളുടെ പേരും നിങ്ങളുടെ ജോബ് റോളും. ഇപ്പൊ നിങ്ങൾ ജൂനിയർ അക്കൗണ്ടന്റ് ആവാനാണ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പം പഠിക്കുന്നതും വർക്ക് ചെയ്യുന്നതും ജൂനിയർ അക്കൗണ്ടന്റ് ആയിട്ടാണെങ്കിൽ എന്ത് ചെയ്യുക? ആ രീതിയിൽ കൊടുക്കുക. അതല്ലെങ്കിൽ ജസ്റ്റ് അക്കൗണ്ടന്റിനെങ്കിലും കൊടുക്കുക. അപ്പം ജസ്റ്റ് പേര് ഫുൾ നെയിം കൊടുക്കുക, അക്കൗണ്ടന്റ് കൊടുക്കുക. അതാണ് നിങ്ങളുടെ CVന്റെ ഹെഡിങ് ആയിട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഹെഡറിന് തൊട്ട് താഴെ, ഹെഡറിന്റെ മുകളിലല്ല താഴെ കൊടുക്കുന്നതാണ് നല്ലത്. കാരണം ഹെഡറിൽ വരുന്ന കുറെ കാര്യങ്ങൾ റീഡബിൾ അല്ല. കോൺടാക്ട് ഇൻഫർമേഷൻസ് ഹെഡറിന്റെ താഴെ കൊടുക്കുക. സച്ച് ആസ് യുവർ ഫോൺ നമ്പർ, ഇമെയിൽ ID, ലിങ്ക്ഡിൻ പ്രൊഫൈൽ URL. ലിങ്ക്ഡിന്റെ URL ഷോർട്ട് ആക്കാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. അതൊക്കെ ഷോർട്ട് ആക്കിയിട്ട് എന്ത് ചെയ്യുക? കൊടുക്കുക. അതുപോലെ തന്നെ ഹൈപ്പർ ലിങ്ക് ഉള്ള രീതിയിൽ തന്നെ കൊടുക്കുക ലിങ്ക്ഡിൻ. അതാണ് ക്യാൻവ യൂസ് ചെയ്യാൻ പറഞ്ഞ വേറൊരു കാരണം. ലിങ്ക്ഡിനും നിങ്ങളുടെ മെയിൽ ID ഒക്കെ ഹൈപ്പർ ലിങ്കിൽ കൊടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ സോഫ്റ്റ് കോപ്പി അയക്കുമ്പോൾ അവർക്ക് ജസ്റ്റ് ഡയറക്ട്ലി നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിലോട്ട് പോകാൻ പറ്റും. അപ്പൊ CV ഇത്രയും സിമ്പിൾ ആവാൻ കാരണം അതുകൂടിയാണ്. നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലാണ് നിങ്ങളുടെ പ്രൊഫഷണൽ ബ്രാൻഡിങ് ചെയ്യുന്ന ഒരു വലിയ കാര്യം. മിക്കവാറും റിക്രൂട്ടേഴ്സ് അവിടെ ഉണ്ട്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ലിങ്ക്ഡിൻ പ്രൊഫൈലിലോട്ട് നേരെ പോയാൽ നിങ്ങളെ കുറിച്ച് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. നിങ്ങളുടെ സ്കില്ല് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കിട്ടും. നിങ്ങൾ ഒരു ലൈക്ക് വാട്ട് കൈൻഡ് ഓഫ് എ പേഴ്സൺ യു ആർ, എത്രത്തോളം നിങ്ങൾ എന്താ പറയാ പ്രൊഫഷണലി ആക്റ്റീവ് ആണ്, അതൊക്കെ അറിയാൻ പറ്റും. അത്രയും നല്ലൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ആണെങ്കിൽ. ഓക്കെ, അതുകൊണ്ട് അത് ആഡ് ചെയ്യണം. ഡെഫിനറ്റ്ലി അത് സ്കിപ്പ് ചെയ്യരുത്. ഫോട്ടോ ആവശ്യമില്ല, ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും ആവശ്യമില്ല. ഓക്കെ, ക്ലിയർ. അടുത്തത് നിങ്ങളുടെ കരിയർ ഒബ്ജക്റ്റീവ് ആണ്. കരിയർ ഒബ്ജക്റ്റീവ് തന്നെ കൊടുക്കുന്നതാണ് ബെറ്റർ. ബട്ട് സ്റ്റിൽ ദർ ആർ അതർ തിങ്സ് ഓൺ ദ ടെംപ്ലേറ്റ്. നിങ്ങൾ ക്യാൻവയിലൊക്കെ സെർച്ച് ചെയ്ത ടെംപ്ലേറ്റിൽ വേറെ കാര്യങ്ങളൊക്കെ കാണും. അബൌട്ട് മീ, സമ്മറി, പ്രൊഫൈൽ സമ്മറി, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഒരു കാര്യമാണ്. ഒന്നുമില്ല, നിങ്ങളെ കുറിച്ച് ഒരു കുഞ്ഞു പാരഗ്രാഫ്. അതിൽ നിങ്ങളുടെ പേരും സ്ഥലവും ഒഴികെ ബാക്കിയെല്ലാം ഉണ്ടാവും. കാരണം പേരും സ്ഥലം നമ്മളിപ്പം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ സെൽഫ് ഇൻട്രോ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ കുറച്ചുകൂടി എന്താണ് നിങ്ങളുടെ സ്കില്ലിനെയും നിങ്ങളുടെ ആസ്പിറേഷനെയും എന്താണ് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് കീവേഡ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കരിയർ ഒബ്ജക്റ്റീവ് നിങ്ങളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, എന്നുവെച്ചാല് പേരും സ്ഥലവും പറയണ്ട, ബാക്കി കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം. നിങ്ങൾ എന്താണ് ഇപ്പൊ ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്, എന്തൊക്കെ സ്കിൽസ് ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്, നിങ്ങളുടെ ആസ്പിറേഷൻ എന്താണ് ഈ ഫീൽഡിൽ, ഏതൊക്കെ ജോബാണ് നിങ്ങൾ നോക്കുന്നത്, അതിനുള്ള സ്കില്ല് നിങ്ങളുടെ അടുത്തുണ്ടോ എന്നുള്ളതൊക്കെ ഒരു കീ വേർഡ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു പാരഗ്രാഫ്. ദാറ്റ് ഇസ് എനഫ്. ഓക്കെ, ദാറ്റ് ഈസ് യുവർ കരിയർ ഒബ്ജക്റ്റീവ്. നിങ്ങളെ കുറിച്ചാണ് പറയേണ്ടത്. ഉള്ളത് മാത്രം എഴുതിയാൽ മതി, ഇല്ലാത്തതൊന്നും വേണ്ട. ബട്ട് സ്റ്റിൽ അതൊരു പ്രൊഫഷണൽ യുണീക്ക് ആയിട്ടുള്ള വേയിൽ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് AI യൂസ് ചെയ്യാം, പക്ഷെ മേക്ക് ഷുവർ ഇറ്റ് ഈസ് യുണീക്ക്. കാരണം പൊതുവെ സ്റ്റുഡൻസ് AI യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്ത് വരാറുണ്ട് CV. അപ്പൊ മിക്കവാറും പേരുടെ മുന്നിൽ തുടക്കത്തിൽ ഉണ്ടാവും ഡീറ്റെയിൽ ഓറിയന്റഡ്, അങ്ങനെ എന്തെങ്കിലും ഒരു വേർഡ് ആയിരിക്കും സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവുക. അപ്പൊ നമുക്കറിയാം അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടുണ്ടാവുള്ളൂ. AI അങ്ങനെ തരുന്ന ഒരു കേസ് ഉണ്ട്. ജനറിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, ഇൻഫോർമേഷൻസ് ആയിരിക്കും തരാം. അപ്പൊ കംപ്ലീറ്റ്ലി അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പകരം ദർ ആർ അതർ വേസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ ChatGPT ഒക്കെ യൂസ് ചെയ്യുമ്പോൾ യു ക്യാൻ യൂസ് ദ മൈക്ക് ടു. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാം, നിങ്ങളുടെ അടുത്തുള്ള എല്ലാ കീ സ്കിൽസും പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ക്രിയേറ്റ് എ യുണീക്ക് കരിയർ ഒബ്ജക്റ്റീവ് ഫോർ മീ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അത് പറഞ്ഞു കൊടുക്കുന്നതാണ് ബെറ്റർ. കാരണം ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ നമുക്ക് അത് പ്രാക്ടീസ് കൂടി ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ്, അതിൽ ചിലപ്പോൾ പേരും സ്ഥലം പറഞ്ഞ അങ്ങനത്തെ സാധനം കിട്ടൂല, അതുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അടുത്തത് എക്സ്പീരിയൻസ് ആണ്. ഇവിടെ ഞാൻ എക്സ്പീരിയൻസ് കൊടുത്തിട്ടില്ല, ബട്ട് സ്റ്റിൽ ആസ് യു ഗൈസ് യു ഹാവ് എക്സ്പീരിയൻസ്. അപ്പൊ നിങ്ങളുടെ എല്ലാ എക്സ്പീരിയൻസും നിങ്ങൾ ഒരു ക്രോണോളജിക്കൽ ഓർഡറിലാണ് ആഡ് ചെയ്യേണ്ടത്. ഇപ്പൊ ചെയ്യുന്നത് ആദ്യം കൊടുക്കുക, ഇതിന് തൊട്ട് മുൻപ് ചെയ്തത് അതിനുശേഷം കൊടുക്കുക, അങ്ങനെ ബാക്കിലോട്ട് പോവുക. എന്ന് വെച്ചാൽ പണ്ട് ചെയ്തതൊക്കെ താഴത്താണ് വരിക, ഇപ്പൊ അടുത്തടുത്ത് ചെയ്തത് മുകളിൽ വരിക. റീസെന്റ് എക്സ്പീരിയൻസ് ആണ് മുകളിൽ കൊടുക്കേണ്ടത്, ബാക്കിലോട്ടാണ് പോകേണ്ടത്. ഓക്കെ, ക്ലിയർ. ഏറ്റവും മുകളിൽ റീസെന്റ് വൺ. അപ്പൊ എക്സ്പീരിയൻസ് കൊടുക്കുമ്പോഴും അതിന്റെ സൈഡിൽ റൈറ്റ് സൈഡിൽ മാർജിനോട് അടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഇയർ കൊടുക്കാൻ പറ്റും, ഡ്യൂറേഷൻ കൊടുക്കാൻ പറ്റും. ഇയറും മന്തും കൊടുക്കുന്നവരുണ്ട്, ഇയർ മാത്രം കൊടുക്കുന്നവരുണ്ട്. ഇയറും മന്തും കൊടുക്കുമ്പോഴും ദർ ആർ ഡിഫറെന്റ് വേസ് ടു ഡു. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങളുടെ കോഴ്സ് കഴിയുന്നത് സെപ്റ്റംബറിലാണ്. അപ്പൊ നിങ്ങളത് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതെങ്ങനെ ചെയ്യുക, അക്കൗണ്ട്സ് ട്രെയിനി എന്ന് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, തുടക്കം എന്നാണ്, ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് അല്ലെ. ഇപ്പൊ 02
2025 to എന്താണ് 02 bar 2026 to എവിടെ വരെയാ? എനിക്കറിയില്ലായിരുന്നു. സെപ്റ്റംബർ ആണോ? അല്ലല്ലോ, കഴിഞ്ഞില്ലേ കോഴ്സ്? എന്നാ സർട്ടിഫിക്കേഷൻ എക്സാം പറഞ്ഞില്ല? എക്സാം ഡേറ്റ് പറഞ്ഞിട്ടില്ല. ഏകദേശം ഒരു ഈ മാസം അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് എന്നുള്ള രീതിയിൽ ജസ്റ്റ് കരുതാം. കാരണം പൊതുവെ എന്റെ ഈ ഒരു ക്ലാസ് കഴിഞ്ഞ ഉടനെ എക്സാംസ് വരാറുണ്ട്. മാർച്ച് ബാച്ച് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഫെബിന്റെ ആണ്. മാർച്ചിൽ ആരൊക്കെ ഉള്ളത്? ഓക്കെ, അപ്പം ഒരാള് മാത്രമേ ഉള്ളൂ അല്ലെ? 3 ആളുണ്ടല്ലേ? മിക്കവാറും മാർച്ചാണ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാല് നമ്മള് എന്താണ് ഈ എക്സാം, ഫോർ എക്സാമ്പിൾ ഇപ്പൊ മാർച്ചിന് ചിലപ്പം എന്തായിരിക്കും സെപ്റ്റംബർ അല്ലെങ്കിൽ ഓഗസ്റ്റ്, ജസ്റ്റ് ഇമാജിൻ ഓഗസ്റ്റ് ആയിരിക്കാൻ ചാൻസ് ഉണ്ടായിരിക്കും. അപ്പൊ എന്ത് ചെയ്യാം, 08/2026 കൊടുക്കുക. അപ്പം ഒരു ഡ്യൂറേഷൻ ആയില്ലേ, ഒരു 6 month ഡ്യൂറേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. 6 month തന്നെയല്ലേ ഡ്യൂറേഷൻ നിങ്ങളത്? 4 months. 6 month അല്ല, 4 months. 4 month. ഓക്കെ, 4 month ഡ്യൂറേഷൻ. ഐ എം സോറി അബൌട്ട് ഇറ്റ്. സോ 4 month ഡ്യൂറേഷൻ എന്ത് ചെയ്യുക, കൊടുക്കാൻ പറ്റും. ഓക്കെ, ഐ തിങ്ക് SAP എക്സ്ട്രാ എടുത്തവർ അതും കൂടി ആഡ് ഓൺ ചെയ്തിട്ട് തന്നെ കൊടുക്കുക കേട്ടോ. ഓക്കെ, സോ ഇനി ഞാൻ പറയാൻ പോകുന്നതെന്ന് പറയുന്നത് എക്സ്പീരിയൻസിന്റെ കാര്യമാണ്. ഞാൻ പറഞ്ഞു അത് അവസാനം കഴിഞ്ഞത് ആദ്യം എന്നുള്ള രീതിയിൽ കൊടുക്കുക. എക്സ്പീരിയൻസ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ജോബ് റോൾ കൊടുക്കുക. ആൻഡ് ദെൻ ജോബ് റോളിന്റെ തൊട്ട് താഴെ കമ്പനി നെയിം കൊടുക്കുക. ഹൈലൈറ്റ് ചെയ്യേണ്ടത് ജോബ് റോൾ ആണ്. അത് കഴിഞ്ഞ് താഴെ ബോൾഡ് അല്ലാത്ത രീതിയിൽ കമ്പനി നെയിം കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അതിന് താഴെ 1 or 2 ബുള്ളറ്റ് പോയിന്റ്. പൊതുവേ ഉണ്ടാകുന്ന ഒരു കേസ് അവിടെ സ്പേസ് പോയി പോകുന്നത് അതാണ്. നമ്മുടെ ജോബ് റോളിന്റെ താഴെ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഒരു 5-6 പാരഗ്രാഫ് അല്ലെങ്കിൽ 5-6 പാരഗ്രാഫ് അല്ല 5-6 ബുള്ളറ്റ് പോയിന്റിൽ കൊടുക്കുന്നത് കാണാം. അത്രയും ബുള്ളറ്റ് പോയിന്റ്സ് ഒന്നും വേണമെന്നില്ല. ജസ്റ്റ് 1-2 ബുള്ളറ്റ് പോയിന്റ് നിങ്ങൾ ആ കമ്പനിയിൽ എന്ത് ചെയ്തു എന്ന് മാത്രമാണ് പറയേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? അണ്ടർസ്റ്റുഡ്? Okay. Wait a moment, okay? I just got a call from the faculty. ഓക്കെ, സോ ബബി എക്സ്പീരിയൻസിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ താഴെ 2 ബുള്ളറ്റ് പോയിന്റ് അല്ലെങ്കിൽ ഏറി വന്നാൽ 3 ബുള്ളറ്റ് പോയിന്റ് അത്ര മാത്രം കൊടുക്കുക. എന്താണ് നിങ്ങൾ അവിടെ ചെയ്യുന്നത് എന്നുള്ളത് ഷോർട്ട് ആക്കി കൊടുത്താൽ മതി. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കണ്ട. പക്ഷെ ഈ ഷോർട്ട് ആക്കിയതിൽ തന്നെ കീവേഡ്സ് ഒക്കെ വേണം. ഓക്കെ, കീവേഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ എന്താണ് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇത്ര പെർസെന്റേജ് ടേൺ ഓവർ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെർസെന്റേജ് ഡീറ്റെയിൽസ് പോലെ കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ ഷോർട്ട് ആയിട്ട് കൊടുക്കാൻ പറ്റും. അടുത്തെന്ന് പറയുന്നത് എഡ്യൂക്കേഷന്റെ കാര്യമാണ്. എഡ്യൂക്കേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നില്ല, കുറെ കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യണമെന്നില്ല. ഇപ്പൊ നിങ്ങൾ എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും, അതല്ലെങ്കിൽ PGO അങ്ങനെ എന്തെങ്കിലും കഴിഞ്ഞവരായിരിക്കും. എനിവേ ആ ഹയർ സെക്കൻഡറിയും ചിലർക്ക് ഫ്രഷേഴ്സിന് ഹയർ സെക്കൻഡറി ഇൻക്ലൂഡ് ചെയ്യാം. അതല്ലാത്തവർ എന്ത് ചെയ്താൽ മതി, ഡിഗ്രി മാത്രം ഇൻക്ലൂഡ് ചെയ്താൽ മതി. ഡിഗ്രി എല്ലാം ഇൻക്ലൂഡ് ചെയ്യുമ്പം കോളേജ് നെയിം കൂടാതെ എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് യുവർ വാട്ട് യു സേ യൂണിവേഴ്സിറ്റി എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യുക. അപ്പൊ ഡിഗ്രി എന്ന് പറയുമ്പം യു ക്യാൻ ജസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നതിന് പകരം BCom എന്ന് പറയുന്നതിന് പകരം ഷോർട്ട് ഫോംസ് മാക്സിമം കുറക്കുക. ഓക്കെ, ഡിഗ്രി BCom എന്നൊക്കെ പറയുന്നതിന് പകരം എന്ത് ചെയ്യുക, ബാച്ചിലേഴ്സ് ഇൻ കൊമേഴ്സ്, ഓക്കെ, മാസ്റ്റേഴ്സ് ഇൻ കൊമേഴ്സ്, ആ രീതിയിൽ തന്നെ കൊടുക്കുക കംപ്ലീറ്റ്. ഇനിയിപ്പോ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും എക്സ്ട്രാ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്യുക. കോർപ്പറേറ്റ് ഫിനാൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി, കോർപ്പറേഷൻ ഫിനാൻസ് എന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. ഓക്കെ, ക്ലിയർ? യൂണിവേഴ്സിറ്റി നെയിം വേണം. ഡ്യൂറേഷൻ സൈഡിൽ കൊടുക്കാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അതുപോലെ തന്നെ എഡ്യൂക്കേഷനും അതുപോലെ തന്നെയാണ്. അവസാനം കഴിഞ്ഞത് ആദ്യം കൊടുക്കുക. MCom, BCom ആൻഡ് ദെൻ BComന്റെ താഴെ BCom എന്ന് എഴുതല്ല, മാസ്റ്റേഴ്സ് ഇൻ കൊമേഴ്സ്, ബാച്ചിലേഴ്സ് ഇൻ കൊമേഴ്സ് എന്നൊക്കെ കൊടുത്തിട്ട് താഴെ എന്ത് ചെയ്യാം, ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കൊടുക്കുക. കൊടുക്കുന്നവർ ഫ്രഷേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്.
ഫ്രഷേഴ്സ് അല്ലാത്തവർ ആ സ്പേസ് എന്തിനാ ചെയ്യുക, എക്സ്പീരിയൻസ് എഴുതാൻ യൂസ് ചെയ്യുക. ഓക്കെ, ക്ലിയർ. അടുത്തത് നമ്മുടെ സ്കിൽസ് ആണ്. നിങ്ങൾക്കുള്ള ഉണ്ട് എന്ന് ഉറപ്പുള്ള എല്ലാ ടെക്നിക്കൽ സ്കിൽസും ലിസ്റ്റ് ഔട്ട് ചെയ്യണം. നെവർ സ്കിപ്പ് എനിത്തിങ്. ബിക്കോസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ATS ട്രാക്ക് ചെയ്യുന്ന സമയത്ത് അവർ റിക്വയർമെന്റ്സ് നോക്കുമ്പോൾ ഈ സ്കിൽസ് നിങ്ങളുടെ അടുത്ത് ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് സെർച്ച് ചെയ്യും. ജസ്റ്റ് കീവേഡ്സ് വെച്ചായിരിക്കും സെർച്ച് ചെയ്യുക. അപ്പൊ നമ്മുടെ ടെക്നിക്കൽ സ്കിൽസ് നമ്മൾ എന്ത് ചെയ്യണം, എന്തായാലും CV-യിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യണം. ഇപ്പൊ ടെക്നിക്കൽ സ്കിൽസ് ഞാൻ സ്പെഷ്യലി പറയാൻ കാരണം, സോഫ്റ്റ് സ്കിൽസ് നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ, കോൺഫിഡൻസ് ഉണ്ടോ, ടീം വർക്ക് ചെയ്യുന്ന ആളാണോ, ടൈം മാനേജ്മെന്റ് ഉണ്ടോ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ബേസിക് ആയിട്ട് 3 അത്യാവശ്യമായിട്ട് ഒരു അക്കൗണ്ടന്റിന് വേണ്ട 3 എണ്ണൊക്കെയാണ് ജസ്റ്റ് മാർക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ സോഫ്റ്റ് സ്കിൽസ്. ഓക്കെ, ക്ലിയർ. എന്തായാലും ടെക്നിക്കൽ സ്കിൽസ് നിങ്ങൾ എന്തായാലും ഫുൾ ആയിട്ട് മാർക്ക് ചെയ്യണം. ഓക്കെ, next one is projects and certifications. Projects ആവശ്യമില്ല, ബട്ട് ഇൻ യുവർ കേസ് സർട്ടിഫിക്കേഷൻസ് ആഡ് ചെയ്യുന്നത് നല്ലതാണ്. എന്ന് വെച്ചാൽ ഏതൊക്കെയോ ടെക്നിക്കൽ സർട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉണ്ടോ. അപ്പൊ സ്കിൽസ് ഒക്കെ നിങ്ങൾ ആഡ് ചെയ്തു, അത് കൂടാതെ ഈ സ്കിൽസിൽ തന്നെ ചില സ്കിൽസ് നിങ്ങളത് സർട്ടിഫൈഡ് ആയിരിക്കും അല്ലെ. അപ്പൊ ആ സർട്ടിഫൈഡ് സ്കിൽസ് സെപ്പറേറ്റ് ആയിട്ട് ആഡ് ഓൺ ചെയ്യാം. അവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, IBAP എഴുതേണ്ടത്. IBAP എന്നുള്ള ഷോർട്ട് ഫോം അല്ല എഴുതേണ്ടത്, ഇന്റർനാഷണൽ ബിസിനസ് ആൻഡ് ഫോറിൻ business and accounting profession. Okay, business and foreign ഉണ്ടോ? ഇല്ലല്ലോ. ഫോറിൻ ഇല്ല. ഇന്റർനാഷണൽ ഉണ്ടല്ലോ, സോറി. ഇന്റർനാഷണൽ ബിസിനസ് അക്കൗണ്ടിങ് പ്രൊഫഷണൽ. അപ്പൊ ആ സംഭവം എന്ത് ചെയ്യുക നിങ്ങൾ, ഞാൻ ജസ്റ്റ് PGDC എല്ലാം കൂടി മാറിപ്പോയതാണ്, ഐ എം സോറി അബൌട്ട് ഇറ്റ്. അപ്പൊ എന്ത് ചെയ്യുക, യു ജസ്റ്റ് എന്ത് ചെയ്യുക, അതൊന്ന് ഫുൾ നെയിമിൽ കൊടുക്കുക. ഇന്റർനാഷണൽ ബിസിനസ് ആൻഡ് അക്കൗണ്ട്സ് പ്രൊഫഷണൽ. ഓക്കെ, താങ്ക് യു ഗ്ലോറി. സോ ഇന്റർനാഷണൽ ബിസിനസ് ആൻഡ് അക്കൗണ്ട്സ് പ്രൊഫഷണൽ. അത് ഞാൻ ഈ ഒരു ഫീൽഡിൽ അല്ലാത്തതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ടെക്നിക്കൽ ടേംസ് ഒക്കെ എന്ത് ചെയ്യാനാണ്, ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ ബാക്കി PGDPയും PGBATും അങ്ങനെ പല പേരുകൾ ഇപ്പൊ പഠിച്ചു വരുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ്. ഓക്കെ, സോ എനിവേ ഇന്റർനാഷണൽ ബിസിനസ് ആൻഡ് ഫോറിൻ ഫിനാൻസ്, എവിടുന്നാണ് ഈ ഫിനാൻസ് ഫോറിൻ ഒക്കെ വരുന്നത്? ഓക്കെ, എനിവേ ബിസിനസ് ആൻഡ് അക്കൗണ്ടിങ് പ്രൊഫഷണൽ. അതെന്ത് ചെയ്യുക, അത് മാത്രമല്ല അതിന് ശേഷം സർട്ടിഫിക്കേഷൻ കൂടി ആഡ് ചെയ്യുക. ഇന്റർനാഷണൽ ബിസിനസ് ആൻഡ് അക്കൗണ്ടിങ് പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ. ഓക്കെ, അങ്ങനെ കംപ്ലീറ്റ് നെയിം ആയിട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് ഇപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺഗോയിങ് കൊടുക്കുന്നവർക്ക് ഓൺഗോയിങ് കൊടുക്കാം. അതിനേക്കാളും ബെറ്റർ നിങ്ങൾക്ക് എന്നാണോ സർട്ടിഫിക്കറ്റ് കിട്ടാൻ പോകുന്നത് ആ മാസവും ഇയറും മാത്രം എഴുതി കൊടുക്കുക. ഓക്കെ, മന്ത് ആൻഡ് ഇയർ. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഓപ്ഷണൽ ആണ്, കൊടുക്കണം എന്ന് തന്നെ ഇല്ല. കാരണം നമ്മുടെ സ്പേസ് കൺസ്യൂം ചെയ്യുന്ന ഒരു കാര്യമാണത്. അവിടെ വേണമെങ്കിൽ നമുക്ക് ഇത് കൊടുക്കാം, ലാംഗ്വേജ് കൊടുക്കാം, നിങ്ങൾക്ക് അറിയാവുന്ന ലാംഗ്വേജസ്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ ലുക്കിംഗ് ഫോർ മൾട്ടിലിംഗ്വൽ പീപ്പിൾ. അപ്പൊ അവിടെ നിങ്ങൾക്ക് കുറെ ലാംഗ്വേജസ് അറിയാവുന്നുണ്ടെങ്കിൽ അത് ബെറ്റർ ആണ്. ഓക്കെ, ഇല്ലെങ്കിൽ കൊടുക്കണമെന്നില്ല. ഓക്കെ, സോ ലെറ്റ് മീ ഗോ ടു ദ നെക്സ്റ്റ് പാർട്ട്. ഓക്കെ, സോ അടുത്തെന്ന് പറയുന്നത് സിംഗിൾ കോളം, ഡബിൾ കോളം. സോറി, ഈ ഡബിൾ കോളം കാര്യമായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു ഡോക്യുമെന്റ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് ഡബിൾ കോളം ആയിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഫസ്റ്റ് CV എന്തായിരുന്നു, ബയോഡാറ്റ ആയിരുന്നു. അതിനുശേഷം എന്തായി, കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻസ് വന്നു. ആ ബ്യൂട്ടിഫുൾ ഡിസൈൻസിലും എന്തായിരുന്നു, ഡബിൾ കോളംസ് ഉണ്ടായിരുന്നു. അതുകൂടാതെ കുറച്ചുകൂടി ന്യൂട്രൽ കളേഴ്സ് വന്ന സമയത്തും ഡബിൾ കോളംസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഡബിൾ കോളംസ് ഇപ്പോഴും നമ്മൾ ATS ഫ്രണ്ട്ലി റെസ്യൂമേന്ന് സെർച്ച് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ഇപ്പോഴും ഡബിൾ കോളംസ് കാണാൻ പറ്റും. ഓക്കെ, പക്ഷെ ഈ ഡബിൾ കോളംസ് എന്തല്ല, ഇറ്റ് ഈസ് നോട്ട് ATS ഫ്രണ്ട്ലി. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, ഒരു സിംഗിൾ കോളം ഒരു CV ആണ് ബെറ്റർ. അപ്പൊ അതിലോട്ട് പോവുക. ATS ഫ്രണ്ട്ലി ആക്കാൻ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക. ഇപ്പം ഡബിൾ കോളം തീരെ ATS ഫ്രണ്ട്ലി അല്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, ATS പെർസെന്റേജിൽ കുറവാണ്. ഓക്കെ, ക്ലിയർ. അപ്പൊ നിങ്ങൾ ATS ഫ്രണ്ട്ലി റെസ്യൂമേ സെർച്ച് ചെയ്താൽ ഡബിൾ കോളം കാണാൻ പറ്റും, സിംഗിൾ കോളം കാണാൻ പറ്റും. ഗോ ഫോർ ദി വൺ വിച്ച് ഇസ് ഹാവിംഗ് സിംഗിൾ കോളം. ഓക്കെ, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, പ്രത്യേകിച്ച് സൈഡ് ബാറിൽ ഇൻഫോർമേഷൻസ് ഒന്നും വേണമെന്നില്ല, ഫോട്ടോ വേണമെന്നില്ല.
ആൻഡ് ഫോണ്ടിന്റെ കാര്യം പറയുമ്പം എപ്പോഴും പ്രൊഫഷണൽ ഫോൺസ് തന്നെ ഫോളോ ചെയ്യുക. നെവർ ഗോ ഫോർ അൺപ്രൊഫഷണൽ ഫാൻസി ഫോൺസ്. കാരണം ഫാൻസി ഫോൺസ് യൂസ് ചെയ്താൽ ഉണ്ടാവുന്ന കേസ് എന്ന് പറയുന്നത് ചില സിസ്റ്റത്തിൽ ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. നിങ്ങൾ എന്തെങ്കിലും വലിയ വലിയ ഫാൻസി ഫോൺസ് എടുത്താൽ അത് വേർഡിൽ കിട്ടുമെങ്കിൽ ക്യാൻവയിൽ കിട്ടൂല, അവിടെ കിട്ടുമെങ്കിൽ ഇവിടെ കിട്ടൂല, ഡോക്സ് കിട്ടൂല, അങ്ങനെ കുറെ ഇഷ്യൂസ് വരാറുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ CV നമ്മൾ കൊടുക്കുമ്പോൾ എല്ലായിടത്തും വരണം എന്നുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മേക്ക് ഷുവർ ഇറ്റ് ഈസ് പ്രൊഫഷണൽ ഫോൺസ് സച്ച് ആസ് കാലിബ്രി, ഏരിയൽ, അതല്ലെങ്കിൽ ടൈംസ് ന്യൂ റോമൻ. കാലിബ്രിയും ഏരിയലും നമുക്ക് നോർമൽ ഇതിനൊക്കെ എടുക്കാം. ടൈംസ് ന്യൂ റോമൻ ഹെഡിങ്ങിന് യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. ഓക്കെ, എന്നുവെച്ചാൽ നമ്മുടെ നെയിം കൊടുക്കുമ്പോൾ അത് കൊടുക്കുന്നത് നല്ലതാണ്. ഓക്കെ, അതുപോലെ ഫോൺ സൈസ് വരുന്നത് 10:11 12 അല്ല, 10:11. ആൻഡ് വലിയ ഫോണ്ടിന് ഇപ്പൊ നമ്മുടെ നെയിമിന് വലിയൊരു എന്താ പറയാ വലിയ ഫോണ്ട് കൊടുക്കാം. വളരെ വലുതല്ലെങ്കിലും അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സൈസ് കൊടുക്കാം. അതൊക്കെ നേരത്തെ ആ ഒരു ടെംപ്ലേറ്റിൽ ഉണ്ടാവും. പക്ഷെ ടെംപ്ലേറ്റിൽ ഫോണ്ട് മാറിയിട്ടുണ്ടാവില്ല. മിക്കവാറും മോണ്ടിസറട്ട് അങ്ങനത്തെ ഏതെങ്കിലും ഫോണ്ട് ആയിരിക്കും ഉണ്ടാവുക. അത് നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാം കാലിബ്രിയിലോട്ട് മാറ്റണം. ഓക്കെ, ജസ്റ്റ് കംപ്ലീറ്റ്ലി സെലക്ട് ചെയ്തിട്ട് ഫോണ്ട് മാറ്റിയാൽ മതി. ഓക്കെ, ക്ലിയർ. ആൻഡ് ഫോൺ സൈസ് 10 ആണ്. ഒരു ചെറിയ എഴുത്തിനൊക്കെ നല്ലത്. വലിയ എഴുത്തിന് ഫോർ എക്സാമ്പിൾ സബ് ഹെഡിങ്സ് ഒക്കെ ആണെങ്കിൽ എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ് അങ്ങനെ കൊടുക്കുന്ന ഓരോ സബ് ഹെഡിങ്സും എല്ലാത്തിനും യൂണിഫോം ഫോണ്ടും ഫോൺ സൈസും ആവണം. ആ ഫോണ്ട് ജസ്റ്റ് പൊതുവെ 15 ആ രീതിയിൽ കൊടുത്താൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തത് സ്റ്റാൻഡേർഡ് ഹെഡിങ്സ് യൂസ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞു ഏതൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. എഡ്യൂക്കേഷൻ, സ്കിൽ, എക്സ്പീരിയൻസ്, സർട്ടിഫിക്കേഷൻസ്. പ്രൊജക്ട്സ് കൊടുക്കണമെന്നില്ല, സർട്ടിഫിക്കേഷൻസ് ആണ് ബെറ്റർ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് CA അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം കേട്ടോ. അടുത്തത്, എപ്പോഴും നിങ്ങൾ CV ഷെയർ ചെയ്യുമ്പോൾ ഫോട്ടോ ആയിട്ടൊന്നും ഷെയർ ചെയ്യരുത്. ഡോക്സ് അല്ലെങ്കിൽ PDF ആയിട്ട് ഷെയർ ചെയ്യുക എപ്പോഴും. എസ്പെഷ്യലി നിങ്ങൾ ഈ HR-നൊക്കെ മെയിലായിട്ട് അയക്കുമ്പം അറ്റാച്ച്മെന്റ് അയക്കുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, PDF ഡോക്സോ ആയിട്ട് അയക്കുക. ഇനി വാട്സപ്പിലാണെങ്കിൽ പോലും PDF ഡോക്സോ ആയിട്ട് അയക്കാൻ ട്രൈ ചെയ്യുക. അയക്കുമ്പോൾ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ ക്യാൻവയിലൊക്കെ ചെയ്ത് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഫയലിന് ഒരു പേര് റാൻഡം 1 2 3 4 5 എന്തൊക്കെ കുറെ 00 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരായിരിക്കും. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേര് എന്നിട്ട് CV എന്നുള്ളത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ജിനു ജെയിംസ് CV എന്നുള്ള രീതിയിൽ കൊടുക്കുക ഫയലിന്റെ നെയിം. എന്നാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക, അവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുക. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ബുള്ളറ്റ് പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യുക. വലിയ വലിയ പാരഗ്രാഫ്സിന് പകരം ബുള്ളറ്റ് പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യുക. കരിയർ ഒബ്ജക്റ്റീവ് പാരഗ്രാഫ് ആയിട്ട് കൊടുത്തോളൂ. ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ബുള്ളറ്റ് പോയിന്റ്സിൽ ഇൻക്ലൂഡ് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു ഫ്രഷേഴ്സിന് അല്ലെങ്കിൽ എന്താണ് അപ് ടു 7 years എക്സ്പീരിയൻസ്, ഐ മീൻ 6 years എക്സ്പീരിയൻസ്. 7 രണ്ടാമത്തിലോട്ട് പോയാൽ കുഴപ്പമില്ല. അപ് ടു 6 years ഓഫ് എക്സ്പീരിയൻസ് എന്ത് ചെയ്യുക, മാക്സിമം ഒരു പേജിൽ ഒതുക്കുക. ഇറ്റ് മീൻസ് നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ ഒരു കമ്പനിയിൽ കയറി കഴിഞ്ഞാൽ അടുത്ത കമ്പനിയിലോട്ട് 1 വർഷം കഴിയുമ്പോഴേക്ക് ചാടി പോകരുത്. യു ഹാവ് ടു സ്റ്റേ ലോങ്ങർ ഇൻ എ കമ്പനി, ദെൻ ഓൺലി വി ക്യാൻ ഇൻക്ലൂഡ് അവർ CV ഇൻ 1 page. അത് ആ ഒരു രീതിയിൽ മാത്രമല്ല, ഇപ്പൊ നിങ്ങളുടെ CV കാണുമ്പം ഇടക്കിടക്ക് കമ്പനീസ് മാറുന്നെന്ന് അവർ കണ്ടു കഴിഞ്ഞാൽ ദേ മൈറ്റ് തിങ്ക് യു ആർ എ ഹോപ്പർ. എന്ന് വെച്ചാൽ ഇങ്ങനെ എല്ലായിടത്തും കൺസിസ്റ്റൻസി ഇല്ലാതെ പോകുന്ന ഒരാളാന്നുള്ളൊരു ഇൻഫർമേഷൻ കൂടിയാണ് അവിടെ പാസ്സാവുന്നത്. അപ്പൊ ഒരു 6 വർഷം ഉണ്ടെങ്കിൽ 6 വർഷം ത്തിനുള്ളിൽ നിങ്ങളൊരു 5 അല്ലെങ്കിൽ എന്താ പറയാ 7 8 ഓഫീസിൽ വർക്ക് ചെയ്തെന്നുള്ളത് എന്താണ്, ഇറ്റ്സ് നോട്ട് ആക്ച്വലി ഗുഡ്. കാരണം എന്താണ്, ഓരോ ദിനും താഴെ നമുക്ക് സബ് ടൈറ്റിൽ ആയിട്ട് എഴുതേണ്ടി വരും അല്ലെ, ബുള്ളറ്റ് പോയിന്റ്സ് എഴുതേണ്ടി വരും. ഡെഫിനറ്റ്ലി അത് രണ്ടാമത്തെ പേജിലോട്ടൊക്കെ പോകും. അപ്പൊ മാക്സിമം എന്ത് ചെയ്യുക, ഒരു 2 വർഷമോ അല്ലെങ്കിൽ 3 വർഷമൊക്കെ ഒരു കമ്പനിയിൽ ഉണ്ടാവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പേജിൽ തന്നെ ഒതുക്കാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? ഇപ്പൊ ഇവിടെ ജോഷി എക്സ്പീരിയൻസ്ഡ് ആണല്ലേ? ഒരു കമ്പനിയിൽ എത്ര വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്? കുറെ വർഷം വർക്ക് ചെയ്തിട്ടില്ലേ? 2011 onwards. ഓക്കെ, ഒരു കമ്പനിയിൽ തന്നെ 11 years വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? 11 കൂടുതൽ 2011 തൊട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. 2011 തൊട്ട് ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അതെന്ത് ചെയ്യാ, ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡ്യൂറേഷൻ കാണിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഇപ്പൊ ജോഷി അവിടെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. സോ അത് 2 3 ബുള്ളറ്റ് പോയിന്റ് 4 ബുള്ളറ്റ് പോയിന്റ് ആയിട്ടോ ഇൻക്ലൂഡ് ചെയ്താലും കുഴപ്പമില്ല. കാരണം നമ്മുടെ CV എന്ത് ചെയ്യാൻ പോകുന്നില്ല, രണ്ടാമത്തെ പേജിലോട്ട് പോകാൻ പോകുന്നില്ല അല്ലെ. അതിന് മുമ്പുള്ള എക്സ്പീരിയൻസും ആഡ് ചെയ്യണം, ഇപ്പോഴുള്ള എക്സ്പീരിയൻസും ആഡ് ചെയ്യണം. എന്നാലും എന്ത് ചെയ്യാൻ പോകുന്നില്ല, ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു
ഗോ ടു ദ നെക്സ്റ്റ് പേജ്. ആൻഡ് ഓൾസോ കൺസിസ്റ്റൻസി ഉള്ള ഒരാളാന്നുള്ള കാര്യം അവിടെ എന്തായാലും കാണും അല്ലെ. പിന്നെ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. നിങ്ങൾ സി വി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒന്ന് നോക്കണം കേട്ടോ. ഓക്കെ, സി വി ക്രിയേറ്റ് ചെയ്യാൻ ഇപ്പം പല മെത്തേഡ്സും ഉണ്ട്. ക്ലോഡി AI ഉണ്ട്, പല AI ഉണ്ട്, ജെമിനായി ഉണ്ട്, അങ്ങനെ പലതും ഉണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം സ്വന്തമായിട്ട് ഒരു സി വി ക്രിയേറ്റ് ചെയ്തിട്ട് മാത്രം AIനെ ഡിപ്പെൻഡ് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം യു ഹാവ് ടു റീഡ് ഇറ്റ് മൾട്ടിപ്പിൾ ടൈംസ്. 1, 2, 3 പ്രാവശ്യം വായിക്കണം. അതല്ലാതെ ഒരിക്കലും AIനെ ഡിപ്പെൻഡ് ചെയ്യരുത്. കാരണം പല തെറ്റുകളും AIന്റെ ഭാഗത്തു നിന്ന് വരാറുണ്ട്. എസ്പെഷ്യലി നെയിംസ് ഒക്കെ നല്ല രീതിയിൽ തെറ്റ് വരാറുണ്ട്. പങ്ക്ച്വേഷനും മിസ്റ്റേക്സ് വരാറുണ്ട്. ഐ ഹാവ് സീൻ സം മിസ്റ്റേക്സ് ലൈക്ക് ദാറ്റ് from the CVs that has been created completely by the AI. എന്ന് വെച്ചാല് ഈ എന്താ പറയാ, ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊടുക്കേണ്ട സമയത്ത് ചില പേരുകളൊന്നും AIക്ക് അത്രയും ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാം പണ്ട് ഗൂഗിളിൽ ഒരു അണ്ടർലൈൻ വന്നിരുന്നു അല്ലെ, റെഡ് അണ്ടർലൈൻ. ഇപ്പോഴും വരും, സോറി, വേർഡ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഇപ്പോഴും റെഡ് അണ്ടർലൈൻ വരും. ചില പേരുകൾ നമ്മൾ കൊടുക്കുമ്പം അത് രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ട് എന്ത് ചെയ്യും, ആ ഒരു അണ്ടർലൈൻ വരും. പക്ഷെ അത് പേരാണ് അവൻ ഈ ഗൂഗിളിന് അറിയില്ല. ദാറ്റ് ഈസ് വൈ ദ സെയിം തിങ് ഗോസ് ഫോർ ജെമിനായി ഓർ എനി അതർ പ്ലാറ്റ്ഫോംസ്. എന്ന് വെച്ചാല് അവർക്ക് ആ പേര് മനസ്സിലാവാത്തതുകൊണ്ട് എന്ത് ചെയ്യും, അവിടെ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കൂല. പേരിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, തുടക്കത്തിൽ ക്യാപിറ്റൽ കൊടുക്കണം അല്ലെ. ഇപ്പൊ ഞാനിപ്പം ഏതൊക്കെ സ്റ്റുഡൻസിനെ നോക്കിയപ്പം കണ്ടതായിരുന്നു, ഇന്ത്യന്റെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്മോൾ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബികോമിന്റെ ബി സ്മോൾ ലെറ്റർ ആയിട്ടുണ്ട്. അപ്പം ബികോം കംപ്ലീറ്റ് ഫുൾ ഫോമിലാണ് കൊടുക്കേണ്ടത്, അത് വേറെ കാര്യം സിവിയില്. അപ്പം ഇതിന് താഴെ ഈ കംപ്ലീറ്റ് സിവിന്റെ താഴെ കൊടുത്തിട്ടുണ്ട് ക്രിയേറ്റഡ് ബൈ webcv.com എന്നൊക്കെ. അപ്പൊ എന്താണെന്ന് വെച്ചാൽ അത് കാണുന്ന ആൾക്ക് മനസ്സിലാവും ഈ കുട്ടിക്ക് CV വായിക്കാനും തോന്നിയിട്ടില്ല, അതിന്റെ കൂടെ തന്നെ സ്വന്തമായിട്ട് ഒരു CV ഉണ്ടാക്കാനും ആൾക്ക് എന്ത് ചെയ്തിട്ടില്ല, ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ടില്ല എന്നുള്ളത് മനസ്സിലാവും. സോ മേക്ക് ഷുവർ യു ആർ ഡൂയിങ് യുവർ ഓൺ തിങ്. എന്നിട്ട് എന്ത് ചെയ്യുക, ചെറിയ ചെറിയ റീഫ്രേസിങ് ആക്ടിവിറ്റീസ്, സ്പെല്ലിംഗ് കറക്ഷൻ, ഗ്രാമർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, സ്മാർട്ടായിട്ട് AI യൂസ് ചെയ്ത് ഡിപ്പെൻഡ് ചെയ്യാൻ മാത്രം നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ മാക്സിമം ATS ഫ്രണ്ട്ലി ആക്കാൻ നിങ്ങൾ ചിലപ്പോൾ AIനെ ഡിപ്പെൻഡ് ചെയ്താൽ കുറേ ബൾക്കായിട്ടുള്ള ഇൻഫർമേഷൻ ഒരു AI തരുന്നത് വേറെ AI തരുന്നൊക്കെ മാറി മാറി പോകും. അപ്പം അങ്ങനെ ബൾക്ക് ഇൻഫർമേഷൻസ് വന്ന് നമ്മൾ എന്ത് ചെയ്തു, ആകെപ്പാടെ ഇതായി പോകും. അതും വേണ്ടാതെക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ടെംപ്ലേറ്റ് കാണിച്ചു തരാം. ആ ഒരു ടെംപ്ലേറ്റ് ഫോളോ ചെയ്യുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ ഇതുപോലെ ഉള്ള ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് ക്യാൻവയിൽ നല്ല രീതിയിൽ അവൈലബിൾ ആണ്. ATS ഫ്രണ്ട്ലി ഫ്രഷർ CV എന്നാണ് ഞാൻ സെർച്ച് ചെയ്തിട്ടുള്ളത്. നിങ്ങളൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് തന്നെ ഫ്രഷറിന്റെ CV തന്നെ ആവണമെന്നില്ല. പക്ഷെ ATS ഫ്രണ്ട്ലി സെർച്ച് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ചില സമയത്ത് ATS ഫ്രണ്ട്ലി CVs സെർച്ച് ചെയ്താൽ 2 പേജുള്ളത് കിട്ടും. ഞാൻ പറഞ്ഞു ക്യാൻവയിൽ എല്ലാം ATS ഫ്രണ്ട്ലി തന്നെയായിട്ടും കംപ്ലീറ്റ് ആയിട്ടും കിട്ടത്തില്ല. ബട്ട് അത് നമ്മളായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, മാക്സിമം ATS ഫ്രണ്ട്ലി ആക്കേണ്ടത്. അതിൽ നമ്മുടെ ഇൻഫർമേഷൻസ് കൊടുക്കുക. ഇവിടെ പ്രൊഫൈൽ എന്നാണ് കൊടുത്തിട്ടുള്ളത്, കരിയർ ഒബ്ജക്റ്റീവ് ആണ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അതിന് താഴെ ലോറം ഇപ്സ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇത് ഇവിടെയുള്ള സ്റ്റുഡൻസിന് ഷെയർ ചെയ്യുന്ന ഒരു CV ആണ്. അപ്പം പൊതുവെ എന്ത് ചെയ്യും, ഇതിന്റെ താഴെ കൊടുത്തിട്ടുള്ള അതേ ഇൻഫർമേഷൻ ഫോളോ ചെയ്ത് എല്ലാവരുടെയും കരിയർ ഒബ്ജക്റ്റീവ് ഒന്നാവും. അതിന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ഒന്നും കൊടുക്കാതെ ലോറം ഇപ്സും തന്നെ വെച്ചിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? അതുപോലെ താഴത്തോട്ട് പോകുമ്പോൾ നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ്, ലെറ്റ് മി ജസ്റ്റ് ഗോ ടു ദി പേജ്, വെയിറ്റ് എ മൊമെന്റ്. താഴെ വരുന്നതെന്ന് പറയുന്നത് നിങ്ങളുടെ അക്കൗണ്ട്സ്, സോറി, just wait a moment, okay? Just go through the CV, okay? ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്ക്, 1 മിനിറ്റ്. Okay, so am I audible now?
യെസ് യെസ്. ഓക്കെ, സോ ബിബി അപ്പം ഇതില് താഴെ നമ്മൾ എന്ത് ചെയ്തു വർക്ക് എക്സ്പീരിയൻസ് കാണുന്നുണ്ട്. ഇപ്പൊ ഞാൻ പൊതുവെ ഇവിടെ ഉള്ള ഫ്രഷേഴ്സിന് കൊടുക്കുന്ന ഒരു ഓപ്ഷൻ ആണിത്. എക്സ്പീരിയൻസ്ഡ് ആയവർ ഇത് ചെയ്യണമെന്നില്ല, ബിക്കോസ് യു ഹാവ് എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസ് ടു ആഡ് ഓൺ. ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ അക്കൗണ്ട്സ് ട്രെയിനി എന്ന് കാണിക്കാൻ പറയാറുണ്ട് ഫ്രഷേഴ്സിനോട്. അപ്പൊ അതെന്ത് ചെയ്യാൻ പറ്റും, ഫിൻപ്രോ ലേണിംഗ് എന്നുള്ള രീതിയിൽ ആഡ് ചെയ്തിട്ട് ഇതിവിടെ ഇയർ ആണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, സ്റ്റാർട്ടിംഗ് മന്ത് ടു എൻഡിങ് മന്ത് അത്ര മാത്രം കൊടുത്താൽ മതി. ഒരു ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ അപ്രന്റൈസ്ഷിപ്പ് പോലെ കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അത് ഫ്രഷേഴ്സിന് മാത്രമുള്ള ഒരു ഓപ്ഷൻ ആണ്. അതേഴ്സ് ഹു ആർ എക്സ്പീരിയൻസ് ഇറ്റ്സ് നോട്ട് നീഡഡ്. ഓക്കെ, അതിനുശേഷം എന്തായത് വേറൊരു എക്സ്പീരിയൻസ് ആണെങ്കിലും ഇത് എന്താ ചെയ്യേണ്ടതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാട്ട് യു ഡു ദർ, ടൈപ്പ് ഇറ്റ് ഇൻ 1 or 2 lines, അത്ര മാത്രം മതി. ഓക്കെ, അതുപോലെ അടുത്ത എക്സ്പീരിയൻസ് ഇതിവിടെ ഈ ഒരു വർക്ക് ഇത് കൊടുക്കണം എന്നില്ല കേട്ടോ. ടൈം ഈ ഒരു സൈഡിൽ എന്താ പറയാ, ലെഫ്റ്റ് മാർജിനോടായിട്ട് റൈറ്റ് മാർജിനോടായിട്ട് കൊടുത്താൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് ഇതിൽ കാണുന്നുണ്ടാവും, ദ ഹോൾ ഫോണ്ട് എല്ലാം എന്തിലാ വരുന്നത്, ലെഫ്റ്റ് അലൈൻമെന്റിലാണ് വരുന്നത്. എല്ലാ പ്രൊഫഷണൽ ഡോക്യുമെന്റ്സും ഇൻക്ലൂഡിങ് CV, ഇമെയിൽ, ലെറ്റർ എല്ലാം ലെഫ്റ്റ് അലൈൻഡ് ആയിട്ടാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പം ഈവൻ ലെറ്ററിന് പണ്ടുണ്ടായിരുന്നു ഒരു സൈഡിൽ ഇപ്പുറത്തെ സൈഡിൽ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ, അതുപോലെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ്ലി ഈ സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട് അല്ലെ, ഇമെയിൽ അല്ല ലെറ്ററിന് അല്ലെ. സോ ഇപ്പം എല്ലാം ലെഫ്റ്റ് അലൈൻമെന്റ് ആണ് നല്ലത്. ചിലർ എന്ത് ചെയ്യും, ചിലടത്ത് ഇവളൊക്കെ നല്ല എസ്തെറ്റിക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, ജസ്റ്റിഫിക്കേഷൻ കൊടുക്കും. ജസ്റ്റിഫിക്കേഷന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടം തൊട്ട് ഇവിടം വരെ നല്ല രീതിയിൽ നിൽക്കും, പക്ഷെ ഇതിനിടയിൽ അൺവാണ്ടഡ് സ്പേസുകൾ ഉണ്ടാവും. നമ്മൾ പത്രത്തിലൊക്കെ കാണുന്ന പോലത്തെ കുറെ സ്പേസ് ഉണ്ടാവും. അങ്ങനത്തെ ഫോണ്ട് ഒന്നും വേണമെന്നില്ല, ലെഫ്റ്റ് അലൈൻമെന്റ് ആണ് ബെറ്റർ. ഓക്കെ, ക്ലിയർ അല്ലേ? ആൻഡ് എഡ്യൂക്കേഷൻ ആണെങ്കിലും ഇതുപോലെ തന്നെയാണ് കൊടുക്കേണ്ടത്. കോളേജ് നെയിമോ യൂണിവേഴ്സിറ്റി നെയിമോ താഴെ കൊടുക്കുക, നിങ്ങളുടെ റോളാണ് മുകളിൽ കൊടുക്കേണ്ടത്. ആൻഡ് ഇവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് കോർപ്പറേഷൻ ഫിനാൻസ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കുക. അധികം ഇതൊന്നും പറയാനില്ല, കാരണം ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്, CV എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. ആൻഡ് ഇവിടെ ഇപ്പം മിക്കവാറും സ്കിൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഉള്ളത് എടുക്കുക, അതല്ലെങ്കിൽ ഇല്ലാത്തതൊക്കെ ഒഴിവാക്കുക. അതുപോലെ ഇനി എന്തെങ്കിലും വേറെ ഞാൻ ഇതിൽ പറയാത്തതുണ്ടെങ്കിൽ അത് ആഡ് ഓൺ ചെയ്യുക. സോഫ്റ്റ് സ്കിൽസ് ആകെ 3 കൊടുത്തിട്ടുള്ളൂ. ഒരു അക്കൗണ്ടന്റിന് അത്യാവശ്യമായിട്ടുള്ള 3 ഞാൻ അവിടെ ആഡ് ഓൺ ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഓക്കെ, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതൊന്ന് ഫോളോ ചെയ്യുക. ആൻഡ് അടുത്തതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ, ഒന്ന് ലിസൺ കെയർഫുള്ളി. ഇവിടെ കൊടുത്തുള്ളത് PGDFA, PGPAT, CBAT എന്നുള്ള ഓരോന്നാണ്. ഇതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യണം, IBAPന്റെ ഫുൾ ഫോം ഇവിടെ കൊടുത്തിട്ട് സർട്ടിഫിക്കേഷൻ എഴുതണം. അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. സർട്ടിഫിക്കേഷന്റെ അവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, IBAP ആഡ് ചെയ്യേണ്ടത്. ആൻഡ് അവിടെ സർട്ടിഫിക്കേഷൻ എഴുതുക. അതുപോലെ തന്നെ ഇപ്പം ഇവിടെ ഓൺഗോയിങ് എന്നാണ് കൊടുത്തിട്ടുള്ളത്, പക്ഷെ എന്ത് ചെയ്യുക, നിങ്ങളുടെ കംപ്ലീറ്റിംഗ് മന്ത് ആൻഡ് ഇയർ ആണ് കൊടുക്കേണ്ടത്. എന്ന് വെച്ചാൽ എന്ന് തൊട്ടാണ് നിങ്ങളുടെ സർട്ടിഫിക്കേഷൻ വാലിഡ് ആയത് എന്നാണ് ചോദിക്കുക. ഓക്കെ, സോറി അബൌട്ട് ഇറ്റ്, വെയിറ്റ് എ മൊമെന്റ്. ക്ലിയർ ആണോ? എന്ന് തൊട്ടാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് വാലിഡ് ആയത്, അല്ലെങ്കിൽ എന്ന് മുതലാണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയത് എന്നുള്ളതാണ്. പൊതുവെ എക്സ്പയറി ഡേറ്റ് ഉള്ള സർട്ടിഫിക്കറ്റ്സിന് മാത്രമാണ് നിങ്ങൾ എൻഡ് ഡേറ്റ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അങ്ങനെ സർട്ടിഫിക്കറ്റ്സിന് എക്സ്പയറി ഡേറ്റ് ആകെ ഞാൻ IELTS എക്സാമിനേഷനൊക്കെയാണ് കണ്ടിട്ടുള്ളൂ. അതല്ലാതെ എന്തെങ്കിലും അബ്രോഡ് പോകുന്നതിന് അങ്ങനത്തെ കേസസിനൊക്കെയാണ്. ഐ ഡോണ്ട് നോ അബൌട്ട് ദി സർട്ടിഫിക്കറ്റ് എക്സ്പയറി ഡേറ്റ്. ഇല്ലല്ലോ, അങ്ങനെ എക്സ്പയറി ഡേറ്റ് ഒന്നും ഇല്ലല്ലോ അല്ലെ. സോ അതെന്ത് ചെയ്യുക, നിങ്ങൾ സ്റ്റാർട്ടിംഗ് ടൈം മാത്രം കൊടുത്താൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേ? സ്റ്റാർട്ടിംഗ് ടൈം അല്ല, എന്നാണോ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ആ ടൈം മാത്രം കൊടുത്താൽ മതി. ഏത് മന്ത് ആണ്, ഏത് ഇയർ ആണ്. സോ ഫോർ എക്സാമ്പിൾ 08/2026. ഓക്കെ, ക്ലിയർ അല്ലേ? താഴെ എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു PGDFA, PGPAT എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ SAP, ടാലി പ്രൈം ഒക്കെ കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ IBAP ആയതുകൊണ്ട് തന്നെ ടാലി പ്രൈമും സോഹോ ബുക്സും ഉണ്ടാവും. സെപ്പറേറ്റ് സർട്ടിഫിക്കേഷൻസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിലിപ്പോ ഉള്ള സ്കിൽസ് തന്നെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സാം എഴുതി സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ ആഡ് ഓൺ ചെയ്യുക. അതിൽ തന്നെ ഇപ്പൊ ഇല്ലാത്തതുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. SAP ഇല്ലാത്തവർ SAP ഒഴിവാക്കുക. SAP സെപ്പറേറ്റ്ലി എടുക്കുന്നവർ അത് കൂടി ആഡ് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, പിന്നെ ഡിക്ലറേഷൻ വേണമെന്നില്ല, അതും ഓപ്ഷണൽ ആണ്. അതൊരു സ്പേസ് കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതും വേണ്ട. ഓക്കെ, എസ്പെഷ്യലി ഞാൻ നിങ്ങളോട് ഇത് വേണ്ടെന്ന് പറയുന്നുണ്ട്.
നോർമൽ ഉള്ള സ്റ്റുഡൻസിനോട് അത് ഓപ്ഷണൽ ആണെന്നാ പറയാറ്. അപ്പൊ നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അത് വേണമെന്നില്ല എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പൊ മാക്സിമം നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ കീവേഡ്സും ആഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക ഇവിടെ. ഓക്കെ, കീവേഡ്സ് ഇപ്പൊ ഇവിടെ കുറെ ആഡ് ചെയ്തിട്ടുണ്ട്, അത് ഇവിടെയും ആവശ്യമുണ്ട്. അതുപോലെ തന്നെ എവിടേക്കാണോ കീവേഡ്സ് ആഡ് ചെയ്യാനുള്ളത്, ഇപ്പൊ ഓരോ എക്സ്പീരിയൻസിന് താഴെ ബുള്ളറ്റ് പോയിന്റ് കൊടുക്കുമ്പോൾ ബുള്ളറ്റ് പോയിന്റിൽ കീവേഡ്സ് വേണം എന്തായാലും. ഓക്കെ, ക്ലിയർ അല്ലേ? ഫോർ എക്സാമ്പിൾ പേറോൾ അതല്ലെങ്കിൽ GST ഫയലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു ഡേ ടു ഡേ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഒരു വർക്കിൽ ചെയ്തിട്ടുള്ള കാര്യം ഒരു 2 ബുള്ളറ്റ് പോയിന്റ് അല്ലെങ്കിൽ 3 ബുള്ളറ്റ് പോയിന്റിൽ ഇൻക്ലൂഡ് ചെയ്താൽ മതി. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ എന്താ ചെയ്യാനുള്ളത്. ക്യാൻവ അക്കൗണ്ട് ഇല്ലാത്തവർ എന്ത് ചെയ്യുക, ക്യാൻവ അക്കൗണ്ട് സ്വന്തം ഒരു ഒഫീഷ്യൽ മെയിൽ ID വെച്ച് യൂസ് ചെയ്തിട്ട് തുറക്കുക. അത് ഫോണിൽ ക്യാൻവ ആപ്പ് കിട്ടും. ക്യാൻവ ആപ്പ് വഴി തുറന്നാൽ പോലും ഈ നിങ്ങൾക്കൊരു CV ക്രിയേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ബെറ്റർ എന്ന് പറയുന്നത് ലാപ്ടോപ്പിലാണ്. ലാപ്ടോപ്പിൽ അത് ആക്സസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മൗസ് കൂടി കീപ്പ് ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യുക, ക്യാൻവ യൂസ് ചെയ്യുക. കാരണം അലൈൻമെന്റ് ഒക്കെ കറക്റ്റ് ആക്കാൻ അത് നല്ലൊരു ഹെൽപ്പ് ആയിരിക്കും. പിന്നെ ക്യാൻവയിൽ അലൈൻമെന്റ് കറക്റ്റ് ആക്കാൻ യു ക്യാൻ ഫോളോ ദ പിങ്ക് ലൈൻസ്. ഒരു പിങ്ക് ലൈൻ വരും അലൈൻമെന്റ് നോക്കാൻ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ക്യാൻവ യൂസ് ചെയ്യാന്ന് പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ വേർഡിലോ അവിടെ ഇവിടെയൊക്കെ ആകുമ്പോൾ പ്രിന്റ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ അല്ലാത്ത സമയത്തൊക്കെ അലൈൻമെന്റ് തെറ്റാൻ ചാൻസ് ഉണ്ട്. ക്യാൻവയിൽ അതേ അലൈൻമെന്റിൽ നമുക്ക് അത് എടുക്കാൻ പറ്റും. അതിനെന്ത് ചെയ്താൽ മതി, ആ ഒരു പിങ്ക് ലൈന് ഫോളോ ചെയ്താൽ മതി. അതുപോലെ തന്നെ ഡിഫറെന്റ് ബോക്സസ് ഉണ്ടാവും നമുക്ക് ഇൻഫർമേഷൻസ് ആഡ് ചെയ്യാൻ. ആ ബോക്സസിലോട്ട് നമ്മുടെ ഇൻഫർമേഷൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ക്ലിയർ? വേറൊരു കാര്യം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ബോക്സസ് സെലക്ട് ചെയ്യാൻ യു ക്യാൻ ചൂസ് ഷിഫ്റ്റ് കീ ആൻഡ് ഓൾസോ അതല്ലെങ്കിൽ ഇങ്ങനെ കംപ്ലീറ്റ്ലി ഒരു ഡ്രാഗിൽ സെലക്ട് ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. കൂടാതെ എന്താണ്, ഒരു ബോക്സ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാതെ അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ആ ഒരു ബോക്സ് പോയി പോകും. സോ യു ക്യാൻ ജസ്റ്റ് കൺട്രോൾ Z ആൻഡ് അൺഡു ഇറ്റ്. അത് പകരം എന്ത് ചെയ്യുക, എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് വെക്കുക. എന്തെങ്കിലും ഒരു ബോക്സ് ബാക്ക് സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് വെക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ അവിടെ കാണിച്ച ലോറം ഇപ്സം എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യണം, ബാക്ക് അടിച്ചിട്ട് എന്ത് ചെയ്യണം, എന്റെ ഇൻഫർമേഷൻസ് അവിടെ ആഡ് ചെയ്യണം അല്ലെ. അപ്പൊ അതിനെന്ത് ചെയ്യണം, ഞാനിത് ഫുൾ ബാക്ക് സ്പേസ് ചെയ്തിട്ട് ആഡ് ചെയ്യേണ്ടി വരും. ഇവിടെ അല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്, ക്യാൻവയിൽ പോയാൽ ദർ വിൽ ബി മൾട്ടിപ്പിൾ ടെംപ്ലേറ്റ്സ് അവൈലബിൾ. ക്യാൻവയിൽ തന്നെ ഇപ്പൊ അക്കൗണ്ട് പുതിയതായിട്ട് തുടങ്ങുന്നവരോട് അവർ ചോദിക്കും പ്രീമിയം വേണോ അങ്ങനെ വേണോ എന്നൊക്കെ. പ്രീമിയം ഒന്നും ആവശ്യമില്ല. നോർമൽ ആയിട്ടുള്ള അക്കൗണ്ടിൽ തന്നെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. നോർമൽ ആയിട്ടുള്ള ഒരു ഡിസൈനിങ് ആപ്പാണ് ക്യാൻവ. ബട്ട് ദർ ഈസ് എ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ടു ക്രിയേറ്റ് CV, PPTs അങ്ങനെ പല മെത്തേഡും ഉണ്ട് ക്യാൻവയിൽ. സോ യു ക്യാൻ ജസ്റ്റ് യൂസ് ദിസ് ടു ക്രിയേറ്റ് യുവർ CV ബിക്കോസ് അത്രയും ഈസി ആയിട്ടുള്ള ഒരു ആപ്പ് ആയതുകൊണ്ടാണ്. ഓക്കെ, എന്ത് പറ്റി? മീൻസ് നമുക്ക് അതില് ഇപ്പൊ ഫ്രീ വെർഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ക്യാൻവ. അതില് അന്നേരം ഈ പേജിന്റെ താഴെ വരില്ലേ പ്രിപ്പയർഡ് ക്യാൻവ എന്ന് വരില്ലേ, അത് റിമൂവ് ചെയ്യാൻ എന്തെങ്കിലും ഓപ്ഷൻ? അങ്ങനെ വരില്ല. പൊതുവെ ആക്ച്വലി നമുക്ക് ക്യാൻവയിൽ ടെംപ്ലേറ്റ്സ് ചൂസ് ചെയ്യുമ്പോൾ പ്രിപ്പയർഡ് ബൈ ക്യാൻവ എന്ന് പറഞ്ഞ ഒരു വാട്ടർമാർക്ക് വരില്ല. അത് ക്യാൻവ AI ആണെങ്കിൽ വരും. പക്ഷെ അതും ക്യാൻവ AI ആണെങ്കിൽ നമുക്ക് പ്രീമിയം വേർഷൻ എടുത്താൽ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ AI ആയിട്ട് കംപ്ലീറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാന്നാണ്. അതുപോലെ തന്നെ ക്യാൻവയിൽ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ചില CVന്റെ താഴെ ക്രൗൺ ഉണ്ടാവും. ടെംപ്ലേറ്റ്സ്, നമ്മൾ ടെംപ്ലേറ്റ് സെർച്ച് ചെയ്യണം. ക്യാൻവയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം പോകുന്നത് ഹോമിലോട്ടാവും. യുവർ ഡിസൈൻസ് അല്ലെങ്കിൽ ഹോമിലോട്ടായിരിക്കും പോവുക. അതല്ല എടുക്കേണ്ടത്, ടെംപ്ലേറ്റ്സ് സെർച്ച് ചെയ്യണം സെപ്പറേറ്റ് ആയിട്ട്. ടെംപ്ലേറ്റ്സ് സെർച്ച് ചെയ്യാന്ന് പറയുമ്പോൾ ATS ഫ്രണ്ട്ലി റെസ്യൂമേസ് എന്നുള്ള രീതിയിൽ സെർച്ച് ചെയ്യുക. എന്നിട്ട് കിട്ടുമ്പോൾ നമുക്ക് കുറച്ച് ഭാഗത്തിന്റെ ഒരു റൈറ്റ് ബോട്ടം കോർണറിൽ ഒരു ക്രൗൺ കാണാൻ പറ്റും. ക്രൗൺ ഉള്ളത് എന്താണ്, പ്രീമിയം വേർഷനും ക്രൗൺ ഇല്ലാത്തത് പ്രീമിയം അല്ലാത്ത വേർഷനുമാണ്. അതിൽ ഏകദേശം ഇങ്ങനെ കാണുന്ന ഏകദേശം ഈ ഒരു ലുക്കുള്ള ടെംപ്ലേറ്റ് നിങ്ങൾ എടുത്താൽ മതി. ഓക്കെ, പല ടൈപ്പ് ഉണ്ടാവും, പക്ഷെ ഇങ്ങനത്തെ ഒരു ടെംപ്ലേറ്റ് എടുക്കുക. ഓക്കെ, സെബാസ്റ്റ്യന്റെ ഡാനറ്റിന്റെ തന്നെ കിട്ടുവാണെങ്കിൽ ബെറ്റർ ആണ്, ബിക്കോസ് ഇറ്റ്സ് ഈസി ടു എഡിറ്റ്. പക്ഷെ ഇത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ദിസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. അപ്പൊ അതെന്ത് ചെയ്തു, ഞാനായിട്ട് എഡിറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ഐ തിങ്ക് യു ആർ ക്ലിയർ അബൌട്ട് ദ CV. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ CV അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങുക. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ വൺസ് യു ക്രിയേറ്റ് ദ CV യു ക്യാൻ സെൻഡ് ഇറ്റ് ടു മീ ടു മേക്ക് ഷുവർ ഇറ്റ് ഈസ് ഓക്കെ. അത് ഫൈനലൈസ് ചെയ്യാൻ ചിലപ്പോൾ ടൈം എടുക്കും. നമ്മൾ അറിയാം, നമ്മുടെ CV കുറേ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമാണ് പെർഫെക്റ്റ് ആവുക. പെർഫെക്റ്റ് എന്നുള്ളൊരു CV ഒന്നും ഇല്ല. അറ്റ്ലീസ്റ്റ് ഒരു 80 to 77 ആ ഒരു പെർസെൻറ്റേജ്, എന്താ പറയുക, 77 to 80% ATS ഫ്രണ്ട്ലി ആയാൽ ഇറ്റ്സ് ബെറ്റർ. ഓക്കെ, ക്ലിയർ? അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം, ഒരു മൺഡേ ആകുമ്പോഴേക്ക് എനിക്ക് നിങ്ങളുടെ CV ഒന്ന് അയച്ചു തരണേ.
മൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ ആകുമ്പോഴേക്കും എൻ്റെ ലൈക്ക് വാട്സപ്പിലോട്ട് ജസ്റ്റ് ഡോക്യുമെന്റ് ആയിട്ട് അയച്ചുതരാം. ഡോക്യുമെന്റ് ആയിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഫോട്ടോ ആയിട്ട് അയച്ചു തന്നോളൂ. എന്നിട്ട് ഫൈനലൈസ് ചെയ്ത് മാത്രം എന്ത് ചെയ്താൽ മതി, ഡോക്യുമെന്റ് ആക്കിയാൽ മതി. ഓക്കെ, ക്ലിയർ? ഇനി ലിങ്ക്ഡിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. അധികം ഒന്നും പറയാനില്ല, ബട്ട് സ്റ്റിൽ വി ഹാവ് ടു ടോക്ക് സംതിങ് അബൌട്ട് ലിങ്ക്ഡിൻ. അപ്പം ലിങ്ക്ഡിൻ പ്രൊഫൈൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാ പ്രൊഫഷണലി വർക്ക് ചെയ്യുന്നവരും ഇപ്പം ലിങ്ക്ഡിനിൽ ആക്റ്റീവ് ആണ്. ഡെഫിനറ്റ്ലി റിക്രൂട്ടേഴ്സ് ഒക്കെ അത്യാവശ്യം ആക്റ്റീവ് ആണ്. അപ്പൊ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുക, ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. നമുക്കൊക്കെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലും പല രീതിയിലുള്ള സോഷ്യൽ മീഡിയ പ്രൊഫൈൽസും ഉണ്ടാവും. ലിങ്ക്ഡിൻ ഈസ് ആക്ച്വലി വൺ ഓഫ് ദം. പക്ഷെ നമ്മളിപ്പോഴും ലിങ്ക്ഡിനെ കാണുന്നത് ഒരു ജോബ് പോർട്ടൽ ആയിട്ടാണ്. പക്ഷെ ജോബ് പോർട്ടൽ എന്നുള്ളതിനേക്കാളും ലിങ്ക്ഡിൻ ഈസ് ആക്ച്വലി അവർ പ്രൊഫഷണൽ ബ്രാൻഡിങ്. പ്രൊഫഷണലി നമ്മളെ ബ്രാൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിലാണെങ്കിലും എത്ര റീച്ചും ലൈക്കും കിട്ടിയാലും നമുക്ക് അതിലൂടെ ഒരു ഏർണിങ്സോ അതല്ലെങ്കിൽ പ്രോഫിറ്റോ കിട്ടാൻ കുറെ ടൈം എടുക്കും അല്ലെ. പക്ഷെ ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ അത്യാവശ്യം നല്ലൊരു ഇമേജ്, ലൈക്ക് നല്ലൊരു പ്രൊഫഷണൽ ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻഡ് അത്യാവശ്യം നല്ല ഒരു ഇൻഡസ്ട്രിയിലുള്ള കണക്ഷൻസ് ഉണ്ടെങ്കിൽ വി ഹാവ് എ മൾട്ടിപ്പിൾ പെർക്സ് വിത്ത് ദാറ്റ്. എന്ന് വെച്ചാൽ റിക്രൂട്ടേഴ്സ് ഇങ്ങോട്ട് വന്ന് ചോദിക്കും, വി ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി ഓർ വി ഹാവ് എ വേക്കൻസി ഫോർ എൻ അക്കൗണ്ടന്റ്, സീനിയർ അക്കൗണ്ടന്റ് അതല്ലെങ്കിൽ ജൂനിയർ അക്കൗണ്ടന്റ് എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ട് ആർ യു ഇൻട്രസ്റ്റഡ് എന്ന് ചോദിക്കും. അപ്പം ഇതെന്ന് എന്ത് റിക്രൂട്ടേഴ്സ് ആ വരുന്നതെന്ന് വെച്ചാൽ ചില ജോബ് ആഡ്സ് അവര് എന്ത് ചെയ്യില്ല, ഈ ആഡ് ആയിട്ട് കൊടുക്കുന്നതിന് മുമ്പ് അവരൊന്ന് എന്ത് ചെയ്യും, ഹെഡ് ഹണ്ട് ചെയ്യുന്ന കേസ് ഉണ്ടാവും. യു മൈറ്റ് ഹാവ് നോൺ അബൌട്ട് ഇറ്റ്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനീസിലൊക്കെ HR ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യും, സെർച്ച് ചെയ്യും. അടുത്തുള്ള ആൾക്കാർ, അറിയുന്ന ആൾക്കാർ, അങ്ങനെ നെറ്റ്വർക്കിലുള്ള ആൾക്കാരൊക്കെ സെർച്ച് ചെയ്യും. ലിങ്ക്ഡിൻ ഈസ് ആക്ച്വലി എ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു വർക്കിൽ കയറിയ ആൾക്കാരോട് സംസാരിക്കണം, നെറ്റ്വർക്ക് കീപ്പ് ചെയ്യണം, എന്നാൽ മാത്രമാണ് നമ്മുടെ കരിയർ ഡെവലപ്പ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷേ സം ഓഫ് യു മൈറ്റ് ബി വാട്ട് a little bit of introverts. പക്ഷെ ലിങ്ക്ഡിനിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. വി ക്യാൻ നെറ്റ്വർക്ക് വിത്ത് പീപ്പിൾ. സോ നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ ഉള്ള കണക്ഷൻസ് എന്ന് പറയുന്നത് റാൻഡം ആയിട്ടുള്ള കണക്ഷൻസ് ആവരുത്. ഇറ്റ് ഷുഡ് ബി മോർ ഇൻഡസ്ട്രി എക്സ്പേർട്സ് ആൻഡ് ഓൾസോ എന്താണ് ഈ ഒരു ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് ഫീൽഡിലുള്ള ആൾക്കാരെ മാക്സിമം കണക്ട് ചെയ്യുക. യു ക്യാൻ കണക്ട് വിത്ത് യുവർ ക്ലാസ്മേറ്റ്സ് ഈച്ച് അതർ. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാം. എന്നെ കണക്ട് ചെയ്തിട്ട് കാര്യമില്ല. യു ക്യാൻ കണക്ട് ടു ഈച്ച് അതർ. And also you can connect with your faculties, your professors, your colleagues. For example, ഇപ്പം ജോഷി വർക്ക് ചെയ്യുന്നിടത്ത് കുറെ കൊളീഗ്സ് ഉണ്ടാവും. ഇനി വേറെ ആൾക്കാർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അവർക്കൊക്കെ എന്ത് ചെയ്യും, കൊളീഗ്സ് ഉണ്ടാവും. അപ്പൊ അവരൊക്കെ കണക്ട് ചെയ്യുക. കൊളീഗ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫീൽഡിലുള്ള കൊളീഗ്സിനെ മാക്സിമം കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങൾ ആസ്പയർ ചെയ്യുന്ന കമ്പനീസിലുള്ള HRസിനെ കണക്ട് ചെയ്യാം. അതുപോലെ കമ്പനി പേജസ് ഫോളോ ചെയ്യാം. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ കമ്പനി പേജിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കമ്പനി പേജ്, ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ പറയുന്നേ ഉള്ളൂ, EXL അല്ലെങ്കിൽ മാന്റൽ അതല്ലെങ്കിൽ TCS അതല്ലെങ്കിൽ എന്താണ് EY, അങ്ങനെ ഏതെങ്കിലും ഒരു കമ്പനീന്റെ പേജിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പനി പേജ് കാണാൻ പറ്റും, ജോബ്സ് കാണാൻ പറ്റും, അതുപോലെ തന്നെ കമ്പനിയിലുള്ള പീപ്പിളിനെ കാണാൻ പറ്റും. പീപ്പിൾ എടുത്താൽ നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ വർക്ക് ചെയ്യുന്നവരെ കാണാൻ പറ്റും. കൂടാതെ കമ്പനിയിലുള്ള കുറച്ച് പൊസിഷൻസിലുള്ള ആൾക്കാരുടെ പേരും കൊടുത്തിട്ടുണ്ടാവും. ഇവരുടെ പൊസിഷൻ കാണാൻ വളരെ ഈസിയാണ്. യു ഡോണ്ട് ഹാവ് ടു ഗോ ആൻഡ് വിസിറ്റ് ദെയർ അക്കൗണ്ട്. നമ്മൾ വിസിറ്റ് ചെയ്താൽ ചിലപ്പോൾ അവർ കാണും നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അത് കുഴപ്പമൊന്നുമില്ല, ഇറ്റ്സ് ഓൾ റൈറ്റ്. കാരണം നമ്മുടെ അക്കൗണ്ടിന് അപ്പോഴും ഒരു റീച്ച് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വിസിറ്റ് ചെയ്തെന്ന് കണ്ടെന്ന് വിചാരിച്ച പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഈ ഇവരുടെ ഹെഡ്ലൈൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമ്മളും അങ്ങനെ തന്നെയാണ്. ആൾക്കാർ നമ്മളെ ഫോളോ ചെയ്യണോ കണക്ട് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കല് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ഷുഡ് ബി പ്രൊഫഷണൽ. കൂടാതെ എന്താണ്, ഹെഡ്ലൈനും നല്ലൊരു പ്രൊഫഷണൽ ഹെഡ്ലൈനിലാക്കുക. അപ്പൊ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് പ്രൊഫഷണൽ ആക്കുക എന്ന് പറഞ്ഞാൽ മിക്കവാറും നിങ്ങൾ കുറെ ഇൻഡസ്ട്രി എക്സ്പേർട്സിനെയും നിങ്ങളുടെ ഫീൽഡിലുള്ള ആൾക്കാരെയും കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് അത് ഒരു പ്രൊഫഷണൽ ആക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ വൺസ് യു അണ്ടർസ്റ്റാൻഡ്, ഒരു വേറൊരാളുടെ അക്കൗണ്ട് നോക്കിയിട്ട് തന്നെ പഠിച്ചാൽ മതി. പക്ഷെ കംപ്ലീറ്റ്ലി കോപ്പി ചെയ്യാനല്ല, നിങ്ങളുടേതായിട്ടുള്ള ഹെഡ്ലൈൻ ക്രിയേറ്റ് ചെയ്യുക. ഹെഡ്ലൈൻ എന്ന് പറയുമ്പോൾ ഒറ്റ വേർഡോ അല്ലെങ്കിൽ 2 വേർഡോ അല്ല. ഫോർ എക്സാമ്പിൾ അതിലൊരു സ്ട്രക്ചർ ഉണ്ട്. എന്താണ് നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നത്, നിങ്ങളുടെ സ്കിൽസ്, അങ്ങനെ ഒരു എന്താ പറയുക ബാർ ഒരു സ്ട്രെയിറ്റ് ബാർ ആണ്. ഐ മീൻ നാരോ ബാർ അല്ല, സോറി സ്ലാൻഡഡ് ബാർ അല്ല, ഒരു സ്ട്രെയിറ്റ് ബാർ വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഹെഡ്ലൈൻസ് കാണുക. ഓക്കെ, ഐ മീൻ ലിങ്ക്ഡിൻ എടുത്ത് നോക്കി നിങ്ങൾ ഒരാളെ കണക്ട് ചെയ്യാൻ നോക്കുമ്പോൾ തന്നെ ആദ്യം കാണുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഫോട്ടോ, നിങ്ങളുടെ ഹെഡ്ലൈൻ, ഈ 3 കാര്യങ്ങളാണ് കാണുക. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, 3ഉം പ്രൊഫഷണൽ ആയിട്ട് തന്നെ വെക്കുക. പേര് പിന്നെ നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് തന്നെയാണ് ലിങ്ക്ഡിനിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇൻസ്റ്റാഗ്രാം പോലെ ഷോർട്ട് ഫോംസും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണമെന്നില്ല. ഓക്കെ, മനസ്സിലായോ?
മോസ്റ്റ് ഓഫ് ദ ജോബ് റോൾസ് ഞാൻ നേരത്തെ പറഞ്ഞു കണക്ഷൻസ് വഴി അല്ലെങ്കിൽ റെഫറൻസ് വഴി കിട്ടുന്ന ജോബ് റോൾസ് ഒക്കെ പൊതുവെ ലിങ്ക്ഡിനിലാണ് വരാറ്. യു ക്യാൻ കണക്ട് വിത്ത് യുവർ ആലുംനൈസ്, അതല്ലെങ്കിൽ അവരുടെ കണക്ഷൻസിലൊക്കെ എന്തെങ്കിലും ജോബ് വേക്കൻസീസ് കിട്ടുവാണെങ്കിൽ യു വിൽ ബി ഇൻഫോംഡ് ഫസ്റ്റ് അബൌട്ട് ഇറ്റ്. അതും ഒരു കാര്യമാണ്. കൂടാതെ നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം AI ജനറേറ്റഡ് ആയിട്ടുള്ള AI ജനറേറ്റഡ് അല്ല, AI അപ്ഡേറ്റ്സ്, ഫോർ എക്സാമ്പിൾ AI ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടല്ലോ സോഫ്റ്റ്വെയർസിൽ വരുന്ന, അല്ലേ? അപ്പൊ നിങ്ങളുടെ സോഫ്റ്റ്വെയർസിൽ അങ്ങനെ എന്തെങ്കിലും പുതിയ അപ്ഡേഷൻസ് വരുവാണെങ്കിലും നിങ്ങൾ ഒരു ഇൻഡസ്ട്രി എക്സ്പേർട്ടിനെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ നോ ഇറ്റ് ഫ്രം ദം ബെറ്റർ ദാൻ അതർ പ്ലാറ്റ്ഫോംസ്, റൈറ്റ്? അവർ ഡയറക്ട്ലി പോസ്റ്റ് ചെയ്യുന്നതല്ലേ നമുക്ക് കുറച്ചുകൂടി ട്രസ്റ്റബിൾ ആവുക, isn't it? So when you are following an industry expert, you can get more knowledge. അതുപോലെ തന്നെ ലിങ്ക്ഡിൻ ലേണിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വേറെയും ഉണ്ട്, നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനായിട്ട്. ഓക്കെ, ഇപ്പൊ ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ജോബ് പോർട്ടൽ അല്ല. ചിലപ്പോൾ നിങ്ങൾ ഈ ഫ്രഷർ ജോബ്സ് ഒന്നും സെർച്ച് ചെയ്താൽ ലിങ്ക്ഡിനേക്കാളും കൂടുതൽ കിട്ടുന്നത് ഇൻഡീഡിലൊക്കെ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ലിങ്ക്ഡിൻ ജസ്റ്റ് പ്രൊഫൈല് കംപ്ലീറ്റ് ചെയ്യുക. ഇന്ന് തന്നെ നാളേക്ക് മാറ്റി വെക്കണ്ട. ലിങ്ക്ഡിന്റെ കാര്യം ഇന്ന് തന്നെ ചെയ്യാം. നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് അല്ലെങ്കിൽ അതൊന്ന് കംപ്ലീറ്റ് ആക്കുക. നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് വെക്കുക, എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. കൂടാതെ എന്തെങ്കിലും പുതിയ സർട്ടിഫിക്കേഷൻസ് കിട്ടിയെങ്കിൽ അതൊരു പുതിയ അച്ചീവ്മെന്റ് പോസ്റ്റ് ആയിട്ട് സർട്ടിഫിക്കേഷൻ ആഡ് ചെയ്യുക, അതൊക്കെ ചെയ്ത് വെക്കുക ഇന്ന് തന്നെ. എന്ത് ചെയ്യുക, നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഒരു ഇൻഡസ്ട്രി എക്സ്പേർട്സിനെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫീൽഡിലുള്ള ആൾക്കാരെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ വെറുതെ നിങ്ങൾ ഇരിക്കുന്നതിന് പകരം അവരൊക്കെ പോസ്റ്റുകളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക. അതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ്. ഫോർ എക്സാമ്പിൾ, ഐ എം ഫോളോയിങ് എ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ആർ വർക്കിംഗ് ഇൻ ESL ഫീൽഡ്, എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ആസ് എ സെക്കൻഡ് ലാംഗ്വേജ് എന്നുള്ള ഒരു ടീച്ചിങ് ഫീൽഡിലുള്ള ആളുകളെയാണ് ഞാൻ പൊതുവെ ഫോളോ ചെയ്യാറ്. ആ സമയത്ത് എനിക്ക് എന്ത് ചെയ്യും, കുറെ കാര്യങ്ങൾ അവരുടെ അടുത്തുനിന്ന് കിട്ടും. കാരണം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ ഫോളോ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി AI ജനറേറ്റഡ് ആയിട്ടാണെങ്കിലും അവർ ക്രിയേറ്റ് ചെയ്ത AI യൂസ് ചെയ്ത് സ്മാർട്ട് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത കുറെ മെറ്റീരിയൽസ് എനിക്ക് കിട്ടും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, താങ്ക് യു ഫോർ ദിസ് ഇൻഫർമേഷൻ ആസ് എ പേഴ്സൺ ഹു ഇസ് ഡൂയിങ് ഇംഗ്ലീഷ് ട്രെയിനിങ്, ഇറ്റ് ഇസ് വെരി ഹെൽപ്ഫുൾ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യും, അതിന് താഴെ ഒരു കമന്റ് കൊടുക്കും. സോ പീപ്പിൾ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഐ എം ഓൾസോ എൻ ഇംഗ്ലീഷ് ട്രെയിനർ ഹു ഇസ് ആസ്പയറിംഗ് ടു നോ മോർ അബൌട്ട് ഇറ്റ് എന്നുള്ള രീതിയിൽ അറിയാൻ പറ്റും. സോ ഐ ഗെറ്റ് മോർ വിസിബിലിറ്റി. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, SAP റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ആൾക്കാർ എന്തെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആസ് എ പേഴ്സൺ ഹു ഇസ് ലേണിംഗ് SAP അല്ലെങ്കിൽ ആസ് എ പേഴ്സൺ ഹു ഇസ് ആസ്പയറിംഗ് അബൌട്ട് SAP അല്ലെങ്കിൽ എന്താണ് ലേണിംഗ് ഹൗ ടു യൂസ് SAP, I feel this one is very informative for me എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യുക, താങ്ക് യു ഒക്കെ പറഞ്ഞ ഒരു കമന്റ് കൊടുക്കുക. ജസ്റ്റ് വെറുതെ താങ്ക് യു നോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് നോ അല്ലെങ്കിൽ വെൽക്കം നോ അത് ആ രീതിയിലോ കൺഗ്രാറ്റുലേഷൻസ്, അത് മാത്രമല്ല ഇന്ററാക്റ്റീവ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള കമന്റ്സ് ഒക്കെ പോസ്റ്റ് ചെയ്യുക. ഓക്കെ, ഐ തിങ്ക് റീസെന്റ് ആയിട്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വിസിബിലിറ്റി ഉള്ള ഒരു കമന്റ് എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഈ ലിങ്ക്ഡിനിൽ കുറച്ച് പസിൽസ് ഒക്കെ ഉണ്ട്. അതും നമ്മുടെ വിസിബിലിറ്റി കൂട്ടാനും ഒരു ബ്രെയിൻ വർക്കിംഗ് ചെയ്യുന്ന കൈൻഡ് ഓഫ് പസിൽസ് ആണ്. ഞാൻ അതൊന്നും ജസ്റ്റ് കളിക്കാറുണ്ട്. സുഡോക്കു പോലത്തെ പസിൽസും അങ്ങനത്തെ കുറെ വേർഡ് ഗെയിംസ് ഒക്കെ ഉണ്ട്. വേർഡ് ഗെയിംസ് ആർ മോർ ഇൻട്രസ്റ്റിംഗ് ഫോർ മീ, കാരണം ഇംഗ്ലീഷ് ട്രെയിനർ ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, അതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലൊരു പസിൽ മാത്രം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഡയറക്ട്ലി പസിൽസിന്റെ അണ്ടറിൽ പോയിട്ട് എടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് സെപ്പറേറ്റ്ലി സെർച്ച് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആ പസിലിന്റെ പേജിൽ പോയി അത് നോക്കി അതിനെ കുറിച്ച് ഇൻഫോം ചെയ്യുന്ന ഒരാളുണ്ട് അതിൽ. അപ്പൊ അയാളുടെ കമന്റ് പോസ്റ്റിന് താഴെ ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് കമന്റ് ചെയ്തു എനിക്കിത് കിട്ടുന്നില്ല എന്ന്. അതിന് താഴെ വന്ന എൻഗേജ്മെന്റും ആ ഒരു പോസ്റ്റിന് വന്ന വിസിബിലിറ്റി അത്യാവശ്യം കൂടുതലാണ് ആ ഒരു കമന്റിന്. സോ കാരണം അതുപോലെ ഫീൽ ചെയ്യുന്ന കുറെ ആൾക്കാർ അവിടെ താഴെ വന്നു, അണ്ടർസ്റ്റുഡ്. അപ്പൊ ആ സമയത്ത് ഞാൻ ആ കമന്റ് അടിക്കുമ്പോൾ ഡെഫിനറ്റ്ലി പീപ്പിൾ വിൽ ചെക്ക് ഔട്ട് മൈ അക്കൗണ്ട്, റൈറ്റ്? കാരണം എന്റെ ഹെഡ്ലൈനും കാര്യങ്ങളൊക്കെ കണ്ട് ചെക്ക് ഔട്ട് ചെയ്യും. സോ ഐ ഗെറ്റ് മോർ വിസിബിലിറ്റി. ആ രീതിയിലുള്ള വിസിബിലിറ്റി ഒക്കെ നല്ലതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഐ ഹോപ്പ് നിങ്ങൾക്ക് ലിങ്ക്ഡിനെ കുറിച്ച് ഐഡിയ കിട്ടിയെന്ന്. ജസ്റ്റ് ഒരു ജോബ് പോർട്ടൽ അല്ല, ഇന്ന് എല്ലാവരുടെ കയ്യിലും എല്ലാ റിക്രൂട്ടേഴ്സും നോക്കുന്നതാണ്. നിങ്ങളുടെ CV വരെ നിങ്ങൾ അത് ആഡ് ചെയ്ത് വെക്കണം എന്നുള്ളത് അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ കൂടിയാണ് നിങ്ങളുടെ CV മെയിൻ പാർട്ടായിട്ട് വരുന്നത്. ഇപ്പൊ നിങ്ങൾ ആരാന്നുള്ളത് ഒരു 1 പേജ് CV ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. പക്ഷെ നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ നോക്കിയാൽ അത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാകും. ക്ലിയർ അല്ലേ? അതുകൊണ്ട് തന്നെ CV ഇപ്പൊ നിങ്ങളുടെ DP ഒന്നും AI ജനറേറ്റഡ് ആക്കണം എന്നൊന്നുമില്ല. സ്മാർട്ട് കാഷ്വൽ ആയാലും കുഴപ്പമില്ല. ഹെഡ് ഷോട്ട് ഓർ ഹാഫ് ഷോട്ട് അത്ര മതി. ഫുൾ ഫോട്ടോ വേണമെന്നില്ല. മേക്ക് ഇറ്റ് മോർ പ്രൊഫഷണൽ. നിങ്ങളുടെ ന്യൂട്രൽ ബാക്ക്ഗ്രൗണ്ട് കീപ്പ് ചെയ്യുക. അതൊക്കെ നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ ലിങ്ക്ഡിനിലും ഉണ്ട് അബൌട്ട് മീ സെക്ഷൻ. അബൌട്ട് മീ സെക്ഷൻ ഒക്കെ ഫില്ല് ചെയ്യുക കേട്ടോ. അബൌട്ട് മീ ഏകദേശം ഒരു ഇൻട്രൊഡക്ഷൻ പോലെ തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള അബൌട്ട് മീ ഒക്കെ ആഡ് ചെയ്യാം.
പക്ഷെ അവിടെയും കീവേഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് എന്തിനാന്ന് വെച്ചാൽ വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമുക്കറിയാം ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ പല രീതിയിലുള്ള സോഷ്യൽ മീഡിയയിലും SEO എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലേ, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. അതെന്ന് വെച്ചാൽ ആൾക്കാർ ഇപ്പം SAP, നിങ്ങളുടെ കണക്ഷൻസിലുള്ള ഒരു ഇൻഡസ്ട്രി എക്സ്പെർട്ട് അല്ലെങ്കിൽ ഒരു റിക്രൂട്ടർ SAP എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങളുടെ അക്കൗണ്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ അവിടെ ഇവിടെയൊക്കെ SAP എന്ന് കൊടുത്തിട്ടുണ്ടാവണം. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കി വെക്കുക. ഓക്കെ, അടുത്തത് കുറച്ച് അതർ പോർട്ടൽസ് ആണ്. ഇതിൽ നൗക്കരി ഈസ് ദർ. ഇൻഡീഡ് ഈസ് മച്ച് ബെറ്റർ ഫോർ ഫ്രഷേഴ്സ് ടു ഗെറ്റ് മോർ കോൾ ബാക്സ്. അത്യാവശ്യം കോൾ ബാക്സ് വരുന്നത് ഇൻഡീഡിലാണ്. ആൻഡ് നൗക്കരി എന്ന് പറയുന്നത്, പക്ഷെ ഇൻഡീഡിൽ കോൾ ബാക്സ് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം CV കൊടുക്കണം. ഇൻഡീഡ് CV ആരും ഡിപ്പെൻഡ് ചെയ്യരുത്. സ്വന്തമായിട്ട് ഒരു CV കംപ്ലീറ്റ്ലി ക്രിയേറ്റ് ചെയ്ത് ഫൈനലൈസ് ചെയ്ത് അത് ആഡ് ചെയ്ത് നിങ്ങൾ ജോബ് ഫിൽറ്റർ ഒക്കെ ഇട്ട് സെർച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് ഇൻഡീഡിൽ വരിക. ലിങ്ക്ഡിലും നിങ്ങൾക്ക് ജോബ് സെർച്ച് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് നിങ്ങളുടേതായിട്ടുള്ള റിക്വയർമെന്റ് അനുസരിച്ച് സെർച്ച് ചെയ്യുക. SAP സെപ്പറേറ്റ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് SAP റിക്വയർമെന്റ് ഉള്ള ജോബ്സ് കിട്ടും. അതിൽ തന്നെ താഴെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോബ്സ് അടിച്ച് ചിലപ്പോൾ SAP വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കാണും. അപ്പൊ ജോബ്സിന് സെപ്പറേറ്റ് അടിച്ചു കൊടുക്കുക. അതിന് താഴെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെന്റ് മോഡ് ഓഫ് വർക്കിംഗ് ഉണ്ടാവും, ടൈപ്പ് ഓഫ് വർക്കിംഗ് ഉണ്ടാവും. അതൊക്കെ നോക്കിയിട്ട് എൻട്രി ലെവൽ ആണെങ്കിൽ എൻട്രി ലെവൽ, എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ എക്സ്പീരിയൻസ്, അതൊക്കെ ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ ലിങ്ക്ഡിലുണ്ട്. ഇൻഡീഡിലാണെങ്കിലും അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഫ്രഷേഴ്സ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങളൊക്കെ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് ഫിൽറ്റേഴ്സ് ഒക്കെ ഇട്ട് കൊടുക്കുക. ഓക്കെ, ക്ലിയർ? ഇന്റേൺശാല പൊതുവെ ഒരു ഇന്റേൺഷിപ്പ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ആണ്. നൗക്കരി ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്, ബട്ട് സ്റ്റിൽ യു ഹാവ് ടു ബി കെയർഫുൾ വൈൽ യു ആർ യൂസിങ്. അതിപ്പോ ഇൻഡീഡ് ആയാലും ലിങ്ക്ഡിൻ ആയാലും എല്ലാതായാലും നമ്മൾ എന്ത് ചെയ്യണം, ഓൾ ദീസ് ആർ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്. അതിനനുസരിച്ചിട്ടുള്ള സ്പാം കോൾസും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി എനിക്ക് നൗക്കരി എന്നാണ് കൂടുതൽ സ്പാം കോൾസ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇഫ് യു ആർ ക്രിയേറ്റിംഗ് എ നൗക്കരി അക്കൗണ്ട്, ബി കെയർഫുൾ. ഓക്കെ, അത്രേ ഉള്ളൂ. എന്നാലും കുറെ കോൾ ബാക്സ് ചിലപ്പോൾ അതിലൂടെയും വരാൻ ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി നൗക്കരി ഇന്ത്യ, നൗക്കരി ഗൾഫ്, അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ലിങ്ക്ഡിനിലും നിങ്ങൾക്ക് മെസ്സേജ് വരും എന്ന് പറഞ്ഞു. അത്യാവശ്യം നല്ലൊരു പ്രൊഫൈൽ കണ്ടാൽ റിക്രൂട്ടേഴ്സ് മെസ്സേജ് അയക്കും. അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, അവരുടെ പ്രൊഫൈൽ വിസിറ്റ് ചെയ്യുക. അവരുടെ പ്രൊഫൈൽ നമ്മൾ വിസിറ്റ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല. അത് വിസിറ്റ് ചെയ്തൊന്ന് കണ്ടു എന്ന് വിചാരിച്ചാൽ അയ്യോ എന്റെ പ്രൊഫൈൽ അവർ കാണില്ലേ, അല്ലെങ്കിൽ ഞാൻ അവരുടെ പ്രൊഫൈൽ നോക്കി അവർ കാണില്ലേ എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. കണ്ടാൽ നമുക്ക് ഒരു വിസിബിലിറ്റി, അത്രേ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുക, പ്രൊഫൈലിൽ അവരുടെ കമ്പനി എടുത്ത് നോക്കുക, ജെനുവിൻ കമ്പനി ആണോ നോക്കുക. അത്രയും കാര്യങ്ങളൊന്ന് നോക്കുക. ഓക്കെ, ജെനുവിൻ ആണെങ്കിൽ യു ക്യാൻ പ്രൊസീഡ് വിത്ത് ദാറ്റ് ജോബ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്. ക്ലിയർ അല്ലേ? എനിക്ക് അങ്ങനെ മെസ്സേജസ് വന്നിട്ടുണ്ട്. ഞാൻ അവൈലബിൾ അല്ലാത്ത സമയത്തായിരുന്നു എനിക്ക് മെസ്സേജസ് വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ടൈമിൽ ഞാൻ ജസ്റ്റ് കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഇവിടെ ഫിൻപ്രോയിൽ ജോയിൻ ചെയ്ത ഉടനെ തന്നെ എനിക്ക് കുറച്ച് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പൊ ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടുള്ളൂ, പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞിട്ട് പോലും ഇല്ല, ഐ കനോട്ട് ഡു ദിസ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഐ വിൽ ഇൻഫോം യു ലേറ്റർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, അത് അവിടെ സേഫ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെയല്ല, ഞാൻ ജസ്റ്റ് ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ളൂ, എനിക്ക് ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇൻഫോം മീ വെൻ യു ആർ അവൈലബിൾ എന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്, ഒരു സേഫ്റ്റി അവിടെ തന്നെ ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കണക്ഷൻസ് കീപ്പ് ചെയ്യാൻ പറ്റും. അണ്ടർസ്റ്റുഡ്? ആൻഡ് ഐ നോ ദാറ്റ്സ് ജെനുവിൻ കമ്പനിയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല. ഓക്കെ, പിന്നെ അവസാനമായിട്ട് നിങ്ങളുടെ സ്ക്രീനിങ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ കണക്ട് വിത്ത് ദി placement cell through another job portal called Sport Giraffe. കംപ്ലീറ്റ്ലി എന്താ പറയുക, ഫിൻപ്രോന്റെ ഒരു എക്സ്ക്ലൂസീവ് ജോബ് പോർട്ടൽ ആണ്. കുറെ അക്കൗണ്ടിങ് ജോബ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബട്ട് സ്റ്റിൽ യു വുഡ് ബി ഡയറക്ട്ലി കണക്റ്റഡ് ടു ദി പ്ലേസ്മെന്റ് സെൽ ത്രൂ ഇറ്റ്. അതല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ കുറച്ച് കഴിഞ്ഞാൽ വേക്കൻസീസ് വരുവാണെങ്കിലും അതും ഈ വഴി തന്നെ ആയിരിക്കും വരിക. സോ മേക്ക് ഷുവർ യു ആർ നോയിങ് അബൌട്ട് ഇറ്റ്. നിങ്ങൾ അലുമിനൈസ് ആയി കഴിഞ്ഞാലും യു വിൽ ബി ഗെറ്റിംഗ് വേക്കൻസീസ് ഫ്രം സ്പോർട്ട് ജിറാഫ് ഇറ്റ്സെൽഫ്. ആൻഡ് ചില സമയത്ത് നിങ്ങളുടെ സ്ക്രീനിങ് കഴിയുന്നവരെ ചിലപ്പോൾ നിങ്ങൾക്ക് ആക്സസ് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ വരുന്ന വേക്കൻസീസ് ഡയറക്റ്റ് ആയിട്ട് പ്ലേസ്മെന്റ് സെല്ലിനെ കണക്ട് ചെയ്യാൻ പറ്റും. യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ദ സ്പോർട്ട് ജിറാഫ് ഓൾ ദ ടൈം. അത് സ്പോർട്ട് ജിറാഫ് മാത്രമല്ല, യു ക്യാൻ ഗോ ത്രൂ ഇൻഡീഡ് ആൻഡ് അതർ പ്ലേസസ് ടു അറ്റൻഡ് ഇന്റർവ്യൂസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത്, പ്ലേസ്മെന്റ് വരുന്നത് വരെ ഒരിടത്ത് നിൽക്കരുത്. മേക്ക് ഷുവർ ടു അറ്റൻഡ് ആൻഡ് പ്രാക്ടീസ് ഇന്റർവ്യൂസ് ആസ് മച്ച് ആസ് യു ക്യാൻ. ഓക്കെ, ക്ലിയർ? സോ is everything clear? ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? I hope everything is clear.
എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ ഇത്രയും പറഞ്ഞതില്? എനിക്കറിയാം ഞാൻ സ്പീഡിലാണ് പറഞ്ഞു പോയിട്ടുള്ളത്. ഇനിയും ഒരു കാര്യം കൂടി 1/2 മണിക്കൂർ പറയാനുണ്ട്, അതുകൊണ്ടാണ്. സോ നമ്മള് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടില്ലായിരുന്നു. കുറച്ച് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ് കേട്ടോ. സോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായോ? സിവിനെ കുറിച്ച് പറഞ്ഞു, ലിങ്ക്ഡിനെ കുറിച്ച് പറഞ്ഞു, ഇൻഡീഡിനെ കുറിച്ച് പറഞ്ഞു. ഐ ഹോപ്പ് ഇറ്റ് വാസ് യൂസ്ഫുൾ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാനാണ്? കുറച്ച് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, just wait. Okay. സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എല്ലാ HR ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല, കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഇന്റർവ്യൂവിൽ കോമൺലി യൂസ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. പ്ലീസ് കീപ് യുവർ ക്യാമറാസ് ഓൺ സോ ദാറ്റ് I can understand that you can understand what I'm saying. Okay. കാണുന്നുണ്ടോ സ്ക്രീന്? So first question is, why do you want to work as an accountant? അല്ലെങ്കിൽ why did you choose this career path? ഇപ്പൊ ചിലരൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, കരിയർ ചേഞ്ച് ചെയ്തവരുണ്ടാവും അല്ലെ? അപ്പൊ അവരോട് ഡെഫിനറ്റ്ലി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, why did you change your career path എന്നുള്ളത്. അതല്ലെങ്കിൽ എന്ത് ചെയ്യും, why did you choose this career path എന്നൊക്കെ ചോദിക്കും. അതല്ലെങ്കിൽ എന്താണ്, why do you want to work as an accountant? ഇതൊക്കെ ചോദിച്ചാലും ബേസിക് ആയിട്ടൊരു കൊമേഴ്സ് ഫീൽഡിൽ നിന്നോ ബികോം ഫീൽഡിൽ നിന്നോ വന്ന ആൾക്കാർക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആ ഒരു ഫീൽഡിൽ നിന്നാണ് വന്നിട്ടുള്ളത്, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് അതാണ്. ഡെഫിനറ്റ്ലി ബികോമോ കൊമേഴ്സോ ഹയർ സെക്കൻഡറിയിൽ കൊമേഴ്സും പിന്നീട് ബികോമും BBA എന്തെങ്കിലുമൊക്കെ ചെയ്തവർക്ക് എന്താണ്, ഒന്നെങ്കിൽ ബിസിനസ്, അതല്ലെങ്കിൽ എന്താണ് അക്കൗണ്ടിങ്, അതല്ലെങ്കിൽ ടീച്ചിങ്, ഈ 3 കാര്യങ്ങളായിരിക്കും വരിക. അതല്ലെങ്കിൽ പിന്നെന്താണ് CA ഫോമിലോട്ടും CA പോയി കുറച്ചുകൂടി എന്താണ് വേറെ രീതിയിലോട്ട് പോകുന്നവരുണ്ട്. അതും ഈ ഒരു രീതിയിൽ തന്നെയാണ്, ചാർട്ടേഡ് അക്കൗണ്ടിങ് ആണ്. സോ എനിവേ അക്കൗണ്ടിങ് ഫീൽഡ് തന്നെയാണ് അല്ലെ, isn't it? ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയാം, അതല്ലെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഫീൽഡാണ്. സോ ആ രീതിയിൽ പറയാം. പക്ഷെ നമ്മൾ ആദ്യം തുടങ്ങേണ്ടത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വെച്ച് തന്നെയാണ്. ഓക്കെ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് എന്ത് ചെയ്യാം, why did you choose this career path എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ why did you want to work as an accountant എന്ന് ചോദിച്ചാൽ, ഇതിനു മുൻപ് I have been working as an accountant for this much years and I completed my graduation in commerce. My higher secondary education in commerce, and also I completed my bachelor's in commerce. So throughout all this experience, I like this career more എന്നുള്ള രീതിയിലൊക്കെ പറയാം. Okay. Also, I have upskilled myself in technical parts or software such as Tally Prime, Zoho Books, SAP, etc. And I like അല്ലെങ്കിൽ ഇതിലിപ്പോ ഏതെങ്കിലും ഒന്ന് സ്പെഷ്യലി നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ അതുകൂടി ആഡ് ചെയ്യാം. ഓക്കെ, അതൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നാച്ചുറൽ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത് ജസ്റ്റ് ഇവിടെ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. ഐ ഓൾറെഡി ടോൾഡ് കറക്റ്റ് ആൻസർ ആയിട്ടല്ല ഞാൻ ഷെയർ ചെയ്യുന്നത്, കറക്റ്റ് വേ ഓഫ് ആൻസറിംഗ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നോട്ട് ഡിസ്കസിങ് ദ കറക്റ്റ് ആൻസർ. കാരണം കാണാപ്പാടം പഠിച്ചു പോയി ഇന്റർവ്യൂവിന് പോയിട്ട് ഒരു കാര്യമില്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. സോ വെൻ യു ബൈ ഹാർട്ട് സംതിങ്, ഒരു വേർഡ് എങ്ങാനും മറന്നുപോയാൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ബ്ലാങ്ക് വരാൻ ചാൻസ് ഉണ്ട്. സോ വെൻ യു ആർ ഗോയിങ് ഫോർ ആൻ ഇന്റർവ്യൂ, നെവർ ബൈ ഹാർട്ട് എനിത്തിങ്. ഓക്കെ, സോ നാച്ചുറൽ ആയിട്ട് ഇത് സംസാരിക്കാൻ ബെറ്റർ എന്താണ്, I completed my higher secondary education in commerce. അപ്പൊ അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർ എന്ത് ചെയ്യണമെന്നില്ല, ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ തൊട്ട് തുടങ്ങണ്ട. You can start from your bachelor's in commerce and then എന്ത് ചെയ്തു, I did a certification or I upskilled myself in technical parts അല്ലെങ്കിൽ technical software such as, technical എന്ന് പറയണമെന്നില്ല, I upskilled myself in software such as Tally Prime, Zoho Books, SAP, along with GST filing and MS Office.
throughout these experience, I specifically like working with എന്തെങ്കിലും ഒന്ന് കൊടുക്കുക. അതിന്റെ അർത്ഥം എന്താണ് പ്രത്യേകം പറയാം. ഇറ്റ്സ് നോട്ട് that doesn't mean I don't like other softwares. I also like all the softwares, but I specifically like this one എന്നുള്ള രീതിയിൽ പറയാം. ഫോർ എക്സാമ്പിൾ ഇത് പറയുമ്പം ഒരു കാര്യം കൂടി നോക്കുക. നിങ്ങൾ നോക്കുന്ന കമ്പനീന്റെ റിക്വയർമെന്റ് നോക്കുക. റിക്വയർമെന്റിൽ ഉള്ളതാണ് നിങ്ങൾ സ്പെസിഫിക്കലി ഇഷ്ടമെന്ന് പറയുമ്പോൾ കുറച്ചും കൂടി എന്താണ് അതൊരു ഹൈലൈറ്റ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഉള്ളത് തന്നെയാണ് കേട്ടോ പറയേണ്ടത് ഇഷ്ടം. ഓക്കെ, അത് ഓപ്ഷനിലാണ് ഇഷ്ടം എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളൊരു കമ്പനി സോഹോ ബുക്സ് നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ SAP ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് SAPയിൽ വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, ആ കമ്പനിയിൽ അപ്ലൈ ചെയ്തു. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്പെസിഫിക്കലി ഐ ലൈക്ക് വർക്കിംഗ് വിത്ത് SAP എന്ന് പറയാൻ പറ്റും. ഓക്കെ, ക്ലിയർ? So, what are your greatest strength and weakness? ഞാൻ നേരത്തെ പറഞ്ഞു ഇൻട്രോയിൽ ഇതൊന്നും ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്ട്രെങ്ത്തും വീക്ക്നെസ് ഒക്കെ ചോദിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സോഫ്റ്റ് സ്കിൽ പാർട്ടിലോട്ട് പോകേണ്ടത്. ഇവിടെയാണ് നമ്മുടെ സോഫ്റ്റ് സ്കിൽസ് നോക്കുന്നത്. ഇതുവരെ നമ്മളിപ്പോ ടെക്നിക്കൽ സ്കിൽസിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സോഫ്റ്റ് സ്കിൽസിനെ കുറിച്ച് പറയാം. പക്ഷെ സോഫ്റ്റ് സ്കിൽസിനെ പറയുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഡേ ടു ഡേ റെസ്പോൺസിബിലിറ്റിനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറയാൻ പറ്റും. ഓക്കെ, ക്ലിയർ? ഒറ്റ വേർഡിലും അല്ലെങ്കിൽ ഒറ്റ സെന്റൻസ് ഒറ്റയടിക്ക് തീർക്കരുത്. ബുള്ളറ്റ് പോയിന്റ്സ് പോലെ പറഞ്ഞു പോകരുത്. ഇവിടെ കൊടുക്കുന്ന ആൻസർ കുറച്ച് ബുള്ളറ്റ് പോയിന്റ്സ് പോലെയാണ് കൊടുക്കുന്നത്. ബട്ട് സ്റ്റിൽ യു ഹാവ് ടു ഗീവ് ഇറ്റ് ഇൻ എ കംപ്ലീറ്റ് വേ. കാരണം എന്താന്ന് വെച്ചാല് ഈ സ്ട്രെങ്ത് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ബുള്ളറ്റ് പോയിന്റ് പറഞ്ഞാൽ അഡാപ്റ്റബിലിറ്റി, ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി എന്നുള്ള രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ പറയുകയാണ്, ഐ എം എൻ അഡാപ്റ്റബിൾ പേഴ്സൺ. ഐ ക്യാൻ ക്വിക്ലി manage and understand or learn new things and adjust to a new atmosphere എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതൊരു ഹോൾ സെന്റൻസ് ആണ് അല്ലെ. പക്ഷെ അതിന് പകരം മൈ സ്ട്രെങ്ത് ഈസ് അഡാപ്റ്റബിലിറ്റി ആൻഡ് ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ആ രീതിയിൽ എങ്ങാനും ഞാൻ പറഞ്ഞാൽ ഞാൻ അത് എവിടെയോ ബൈഹാർട്ട് ചെയ്ത് വന്നതാണെന്നുള്ളൊരു ഫീല് തരും. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടില്ല അല്ലെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതിപ്പോ ഞാൻ എന്ത് ചെയ്തു, I can adapt to new atmosphere and learn new things quickly എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ക്വിക്ക് ലേണർ എന്ന് പറയുന്നത് ഒരു അഡാപ്റ്റബിലിറ്റി സ്കിൽ ആണ് അല്ലെ. അപ്പൊ അതുകൂടി അതിന്റെ ഉള്ളിൽ ആഡ് ചെയ്തു. അപ്പം എന്ത് ചെയ്തു, മേ ബി നമുക്ക് വേണമെങ്കിൽ ഐ ഹാവ് എക്സ്പീരിയൻസ് വർക്കിംഗ് വൈൽ ഐ വാസ് ലേണിംഗ് ഓർ അപ്സ്കില്ലിംഗ് മൈസെൽഫ്. I took only 4 months to learn multiple skills at a time. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഞാനൊരു ക്വിക്ക് ലേണർ ആണെന്ന് പറയാൻ പറ്റും അല്ലെ. അത് നിങ്ങളുടെ ഒരു അഡാപ്റ്റബിലിറ്റി സ്കിൽ അല്ലേ. ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്തു, കുറെ സ്കിൽസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് യുവർ അഡാപ്റ്റബിലിറ്റി. അതൊരു എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ രീതിയിൽ കൊടുത്തിട്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന കേസ് എന്ന് പറയുന്നത് ഇന്റർവ്യൂ ആണ്. ഇത് ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞ മോഡിൽ തന്നെ ഇരിക്കണം എന്നില്ല. ചിലപ്പോൾ എന്ത് ചെയ്യും, ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞില്ലെങ്കിലാണ് ഈ ഒരു ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസിന്റെ കാര്യം കൂടുതൽ വരാറ്. ഓക്കെ, ക്ലിയർ ആണോ? ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എന്താണ്, 3 രീതിയിൽ വരാം. അപ്പൊ ഒരാൾ അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും, വാട്ട് ഈസ് അഡാപ്റ്റബിലിറ്റി അക്കോർഡിംഗ് ടു യു? എന്താണ് അഡാപ്റ്റബിലിറ്റി എന്താണ് അക്കോർഡിംഗ് ടു യു? നിങ്ങൾ എന്താണ് അഡാപ്റ്റബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്? ആ രീതിയിൽ ചോദിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്യണം. അപ്പൊ അവർക്ക് നിങ്ങൾ ബൈഹാർട്ട് ചെയ്തതല്ല എന്ന് ഉറപ്പുവരുത്താൻ പറ്റുന്ന രീതിയിലൊക്കെ അവർ ചോദിക്കും. ഓക്കെ, സോ മേക്ക് ഷുവർ യു ആർ റെഡി ടു ഫേസ്. ഇറ്റ് ഡിപ്പെൻസ്. ഓക്കെ, എല്ലാ HR-ഉം അങ്ങനെ ചോദിക്കണം ഇങ്ങനെ ചോദിക്കണം ഒന്നും പറയാൻ പറ്റില്ല. അയ്യോ ഞാൻ അന്ന് HR ഒരു ഇന്റർവ്യൂവിന് പോയപ്പോ അങ്ങനെ ഒന്നും ചോദിച്ചില്ലല്ലോ, അവരൊന്നും ചോദിച്ചില്ലല്ലോ എന്നൊക്കെ പറയും. പക്ഷെ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ഡിഫറെന്റ് സിറ്റുവേഷൻ. ചിലടത്ത് നല്ല ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും, ചിലടത്ത് ഈസി ആയിട്ട് വരും, ചിലടത്ത് HR ക്വസ്റ്റ്യൻസേ ചോദിച്ചു വരില്ല. ഇറ്റ് ഡിപ്പെൻസ്. ഓക്കെ, സോ വി കനോട്ട് എക്സ്പെക്ട് വാട്ട് ആൻ HR is going to ask or what an interview would be like. എത്ര സെഷൻസ് ഉണ്ടാവും ഒന്നും അറിയാൻ പറ്റില്ല. ചിലപ്പോൾ ചില ഇന്റർവ്യൂസിൽ ഉണ്ടാവുന്നത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും സ്ക്രീനിങ്ങും ഒക്കെ ഉണ്ടാവും. ഓക്കെ, സോ അത് എന്താണ് നമുക്കൊരിക്കലും ഇന്റർവ്യൂ സിനാരിയോ എന്താണെന്ന് ഒരിക്കലും ഒരു ഇന്റർവ്യൂവിന് പോകുന്നതിന് മുൻപ് മനസ്സിലാകത്തില്ല. ഓക്കെ, സോ അവർ ചോദിക്കുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അതായിരിക്കും. അതല്ലെങ്കിൽ പൊതുവെ ഉണ്ടാവുന്ന കാര്യം എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വെച്ച് നമ്മൾ എന്തായിരിക്കും ചോദിക്കാറാണ്. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താണ്, മൊമെന്റ് എന്തായിരുന്നു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം, ഇമാജിൻ നിങ്ങൾക്ക് ഒരു പുതിയൊരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യേണ്ടി വന്നു. അപ്പം നിങ്ങൾ എങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്യുക? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 ദിവസത്തിനുള്ളിൽ പുതിയൊരു സോഫ്റ്റ്വെയർ പഠിക്കണം, അപ്പൊ നിങ്ങൾ ഇത് എന്ത് ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചു. അങ്ങനൊന്നും പറയത്തില്ല, ബട്ട് സ്റ്റിൽ എന്താണ് അങ്ങനെ എന്തെങ്കിലും സിനാരിയോ തന്നിട്ട് ചോദിക്കും. അതല്ലെങ്കിൽ എന്ത് ചെയ്യും, പാസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് ചോദിക്കും. ക്യാൻ യു ഗിവ് മീ എൻ എക്സാമ്പിൾ ഫ്രം യുവർ പാസ്റ്റ് എക്സ്പീരിയൻസ് വെർ യു അഡാപ്റ്റഡ് ക്വിക്ലി എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ?
അടുത്തത് ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ആണ്. അതും അതുപോലെ തന്നെയാണ്. ഇത് രണ്ടും അല്ല കൊടുക്കേണ്ടത് കേട്ടോ. നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽസ് ആണ് കൊടുക്കേണ്ടത്. നിങ്ങൾ എന്താണ് നിങ്ങൾക്കാണ് അറിയാം, എനിക്കല്ല. ഓക്കെ, ക്ലിയർ? ഇനി വീക്ക്നെസിന്റെ കാര്യമാണ്. വീക്ക്നെസ് ചോദിച്ചാൽ മാത്രം പറയാ. ഓക്കെ, വീക്ക്നെസ് ചോദിച്ചാൽ ഐ ഡോണ്ട് ഹാവ് എനി വീക്ക്നെസ് എന്ന് പറയണ്ട. പക്ഷേ വീക്ക്നെസ് ചോദിച്ചാൽ മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ സോ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യാം? നെഗ്ലിജിബിൾ ആയിട്ടുള്ള വീക്ക്നെസ് പറയാം. എന്ന് വെച്ചാൽ നമ്മുടെ വർക്കിനെയോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെയോ വർക്ക് ലൈഫിനോ ഒന്നും ബാധിക്കാത്ത തരത്തിലുള്ള നെഗ്ലിജിബിൾ ആയിട്ടുള്ള വീക്ക്നെസ് മാത്രം പറയാം. ടൈം മാനേജ്മെന്റോ അതല്ലെങ്കിൽ അക്യുറസിയോ ഒന്നും ബാധിക്കുന്ന തരത്തിലുള്ള വീക്ക്നെസ് ഒരിക്കലും പറയാൻ പാടില്ല ആസ് എൻ അക്കൗണ്ടന്റ്. പൊതുവെ ഞാൻ വീക്ക്നെസ് ചോദിച്ചാൽ പൊതുവെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഐ എം എ പെർഫെക്ഷനിസ്റ്റ് എന്നുള്ളത്. പെർഫെക്ഷനിസം ഇസ് എ വെരി ഗുഡ് ട്രൈറ്റ് വെൻ ഇറ്റ് കംസ് ടു അക്കൗണ്ടന്റ്, അല്ലേ? അക്യുറസി ഉണ്ടാവുന്നത് നല്ലതല്ലേ എല്ലാ കാര്യത്തിലും? അപ്പം പെർഫെക്ഷനിസം എന്ന് പറയുന്നത് നല്ലതാണ്. കാരണം നിങ്ങളൊരു എന്താണ് ഡേറ്റ സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് ഒരു 1, 2, 3 പ്രാവശ്യം വായിക്കുന്നത് നല്ലതാണ്. പക്ഷേ അതൊരിക്കലും എന്ത് ചെയ്യരുത്, നിങ്ങളുടെ ടൈം മാനേജ്മെന്റിനെ ബാധിക്കാൻ പാടുണ്ടോ? അതും ഇല്ല. അപ്പൊ അക്യുറസിയും ടൈം മാനേജ്മെന്റും വേണം. അപ്പൊ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഐ എം എ പെർഫെക്ഷനിസ്റ്റ് സോ ഐ മൈ ടേക്ക് എ ലോങ് ടൈം ടു സബ്മിറ്റ് എന്നുള്ള സാധനങ്ങൾ പറയാൻ പാടില്ല. കാരണം എന്താണ്, അപ്പൊ നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് ഇല്ല എന്നാണ് അവിടെ പറയുന്നത്, അല്ലെ? സോ മേക്ക് ഷുവർ യു ആർ നോട്ട് യൂസിങ് ടൈം മാനേജ്മെന്റ് ആസ് എ വീക്ക്നെസ്. ഓക്കെ, ക്ലിയർ? വീക്ക്നെസ് ആയിട്ട് പറയാൻ പറ്റുന്ന 3 കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. പക്ഷെ അത് തന്നെ പറയണമെന്നൊന്നുമല്ല. ഫോർ എക്സാമ്പിൾ, ഇൻട്രോവേർട്ട് ആണെന്നുള്ളത്. ഇപ്പൊ ഇൻട്രോവേർട്ട് വീക്ക്നെസ് അല്ലല്ലോ ശരിക്കും. എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങളൊരു ഇൻട്രോവേർട്ട് ആണെന്ന് പറഞ്ഞ് വിചാരിച്ചിട്ട് നിങ്ങൾ ആരും ഹയർ ചെയ്യാണ്ടിരിക്കൊന്നുമില്ല. ഞാൻ ഇൻട്രോവേർട്ട് ആണെന്ന് പറഞ്ഞാൽ അയ്യോ നീ ഇൻട്രോവേർട്ട് ആണോ എന്നാൽ ഞാൻ ഹയർ ചെയ്യുന്നില്ല എന്നൊന്നും ഒരാളും പറയത്തുമില്ല, ഹയർ ചെയ്യാതിരിക്കത്തുമില്ല. ബട്ട് ദർ ഇസ് വൺ തിങ് അബൌട്ട് ഇൻട്രോവേർട്സ് എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പൊ ഞാനൊരു ഇൻട്രോവേർട്ട് ആണെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റില്ല? അത്യാവശ്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒഴിഞ്ഞു നിൽക്കാൻ പറ്റുമോ? ഇപ്പൊ നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നുണ്ട്, ഞാനാണ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്, ഞാൻ തന്നെയാണ് കുറെ നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ? ബട്ട് ഇഫ് ഐ സേ ദാറ്റ് ഐ എം ആൻ ഇൻട്രോവേർട്ട് എന്നും പറഞ്ഞ് എനിക്ക് എന്ത് വർക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ക്ലയന്റ്സിനോട് സംസാരിക്കാതെ വെക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനോട് സ്റ്റുഡൻസിനോടോ സംസാരിക്കാതെ വെക്കാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾക്കും അത് തന്നെയാണ്. നിങ്ങൾക്ക് കൊളീഗ്സിന്റെ അടുത്തും മീറ്റിംഗ്സിലും ലീഡർഷിപ്പ് എടുക്കേണ്ടടുത്തും പബ്ലിക്കായിട്ടും ക്ലയന്റ്സിന്റെ അടുത്തും ഒക്കെ സംസാരിക്കേണ്ട കേസ് വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? സംസാരിക്കുന്ന തന്നെ വേണ്ടി വരും. സോ വി കനോട്ട് സേ ദാറ്റ് വി ആർ ആൻ ഇൻട്രോവേർട്ട് ആൻഡ് സ്റ്റേ സംവെയർ ക്വയറ്റ്ലി. പറ്റുമോ? അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ളവരും നിങ്ങളിൽ ആരൊക്കെയാണ് ഇപ്പം ഒരു ക്ലയന്റിനായിട്ടൊക്കെ സംസാരിച്ച എക്സ്പീരിയൻസ് ഉള്ളത്? ജസ്റ്റ് ഗിവ് എ തംസ് അപ്പ്. ആരൊക്കെയാണ് ഇപ്പം? ഒരാൾ മാത്രമേ ഉള്ളൂ. വർക്ക് എക്സ്പീരിയൻസ് ഉള്ള കുറച്ച് പേരുണ്ട്, അല്ലെ? അപ്പം ഈ എക്സ്പീരിയൻസ് ഉള്ളവർ എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് ക്ലയന്റ്സിനൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു അക്കൗണ്ടന്റ് ജോബ് എന്ന് പറയുന്നത് വെറും എന്തായിരിക്കില്ല, ഒരു ടേബിളിൽ ഇരുന്ന് ജസ്റ്റ് എന്ത് ചെയ്യാണ്, അക്കൗണ്ട്സ് ചെയ്യുക, അതല്ലെങ്കിൽ പേറോൾ ചെയ്യുക, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുക എന്നല്ലല്ലോ. ടെക്നിക്കലി മാത്രം നമ്മൾ സ്കിൽഡ് ആയിട്ട് കാര്യമില്ല. സോ ആ കേസിൽ, നമ്മുടെ വീക്ക്നെസിന്റെ കേസിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ പറയുമ്പം അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രോവേർട്ട് എന്നുള്ള രീതിയിൽ പറയുമ്പം ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് എ ലിറ്റിൽ ബിറ്റ്. a little bit എന്നുള്ള വേർഡ് ആഡ് ചെയ്യുക. ഓക്കെ, ഐ എം എ ലിറ്റിൽ ബിറ്റ് ഓഫ് an introvert. ഐ എം എ ലിറ്റിൽ ബിറ്റ് ഓഫ് an introvert, but I'm working on my interpersonal skills. കഴിഞ്ഞു. Okay, I'm a little bit of an introvert, but I'm working on my interpersonal skills. I'm trying to work ഒന്നുമല്ല, I'm working on my interpersonal skills. നമ്മൾ introvert ആണ് പറഞ്ഞ് ഇരുന്നിട്ട് കാര്യമില്ല. We have to work on our interpersonal skills. Okay, എക്സ്ട്രോവേർട്ട് ആയാലും ഇൻട്രോവേർട്ട് ആയാലും ചില സമയത്ത് എന്ത് ചെയ്യും, പബ്ലിക്ലി സംസാരിക്കേണ്ട ചില ഇമ്പോർട്ടന്റ് സീരിയസ് കേസസിൽ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഒരാള് എല്ലാവരോടും സംസാരിക്കും, ഭയങ്കര ചാറ്റർ ബോക്സ് ആണ്, എല്ലാവരും പെട്ടെന്ന് ഫ്രണ്ട്ലി ആവും. പക്ഷെ ആൾക്ക് കാഷ്വൽ കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ മാത്രമാണ് അത് ഉണ്ടെന്നുണ്ടെങ്കിൽ പറ്റത്തില്ലല്ലോ, അല്ലെ? പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. സോ ദർ ഷുഡ് ബി എ ബാലൻസ് വിത്ത് എവറിത്തിങ്. ക്ലിയർ അല്ലേ? ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ ഇൻട്രോവേർട്ട് ആണ് ഞാൻ പറഞ്ഞത് സത്യമാണ്. ബട്ട് only when it comes to family functions or crowded areas ഞാൻ introvert ആണ്. But when it comes to work, I enjoy what I'm doing and I am really happy to talk with my students. മനസ്സിലായോ? That is it. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മുടെ വർക്കിനോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ സംസാരിക്കും ഡെഫിനറ്റ്ലി. ഓക്കെ,
സോ അടുത്തത് ഇൻട്രോവേർട്ട് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ലിറ്റിൽ ബിറ്റ് ഓഫ് എൻ ഇമോഷണൽ പേഴ്സൺ ബട്ട് ഐ എം ബാലൻസിങ് മൈ വർക്ക് ലൈഫ് ആൻഡ് റിയൽ ലൈഫ് എന്നുള്ള രീതിയിൽ പറയാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഐ എം എ ലിറ്റിൽ ബിറ്റ് ഓഫ് എ ഷൈ പേഴ്സൺ ബട്ട് ഐ എം സ്റ്റിൽ വർക്കിംഗ് ഓൺ മൈ ഇന്റർപേഴ്സണൽ സ്കിൽസ്. അവിടെയും നമുക്ക് എന്ത് ചെയ്യാം, ഷൈ ആണെങ്കിലും ഇന്റർപേഴ്സണൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്താൽ ഡെഫിനറ്റ്ലി നമുക്ക് സംസാരിക്കാൻ പറ്റും. കോൺഫിഡൻസ് ബിൽഡിംഗ് തന്നെയാണ് അവിടെ ഒക്കെ നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ ടെക്നിക്ക് തന്നെയാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുക. ട്രൈ ടു ടോക്ക് ഇൻ ഫ്രണ്ട് ഓഫ് മിറർ ആസ് മച്ച് ആസ് യു ക്യാൻ. നിങ്ങൾ ഏറ്റവും കൂടുതൽ ജഡ്ജ് ചെയ്യുന്ന ആൾ ആരാണ്? നിങ്ങളാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, മാറ്റിയെടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പോവുക. ഓക്കെ, ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റിയ ഒരു ബെസ്റ്റ് വീക്ക്നെസ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അതിന് ഉത്തരവായിട്ട് ഞാൻ വേണമെങ്കിൽ കംപ്ലീറ്റ്ലി പറഞ്ഞുതരാം. ഐ ഫൈൻഡ് ഇറ്റ് എ ലിറ്റിൽ ബിറ്റ് ഹാർഡ് ടു സേ നോ ടു പീപ്പിൾ, ബട്ട് ഐ എം ലേണിംഗ് ഹൗ ടു സേ നോ when it is needed in a polite way. മനസ്സിലായോ? ആവശ്യമുള്ള സമയത്ത് നമ്മൾ നോ പറയണം. എല്ലാപ്പോഴും നോ പറയണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, നമുക്ക് പെൻഡിങ് വർക്ക്സ് ഒന്നുമില്ല, നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി വി ഹാവ് ടു ബി എ ടീം പ്ലെയർ ആൻഡ് ഹെൽപ്പ് ഈച്ച് അതർ. പക്ഷേ നോ പറയേണ്ട സമയത്ത് നമ്മൾ നോ പറയേണ്ടി വരില്ല. നമ്മുടെ വർക്കൊക്കെ പെൻഡിങ് ആയിട്ട് നമുക്ക് ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെ നോ പറയുമ്പോൾ നോ എന്ന് ഡയറക്ട്ലി പറയാൻ പറ്റില്ല. വി ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് ഐ എം സോറി, ഐ ഹാവ് എ ലോട്ട് ഓഫ് വർക്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഐ എം സോറി വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങേണ്ടത്, അല്ലെ? സോ വി ഹാവ് ടു ലേൺ ഹൗ ടു സേ എന്ത്, നോ ഇൻ എ പൊളൈറ്റ് വേ. Clear? So I find it a little bit hard to say no to people, but I'm learning how to say no in a polite way when it is needed. ആവശ്യമുള്ളപ്പോൾ മാത്രം. Okay, clear? The next one is a big question. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ ഒരു വലിയ ക്വസ്റ്റ്യനാണ്. പൊതുവെ ഇന്റർവ്യൂസിൽ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇവിടെ ഒരു ഈ ക്വസ്റ്റ്യൻ വരുന്നതിന് വേറൊരു കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഇന്റർവ്യൂസിന് പോകുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇൻഡീഡിലും ലിങ്ക്ഡിനിലും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കോൾ ബാക്ക് ഒക്കെ വന്ന് മൾട്ടിപ്പിൾ ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു കാര്യമാണ്, കമ്പനീന്റെ നെയിം പോലും ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനത്തെ കേസ് ഉണ്ടാവാറുണ്ടോ? ഇല്ല. യെസ് ഓർ നോ? ഓക്കെ. സോ മടിക്കണ്ട, നമ്മൾ അങ്ങനെ ആക്റ്റീവ്ലി അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനത്തെ കേസസ് ഒക്കെ വരാറുണ്ട്. ഏത് കമ്പനിന്നാ വിളിച്ചതെന്ന് ഒരു അറിയുണ്ടാവില്ല. കാരണം ഈ HR കോൾ ബാക്ക് വരുന്ന സമയത്ത് അവർ ക്ലിയർ ആയിട്ടെല്ലാം പറയണമെന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ ചോദിച്ചറിയണം. ഇന്റർവ്യൂവിന് മുൻപ് തന്നെ എന്ത് ചെയ്യുക, നമ്മളെ കോൺടാക്ട് ചെയ്ത HR-നോട് കുഡ് യു പ്ലീസ് സെൻഡ് മീ ദ കമ്പനി ഡീറ്റെയിൽസ് ഇൻക്ലൂഡിംഗ് ദ വെബ്സൈറ്റ് ആൻഡ് ലിങ്ക്ഡിൻ പ്രൊഫൈൽ ടു റിസർച്ച് എന്നുള്ള രീതിയിൽ തന്നെ പറയാം. ഓൾസോ ജോബ് റോൾ ഡീറ്റെയിൽസ് കൂടി ചോദിക്കുക. കാരണം നമ്മളൊരു കമ്പനിയിലോട്ട് പോകുന്നതിന് മുൻപ് ആ ഒരു റിക്വയർമെന്റ്, ഇന്റർവ്യൂവിന് പോകുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യുക, ജോബ് റിക്വയർമെന്റും നിങ്ങളുടെ ജോബ് റോളും കൂടാതെ കമ്പനീനെ കുറിച്ചും ഫുൾ ആയിട്ട് റിസർച്ച് ചെയ്തിട്ട് മാത്രം പോവുക. എന്താ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ പറയാൻ പറ്റും? ക്ലിയർ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ആൻസർ പറയുമ്പം നിങ്ങൾ എന്ത് ചെയ്യുക, തുടക്കത്തിൽ വൈ ഷുഡ് ബി ഹയർ യു എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും യു ഷുഡ് ഹയർ മീ എന്ന് പറഞ്ഞ് തുടങ്ങാൻ പാടില്ല. കാരണം എന്താണ്, അതൊരു ഓർഡറിങ് പോലെയാണല്ലേ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ കോൺഫിഡന്റ് ആണെന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഐ ബിലീവ് ഐ എം എ ഗുഡ് ഫിറ്റ് ഫോർ ദിസ് ജോബ് റോൾ എന്ന് പറഞ്ഞ് തുടങ്ങാം. ഓക്കെ, ഐ ബിലീവ് ഐ എം എ ഗുഡ് ഫിറ്റ് ഫോർ ദിസ് ജോബ് റോൾ, അല്ലെങ്കിൽ എന്താണ്, ഐ എം ഫിറ്റ് ഫോർ ദിസ് ജോബ് റോൾ എന്നുള്ള രീതിയിൽ പറയാം. എന്നിട്ട് എന്ത് ചെയ്യുക, എന്തുകൊണ്ട്, ബിക്കോസ്. ഇപ്പൊ പൊതുവെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് എന്ത് ചെയ്യാം, ഐ ബിലീവ് ഐ എം എ ഗുഡ് ഫിറ്റ് ഫോർ ദിസ് ജോബ് റോൾ ബിക്കോസ് ഐ എം experience this in this field for 3 years. No, അങ്ങനെ രീതിയിലെങ്കിൽ എന്താണ്, ഐ ഹാവ് എൻ എക്സ്പീരിയൻസ് ഓഫ് 3 years in this field എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എന്റെ കേസാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടേതായിട്ടുള്ള ഇയേഴ്സ് ഒക്കെ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഓൾസോ ഐ കൻ വർക്ക് വിത്ത് സോഫ്റ്റ്വെയർ സച്ച് ആസ് ടാലി പ്രൈം, സോഹോ ബുക്സ്, ആ രീതിയിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. പക്ഷെ ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം നോക്കണം, അവരുടെ റിക്വയർമെന്റ്സിലുള്ള ഏതൊക്കെ സ്കിൽസ് ആണോ അത് മാത്രം ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ? മനസ്സിലായോ? അപ്പം അത് പറഞ്ഞിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഫുൾ സ്റ്റോപ്പ് ഇടുക. ഫുൾ സ്റ്റോപ്പ് ഇടുന്ന പറഞ്ഞാൽ സംസാരിക്കുമ്പോൾ ഒരു പോസ് കൊടുക്കുക. എപ്പോഴും നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴും മലയാളം സംസാരിക്കുമ്പോഴും ഒക്കെ എന്ത് ചെയ്യുക, സംസാരിക്കുമ്പം പോസ് കൊടുക്കുന്നത് എപ്പോഴും ശ്രദ്ധിക്കണം. അവർക്ക് അത് നമ്മൾ പറഞ്ഞത് മനസ്സിലായി എന്ന് ഉറപ്പ് വരുത്താൻ നമ്മളൊരു സമയം കൊടുക്കുക. ഓക്കെ, എന്നിട്ട് മാത്രം എന്ത് ചെയ്യുക, അടുത്ത കാര്യം പറയാം. ആഫ്റ്റർ റിസർച്ചിങ് അബൌട്ട് ദിസ് കമ്പനി ഐ നോ, അല്ലെങ്കിൽ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഐ ക്യാൻ ലേൺ മോർ തിങ്സ് ആൻഡ് എക്സ്പീരിയൻസ് ഫ്രം ദിസ് കമ്പനി. Sorry.
സോറി അബൌട്ട് ഇറ്റ്. ഏകദേശം ഒരു 1.5 മണിക്കൂർ കണ്ടിന്യൂസ്ലി സംസാരിച്ചില്ല കേട്ടോ. Okay. Am I audible now? Yes, yes. So after researching about this company, I know, I understand that I can learn more things and experience from this company and contribute it here. അതുകൂടി വെച്ച് അവസാനിപ്പിക്കുക. Okay? And contribute it here. ഒരിക്കലും your company എന്നുള്ള ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ സംസാരിക്കരുത്. കാരണം എന്താണ്, നിങ്ങളും ആ ഒരു ഇന്റർവ്യൂവിനും തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യും. ഓൾവേസ് സേ ദിസ് കമ്പനി അല്ലെങ്കിൽ ഹിയർ എന്നുള്ള രീതിയിൽ പറയാം. ഓക്കെ, ക്ലിയർ? അപ്പം I believe I'm a good fit for this job role because I'm experienced in this field for 3 years, where I have experience working with software such as Talipan, Zoho Books, SAP. ആ രീതിയിൽ നിങ്ങൾക്ക് ഏതൊക്കെയാ ഉള്ളത് അത് മാത്രം ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം അവരുടെ ജോബ് റിക്വയർമെന്റിൽ ഉള്ളത് തന്നെ പറഞ്ഞാൽ മതി. ഓക്കെ, കൂടുതലൊന്നും പറയണമെന്നില്ല. കാരണം അവരുടെ റിക്വയർമെന്റ് ഉള്ള കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തുണ്ടെന്ന് നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്താണുള്ളത്, നിങ്ങൾ കമ്പനീനെ കുറിച്ച് നല്ല രീതിയിൽ റിസർച്ച് ചെയ്തിട്ടുണ്ടെന്ന് കൂടി പറഞ്ഞു. കൂടാതെ ആ റിസർച്ചിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി ഈ കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പഠിക്കാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട്, ലേൺ ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റിയൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. ആ ഒരു ലേൺ ചെയ്തതും നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള സ്കിൽസും എല്ലാം നിങ്ങൾ എന്ത് ചെയ്യും, കമ്പനിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യും. അതുപോലെ isn't it? അപ്പൊ ആ ഒരു ഞാൻ പറഞ്ഞ കാര്യം ഇവിടെ ബാക്കി നിങ്ങളുടെ ലിസ്റ്റ് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് നെക്സ്റ്റിലോട്ട് പോവാത്തത്. നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ സ്കിൽസും ആണ്. അതിവിടെ കൊടുത്തിട്ടില്ല. ബാക്കി കാര്യം ഒന്നുകൂടി കൊടുത്തിട്ടുണ്ട്. ആഫ്റ്റർ റിസർച്ചിങ് അബൌട്ട് ദിസ് കമ്പനി ഐ നോ അല്ലെങ്കിൽ ഐ കൻ അണ്ടർസ്റ്റാൻഡ് ദിസ് കമ്പനി പ്രൊവൈഡ്സ് മീ an opportunity to grow a lot on a personal note. In the meantime, I would like to contribute as far as I could hear എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതാണ് ഞാൻ എന്ത് ചെയ്തത്, നേരത്തെ ഷോർട്ട് ആക്കി പറഞ്ഞത്. എന്ത്, I know that I can learn and experience more things from here and contribute it here. Clear അല്ലേ? More things from this company and contribute it here എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മതി. Okay, clear? അടുത്തത് ഇറ്റ്സ് ലൈക്ക് യെസ് ഓർ നോ അല്ല, എന്നാലും ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. ഹൗ ലോങ് വുഡ് യു എക്സ്പെക്ട് ടു വർക്ക് ഫോർ എസ്? എല്ലാ കമ്പനീസും ഹയർ ചെയ്യുന്നത് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരു ഷോർട്ട് ടേം ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാളായിരിക്കില്ല. ദേ ഓൾവേസ് പ്രിഫർ സമ്മൺ ഹു ഈസ് ഹാവിങ് എ ലോങ് ടേം കമ്മിറ്റ്മെന്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അപ്പം ഹൗ ലോങ് വുഡ് യു എക്സ്പെക്ട് ടു വർക്ക് ഫോർ എസ് എന്ന് ചോദിച്ചാൽ ഐ എം ലുക്കിംഗ് ഫോർ എ ലോങ് ടേം ഓപ്പർച്യൂണിറ്റി വെർ ഐ കൻ ഗ്രോ ആൻഡ് കോൺട്രിബ്യൂട്ട് മൈ സ്കിൽസ് എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മതി. അത്രേ ഉള്ളൂ. ഓക്കെ, ഐ എം ലുക്കിംഗ് ഫോർ എ ലോങ് ടേം ഓപ്പർച്യൂണിറ്റി വെർ ഐ കൻ ഗ്രോ ആൻഡ് കോൺട്രിബ്യൂട്ട് മൈ സ്കിൽസ്. ഒരിക്കലും ഒരു 1-2 വർഷമോ അങ്ങനൊന്നും പറയേണ്ട ആവശ്യമില്ല, നമ്പർ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് ദിസ് ഇസ് ജസ്റ്റ് എ ക്വസ്റ്റ്യൻ ഡ്യൂറിംഗ് ദ ഇന്റർവ്യൂ, ഇറ്റ്സ് നോട്ട് എ ബോണ്ട്. ഓക്കെ, ബോണ്ട് ഒന്നും അല്ല. ഓക്കെ, ക്ലിയർ അല്ലേ? മാക്സിമം എന്ത് ചെയ്യുക, എല്ലാവരും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടതും ആ ഒരു ആറ്റിറ്റ്യൂഡോട് കൂടിയാണ്. പറ്റുന്നതും ഒരു കമ്പനിയിൽ മാക്സിമം സ്റ്റേ ചെയ്യാൻ ട്രൈ ചെയ്യുക. ഓക്കെ, ഐ എം നോട്ട് ടെല്ലിങ് യു ടു കംപ്ലീറ്റ്ലി ലൈഫ് ലോങ് ആ കമ്പനിയിൽ നിൽക്കുന്നൊന്നും അല്ല. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, അത്യാവശ്യം എക്സ്പീരിയൻസും സ്കില്ലും കിട്ടുന്നത് വരെ അവിടെ തന്നെ നിൽക്കുക. ഞാൻ പറഞ്ഞു നേരത്തെ, സേവിയിൽ നമ്മളൊരു ഹോപ്പർ ആയിട്ട് കാണരുത്. ഹോപ്പർ എന്ന് പറഞ്ഞാല് ഗ്രാസ് ഹോപ്പർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ, ആ രീതിയിലാവരുത്. ഇറ്റ് ഷുഡ് ബി വാട്ട് ലോങ് ലാസ്റ്റിംഗ്, ലോങ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ലോങ് ഡ്യൂറേഷൻ വേണം, ഒരു കൺസിസ്റ്റൻസി വേണം. ഓക്കെ, നമ്മളെപ്പോഴും എന്താണ് ഒരു കമ്പനിയിൽ നിന്ന് വേറെ കമ്പനിയിലോട്ട് പോകുന്നത് നമ്മുടെ കംഫർട്ടബിലിറ്റി നോക്കിയിട്ടായിരിക്കും. പക്ഷെ ഫസ്റ്റ് നമുക്ക് കിട്ടേണ്ട ആ ഒരു എക്സ്പീരിയൻസ് കിട്ടി കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, കംഫർട്ട് സോണിലോട്ട് പോവുക. കാരണം നമ്മൾ കംഫർട്ട് സോണിൽ നോക്കി നിന്നാൽ നമ്മുടെ കരിയർ ഗ്രോത്ത് കുറഞ്ഞു പോകും. ഓക്കെ, ക്ലിയർ? ചിലപ്പോൾ നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ നമ്മൾ കയറുന്ന ഫസ്റ്റ് കമ്പനിയോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനീസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യും, എസ്പെഷ്യലി ദ ഫസ്റ്റ് കമ്പനി. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് കോർപ്പറേറ്റ് വേൾഡിലോട്ട് കയറുക. അപ്പൊ ആ സമയത്ത് നമുക്ക് ഉണ്ടാവും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ അവിടെ ഒരു പുതിയൊരു അറ്റ്മോസ്ഫിയറിലോട്ട് കയറുന്നതിന്റെ അഡാപ്റ്റബിലിറ്റി ഇഷ്യൂസ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യുക, അഡാപ്റ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് നമ്മുടെ സ്കില്ലും കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക. അതുപോലെ പ്രൊഫഷണൽ എറ്റിക്കറ്റ് ഡെവലപ്പ് ചെയ്യുക.
ആ സമയത്ത് നമുക്ക് മനസ്സിലാകാൻ പറ്റും ഇമോഷണലി നമ്മൾ എത്രത്തോളം ഗ്രോ ചെയ്യുന്നുള്ളത്. ഒരു കോർപ്പറേറ്റ് വേൾഡിൽ നമ്മൾ ഇമോഷണലി ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഏതൊരു കമ്പനിയിലോട്ട് പോയി കഴിഞ്ഞാലും ഇറ്റ് വോണ്ട് ബി എ ട്രബിൾ. ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് എപ്പോഴും ഭയങ്കര ട്രബിൾസം ആയിട്ട് തോന്നാറ്. ഐ ഡോണ്ട് നോ, ഇറ്റ് വാസ് ഫോർ മൈ കേസ്. നിങ്ങളുടെ കേസിൽ എങ്ങനെയാന്ന് എനിക്കറിയില്ല. ആയിരുന്നോ ഫസ്റ്റ് വർക്ക് ആയിരുന്നോ ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്? വർക്ക് ചെയ്തവരാരൊക്കെ ഉണ്ട്? ആതിരയും ജോഷി മാത്രമേ ഉള്ളൂ? കമ്പനിയിലൊക്കെ കയറിയ ഒരു ഫസ്റ്റ് ഫ്യൂ മന്ത്സ് അല്ലായിരുന്നു ബുദ്ധിമുട്ടായി തോന്നിയത്? അതെ അതെ. അത് കഴിഞ്ഞപ്പോ നമുക്ക് എന്ത് ചെയ്തു? എന്തായാലും നമുക്കറിയാം, ഒരു മലയാളം സിനിമയിൽ പറഞ്ഞ പോലെയാണ്, ആദ്യമൊക്കെ കുറച്ചിങ്ങനെ ബുദ്ധിമുട്ടായി തോന്നും, പിന്നെ അതൊരു ശീലമായിക്കോളും എന്നുള്ള രീതിയിലാണ്. ബട്ട് സ്റ്റിൽ അത് ശീലാവുന്നതല്ല, നമ്മളുടെ ഇമോഷണൽ ഇന്റലിജൻസ് കൂടുന്നതാണ്. അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലി നമുക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മളായിട്ട് പഠിക്കുന്നതാണ്, അല്ലെ? സോ വി ക്യാൻ ലേൺ ഇറ്റ്. എന്നാൽ മാത്രമാണ് പറ്റുള്ളൂ. അതായത് കംഫർട്ട് സോൺ നോക്കിപ്പോയാൽ നമുക്ക് എവിടെയും കംഫർട്ടബിൾ ആകാൻ പറ്റത്തില്ല. ഓക്കെ, സോ മേക്ക് ഷുവർ ടു സ്റ്റിക്ക് ലോങ്. അത്രേ ഉള്ളൂ. ഇത് എങ്ങനെയാണ് ജസ്റ്റ് ആൻസർ ചെയ്യേണ്ടതെന്നുള്ളൂ. ഗീവ് എ ലോങ് ടേം കമ്മിറ്റ്മെന്റ്, ടെൽ ദം ദാറ്റ് യു ആർ ഹിയർ ടു ലേൺ ആൻഡ് കോൺട്രിബ്യൂട്ട്. ഒരു മ്യൂച്വൽ ബെനിഫിറ്റ് ആണ് അതിൽ നിന്ന് നോക്കുന്നത്. നിങ്ങൾക്കും കമ്പനിക്കും ഒരു ബെനിഫിറ്റ് ആയിരിക്കും നിങ്ങൾ അവിടെ കുറച്ചു കാലം നിന്നാൽ, അല്ലെ? നമുക്കറിയാം, നമ്മളൊരു പ്രഷറായിട്ട് നിൽക്കുന്ന കമ്പനീനേക്കാളും കുറച്ചുകൂടി കമ്പനിയിലുള്ള സീനിയേഴ്സിനായിരിക്കും എന്ത് ചെയ്യുന്നത്, അവിടെ കുറച്ചൊക്കെ സ്റ്റാൻഡും അല്ലെങ്കിൽ റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. റെസ്പെക്റ്റ് എന്നല്ല, നമുക്ക് ആ ഒരു കമ്പനിയിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാനും നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മുടെ വർക്ക് ചെയ്യാനും ഒരു ഒരു മൈൻഡ് കൂടുതൽ ഈസി ആവുന്നത് എന്തായിരിക്കും? കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. ഫ്രഷേഴ്സിന് കുറെയൊക്കെ സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വർക്കിൽ തന്നെ നമ്മുടെ തീരുമാനങ്ങൾ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ആ ഒരു എക്സ്പീരിയൻസ് അച്ചീവ് ചെയ്യുക. ഓക്കെ, അടുത്തത് വാട്ട് ആർ യുവർ ഹോബീസ്? ഞാൻ നേരത്തെ പറഞ്ഞു ഇൻട്രൊഡക്ഷനിൽ ഹോബീസ് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇൻട്രൊഡക്ഷന് തൊട്ട് ശേഷമായിരിക്കും വരിക. ഹോബീസ് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, വാട്ട് അബൌട്ട് യുവർ ഹോബീസ്, അല്ലെങ്കിൽ വാട്ട് ഡു യു ഡു ഡ്യൂറിംഗ് ദി ഫ്രീ ടൈംസ് എന്നുള്ള രീതിയിലൊക്കെ പറയും. അല്ലെങ്കിൽ ഡ്യൂറിംഗ് യുവർ ഫ്രീ ടൈംസ് എന്നുള്ള രീതിയിലോ, അല്ലെങ്കിൽ വാട്ട് ഡു യു എൻജോയ് ഡൂയിങ് യുവർ ഫ്രീ ടൈംസ് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കും. അപ്പൊ എന്ത് ചെയ്യുക, ആ രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ, ഫ്രീ ടൈംസിനെ കുറിച്ച് പ്രത്യേകം ചോദിക്കുകയാണെങ്കിൽ ഡ്യൂറിംഗ് മൈ ഫ്രീ ടൈംസ് എന്ന് വെച്ചാൽ തന്നെ തുടങ്ങാം. ഓക്കെ, ഡ്യൂറിംഗ് മൈ ഫ്രീ ടൈംസ് ഐ എൻജോയ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. ഫ്രീ ടൈമിനെ കുറിച്ചല്ല, ഹോബീസിനെ കുറിച്ച് റാൻഡം ആയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഐ ലവ്, ഐ എം ഇൻട്രസ്റ്റഡ് എന്നുള്ള രീതിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അറ്റ്ലീസ്റ്റ് 3 ഹോബീസ് ഇൻക്ലൂഡ് ചെയ്യുക. ആൻഡ് ഓൾസോ ഓൾ ദീസ് ഹോബീസ് ഷുഡ് ബി വെരി പ്രൊഡക്റ്റീവ്. വെരി പ്രൊഡക്റ്റീവ് അല്ല, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഹോബീസ് ഇൻക്ലൂഡ് ചെയ്യുക. ഡോണ്ട് ഇൻക്ലൂഡ് സ്ലീപ്പിംഗ് ഓർ അതർ തിങ്സ്. ഓക്കെ, എപ്പോഴും എന്ത് ചെയ്യുക, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഹോബീസ് തന്നെ ഇൻക്ലൂഡ് ചെയ്യുക. ആൻഡ് വൺ മോർ തിങ് ഈസ് ദാറ്റ് നിങ്ങൾക്കുള്ള ഹോബീസ് തന്നെ ഇൻക്ലൂഡ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്കുള്ള സ്കില്ലും എക്സ്പീരിയൻസും ഒക്കെ നിങ്ങൾക്ക് ഉള്ളത് തന്നെ ഇൻക്ലൂഡ് ചെയ്യുക. ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, പെട്ടുപോകും. ദ സെയിം തിങ് ഗോസ് ഫോർ ഹോബീസ് ടു. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ ഇപ്പൊ അടുത്തൊന്നും പുസ്തകമല്ല ബുക്ക് വായിച്ചിട്ടില്ല. ഓക്കെ, ഞാൻ അത്ര പ്രൗഡായിട്ട് പറയുന്ന കാര്യമൊന്നുമല്ല. എല്ലാവരുടെയും അവസ്ഥ ഇപ്പൊ കുറച്ചൊക്കെ അങ്ങനെ ആയിരിക്കും. ഇമാജിനേഷൻ പവർ കുറഞ്ഞതിന് ശേഷം ഇറ്റ്സ് ഹാർഡ് ടു റീഡ് ബുക്സ്. കാരണം നമുക്കൊരു ഐ തിങ്ക് അപ് ടു കോളേജിൽ ഞാൻ വായിക്കുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, ഒരു ഇമാജിനറി വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു ബുക്സിന്റെ ഉള്ളിലൂടെ. ലൈക്ക് while I was reading I could create another world. പക്ഷെ ഇപ്പൊ അത് പറ്റുന്നില്ല, എന്താണെന്നറിയില്ല. ഭാവന എങ്ങോട്ടോ പോയിട്ടുണ്ട്. ഐ വാസ് എൻ ആർട്ടിസ്റ്റ്, പക്ഷെ അതൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ്, ആ സമയത്ത് ഇമാജിനേഷൻ പവർ പോയതുകൊണ്ട് ബുക്കൊന്നും ഇപ്പൊ അടുത്തൊന്നും വായിച്ചിട്ടില്ല. കോളേജിലാണ് ലാസ്റ്റ് വായിച്ചത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു കമ്പനി പോയിട്ട് റീഡിങ് ഇസ് ആക്ച്വലി ഗുഡ് ഹോബി എന്നും വിചാരിച്ച് ഞാനത് പറയാൻ പറ്റുമോ? അവരെന്നോട് എന്ത് ചെയ്യും, അടുത്ത ക്വസ്റ്റ്യൻ എങ്ങാനും ചോദിച്ചാൽ ഞാൻ പെട്ടുവോ? ലൈക്ക് ക്യാൻ യു ടോക്ക് അബൌട്ട് എ ബുക്ക് ദാറ്റ് യു റെഡ് റീസെന്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, എന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ചോദിച്ചിട്ടുണ്ടാവുക. പക്ഷെ എന്റെ അടുത്ത് എന്തില്ല, അടുത്തൊരു ബുക്ക് വായിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ എന്തായി, അവിടെ സ്റ്റക്കായി, അല്ലേ? സോ മേക്ക് ഷുവർ യു ആർ സേയിങ് സംതിങ് ദാറ്റ് യു നോ, അല്ലെങ്കിൽ ദാറ്റ് യു ഡു. ഓക്കെ, ക്ലിയർ അല്ലേ? അതല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പം ഫുട്ബോൾ ഒക്കെ നടക്കുന്ന സമയമാണ്, അല്ലെ? ഞാൻ എന്ത് ചെയ്തു, ഒരു കമ്പനിയിൽ ഞാൻ അപ്ലൈ ചെയ്തു. ഒരു ഫുട്ബോൾ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. അപ്പൊ ഞാൻ ഈ കമ്പനിയിൽ പോയപ്പോൾ തന്നെ അവർ എന്നോട് ചോദിച്ചു ഹോബീസ് എന്താന്ന് വെച്ചപ്പം വാച്ചിങ് മൂവീസ്, ലിസണിങ് ടു മ്യൂസിക് ആൻഡ് വാച്ചിങ് ഫുട്ബോൾ എന്ന് വെറുതെ കൊടുത്തു. എന്തായാലും പ്ലേയിങ് ഫുട്ബോൾ എന്ന് എനിക്ക് കളിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, വാച്ചിങ് ഫുട്ബോൾ എന്ന് കൊടുത്തു. ഡെഫിനറ്റ്ലി അവർ എന്നോട് ചോദിക്കൂലേ, ക്യാൻ യു ടോക്ക് അബൌട്ട് യുവർ ഫേവറേറ്റ് ഫുട്ബോൾ പ്ലെയർ, അങ്ങനെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കില്ലേ? കമ്പനി ഒരു ഫുട്ബോൾ ബേസ്ഡ് കമ്പനി ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി അവർ ചോദിക്കും. അപ്പൊ എന്താണ്, എനിക്ക് ആ പ്ലെയറിനെ കുറിച്ച് ആകെ അറിയുന്നത് ആളുടെ പേര് ലയണൽ മെസ്സി, ആളുടെ ഡീറ്റെയിൽസ് ഒന്നും കൂടുതലായിട്ട് എനിക്ക് അറിയില്ല. അത്രേ ഉള്ളൂ, കഴിഞ്ഞു.
ആള് അർജന്റീനയിലുള്ള ആളാണ്. അയാൾ കൂടുതലൊന്നും ഇംഗ്ലീഷ് അറിയില്ല. ആൻഡ് ഹീസ് ഓൾസോ വാട്ട് ഡൗൺ ടു എർത്ത്. ഇത്രയും കാര്യങ്ങൾ എനിക്കറിയാം, വേറൊന്നും എനിക്കറിയില്ല. ആൻഡ് ഗോട്ട് എ ലോട്ട് ഓഫ് ബാലൻഡിയർ. ഇത്രയും കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആളുടെ ഡീറ്റെയിൽസ് പറയുമ്പോൾ ഏതോ വയസ്സിൽ കളിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ അങ്ങനെ കുറെ ഡീറ്റെയിൽസ് പറയണം അല്ലെ? എത്ര കളികൾ, എത്ര അവാർഡ്സ് കിട്ടി, എവിടെയാണ് ജനിച്ച് വളർന്നത്, അങ്ങനെ പല ഡീറ്റെയിൽസും എല്ലാവർക്കും അറിയുന്നുണ്ടാവും, അത്രയും ഫാൻ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ. പക്ഷെ എനിക്കത് അറിയില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യരുത്, അറിയാത്തതോ അല്ലെങ്കിൽ ചെയ്യാത്തതോ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യരുത്, ഹോബി ആയിട്ട് പറയരുത് ദയവ് ചെയ്ത്. ഈവൻ ആ ഒരു കമ്പനീന്റെ ഫീൽഡ് അതാന്ന് വിചാരിച്ചിട്ടൊന്നും പറഞ്ഞു പോകരുത്. ഓക്കെ, അതിപ്പോ ഹോബി ആയാലും സ്കില്ലായാലും അത് തന്നെയാണ് പറയാനുള്ളത്. ഉള്ള കാര്യങ്ങൾ മാത്രം പറയാം. ഓക്കെ, പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സിവിയിൽ ഇല്ലാത്ത എക്സ്പീരിയൻസ് ഒക്കെ ആഡ് ഓൺ ചെയ്ത് പോകുന്ന കേസസ് ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇല്ലാത്ത എക്സ്പീരിയൻസ് ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കേസ് എന്ന് പറയുന്നത്, ഒന്ന് നിങ്ങളോട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചോദിക്കുക മാത്രമല്ല ചെയ്യുക, ചിലപ്പോൾ നിങ്ങളോട് എന്തെയും പേ സ്ലിപ്പും ഡീറ്റെയിൽസും ഒക്കെ ചോദിക്കും. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു പിഴവ് വന്നാൽ അത് നിങ്ങളുടെ കരിയറിൽ തന്നെ ഒരു ബ്ലാക്ക് മാർക്ക് ആയിട്ട് വീഴാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ മേക്ക് ഷുവർ യു ആർ യൂസിങ് സംതിങ് ദാറ്റ് ഇസ് ജെനുവിൻ. ഓക്കെ, അടുത്തത്, ആർ യു വില്ലിംഗ് ടു റീലൊക്കേറ്റ്? ഞാൻ നേരത്തെ പറഞ്ഞു, വി ഹാവ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ജോബ് പോർട്ടൽസ്. എല്ലാ ജോബ് പോർട്ടൽസിലും നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് റീലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നിടത്ത് മാത്രം ജോബ് അപ്ലൈ ചെയ്യുക, ഒന്ന്. ആൻഡ് വൺ മോർ തിങ് ഈസ് ദാറ്റ് നമ്മൾ നമ്മുടെ കരിയർ ആണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത്. വൺസ് യു ഹാവ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആൻഡ് ഗുഡ് സെറ്റിൽ സിറ്റുവേഷൻ ആൻഡ് കംഫർട്ടബിൾ സിറ്റുവേഷൻ, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, കംഫർട്ട് സോൺ ഒക്കെ നോക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരാൾക്ക് വർക്ക് ഫ്രം ഹോം വേണം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസോ സെക്കൻഡ് എക്സ്പീരിയൻസോ പോയിട്ട് നമുക്ക് വർക്ക് ഫ്രം ഹോം ആകാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. കാരണം നമുക്ക് കുറെ കോമ്പറ്റീഷൻസും ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കുറഞ്ഞു പോകും ഒറ്റൊരു ഓപ്ഷനിലോട്ട് മാറി നിൽക്കുമ്പോൾ അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം നമുക്ക് കിട്ടാവുന്ന ഏത് ജോബും ഓക്കെ ആണെന്നുള്ള രീതിയിലും നോക്കുക. അതുപോലെ തന്നെ എങ്ങോട്ടും റീലൊക്കേറ്റ് ചെയ്യാനും തയ്യാറാണെന്നുള്ള രീതിയിൽ. നമുക്ക് അത്യാവശ്യമായിട്ട് ഫാമിലി റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ബി റെഡി ടു റീലൊക്കേറ്റ് എനിവർ. ഇനിയിപ്പോ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ ഫാമിലിയെ ആയിട്ട് റീലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന കേസ് ആണെങ്കിൽ അതെങ്കിലും ചെയ്യാം. ഓക്കെ, ക്ലിയർ? മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ, പൊതുവെ ഈ കേസ് വരുന്നത് ലേഡീസിനാണ് വർക്ക് ഫ്രം ഹോം ഒക്കെ നോക്കി വരുന്നത് അല്ലെ. അപ്പം ഇൻ കേസ് യുവർ ഹസ്ബൻഡ് ഇസ് ഹാവിംഗ് എ വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റി, അതല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ സ്ഥലത്തോട്ട് മാറി ഹസ്ബൻഡിനോട് വർക്ക് ഫ്രം ഹോം ചെയ്യാൻ പറയാം. ഫോർ എക്സാമ്പിൾ, ഐ എം ജസ്റ്റ് ഗിവിംഗ് എൻ എക്സാമ്പിൾ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കരിയർ ഒരു ലൈനിലോട്ട് ഒരു 5 വർഷം ഒരു 3 വർഷമൊക്കെ എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വർക്ക് ഫ്രം ഹോം ഫോക്കസ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. കാരണം ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് ഏത് കോമ്പറ്റീഷനും ഫേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ? ഫസ്റ്റ് എക്സ്പീരിയൻസ്, ബി റെഡി ഫോർ എനിത്തിങ്. പിന്നെ ഞാൻ പറഞ്ഞു, അപ്ലൈ ചെയ്യുമ്പോൾ നോക്കി അപ്ലൈ ചെയ്യുക, ഫിൽറ്റേഴ്സ് ഒക്കെ നോക്കിയിടുക. അതുപോലെ തന്നെ അത് ഫോർ എക്സാമ്പിൾ ഒരാൾ ട്രിവാൻഡ്രത്തുള്ള ആളാണ്, ആൾക്കുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയത് എന്താണ് മംഗലാപുരത്തോ കാസർഗോഡൊക്കെ ആണെങ്കിൽ അതിനും റെഡി ആവണം. ഓക്കെ, ക്ലിയർ? ഐ മീൻ അപ്ലൈ ചെയ്തത് അങ്ങനെയാണ്. അപ്പൊ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ബി റെഡി ഫോർ ദാറ്റ്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ഫണ്ടിനിടയ്ക്ക് ഞാൻ അപ്ലൈ ചെയ്യും, പക്ഷെ ഞാൻ പോവാറില്ല. മണാലി, കശ്മീർ അങ്ങനെ അങ്ങോട്ടൊക്കെ അപ്ലൈ ചെയ്യും. എന്താണ്, രസമുള്ള സ്ഥലങ്ങളാണ്. പക്ഷെ അത് നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബി റെഡി ടു ഗോ ദർ. ഓക്കെ, പിന്നെ ഇന്റർവ്യൂ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ വേണമെങ്കിൽ അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഒരു നോൺ മലയാളി സ്പീക്കർ ആയിരിക്കും അവിടെ ഉണ്ടാവുക, അതുകൊണ്ട് ഞാൻ അത് അപ്ലൈ ചെയ്തൊന്ന് നോക്കുകയാണ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ. ഞാൻ ഇപ്പൊ അടുത്തൊരു ഡെറാഡൂണിലുള്ള ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാം. ഒരിക്കലും ഞാൻ അവിടെ പോവില്ല എന്ന് എനിക്കറിയാം, സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, പക്ഷെ നിങ്ങൾ സീരിയസ് ആയിട്ട് ആക്റ്റീവായിട്ട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അപ്ലൈ ഫോർ പ്ലേസസ് വേർ യു ക്യാൻ റീലൊക്കേറ്റ്. ഓക്കെ, ഇവിടുന്ന് പറഞ്ഞാൽ ഒരു വർഷം ആവാനായിട്ടോ, അപ്പോഴാണ് ഈ റീലൊക്കേഷൻ മാത്രമല്ല നമ്മളോട് ചേഞ്ചസ് ചോദിക്കുന്നത്. ഇപ്പം ഐ എം വില്ലിംഗ് ടു റീലൊക്കേറ്റ് ബിക്കോസ് ഐ എം ഇൻട്രസ്റ്റഡ് ടു ലേൺ ന്യൂ തിങ്സ്, അങ്ങനെ അല്ലെങ്കിൽ ന്യൂ അറ്റ്മോസ്ഫിയർ എന്നുള്ള രീതിയിലൊക്കെ, ലൈക്ക് ടു എക്സ്പീരിയൻസ് ന്യൂ അറ്റ്മോസ്ഫിയർ എന്നൊക്കെ പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ കൊച്ചിയിൽ ഒരു കമ്പനിയിലോട്ട് പോവുകയാണ്. അപ്പൊ ആ സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഹയർ ചെയ്യുന്നത് കൊച്ചിയിലോട്ട് തന്നെ ആയിരിക്കും. പക്ഷെ നിങ്ങൾ ഒരു MNC ഒക്കെ ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ ഡെഫിനറ്റ്ലി യു നോ ദാറ്റ് ദ കമ്പനി ഹാസ് മൾട്ടിപ്പിൾ ബ്രാഞ്ചസ്. അപ്പൊ നിങ്ങളോട് പറയാണ്, നിങ്ങളോട് ഒരു ട്രിവാൻഡ്രം ബ്രാഞ്ചിലോട്ട് ഒരു ദിവസം റീലൊക്കേറ്റ് ആകുമെന്ന് ചോദിച്ചാൽ, അത്യാവശ്യം കമ്പനി എന്തെങ്കിലും ബുദ്ധിമുട്ടിലാവുമ്പോഴൊക്കെ അല്ലെങ്കിൽ അവിടെ ഒരു സ്റ്റാഫ് നീഡ് വരുമ്പോഴായിരിക്കുമല്ലോ നിങ്ങളോട് പറയാം. അപ്പൊ എന്ത് ചെയ്യുക, യു ഹാവ് ടു ബി റെഡി ഫോർ ദാറ്റ്. ഓക്കെ, ക്ലിയർ? ആ കേസിലും റീലൊക്കേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, വലിയ വലിയ കമ്പനീസിന് ചിലപ്പോൾ എന്ത് ചെയ്യും,
അതൊരു ലക്കി ചാൻസും ആവാം. നിങ്ങൾക്ക് പുതിയൊരു അറ്റ്മോസ്ഫിയറിലോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനും കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റീസ് എടുക്കാനും ഉള്ള ഓപ്ഷനും ആയിരിക്കാം. നിങ്ങളുടെ കരിയറിൽ ഗ്രോത്ത് കിട്ടാനുള്ള ഓപ്ഷനും ആയിരിക്കും. അപ്പൊ അതൊരിക്കലും എന്ത് ചെയ്യരുത്, വേണ്ടാന്ന് വെക്കരുത്. ചില സമയത്ത് എന്തായിരിക്കും, ആ കമ്പനിക്ക് അബ്രോഡ് ബ്രാഞ്ച് ഉണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങളെ തന്നെ ആയിരിക്കും ചൂസ് ചെയ്യുക. ഓക്കെ, സോ അടുത്തത്, അയ്യോ ആ ക്വസ്റ്റ്യൻ ഞാൻ ഡിസ്കസ് ചെയ്തില്ല അല്ലെ. അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ പൊതുവെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവസാനം പെട്ടുപോകും അല്ലെ, നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ ഡൗൺ ആയി പോകും. അപ്പൊ ഇതൊരിക്കലും നിങ്ങൾ കോൺഫിഡൻസ് ഡൗൺ ആവേണ്ട ഒരു ക്വസ്റ്റ്യൻ അല്ല. കാരണം ആ ഒരു ഇന്റർവ്യൂ പാനലിൽ നിങ്ങളോട് ചോദിക്കുന്ന പോലെ എല്ലാവരോടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ മാത്രമാണത്. അവരൊരു ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് മൈൻഡിൽ നേരത്തെ വിചാരിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ പെട്ട ഒരു ക്വസ്റ്റ്യൻ മാത്രമായിരിക്കും ഇത്. അപ്പം അവസാനം ജസ്റ്റ് ചോദിക്കാൻ വിചാരിച്ചിട്ടുണ്ടാവും അവർക്ക് ഇപ്പോഴും കോൺഫിഡൻസ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താണ് ചെയ്യുക, അല്ലെങ്കിൽ ഇന്റർവ്യൂസിന് പ്രിപ്പയർ ചെയ്യാൻ എന്താണ് ചെയ്യാറ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. സോ മേക്ക് ഷുവർ യു ആർ ഗിവിംഗ് എ കോൺഫിഡന്റ് ആൻസർ. സ്റ്റിൽ നിങ്ങളുടെ കോൺഫിഡൻസ് പോകുമൊന്നും വേണ്ട. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഹയർ ചെയ്യില്ല എന്നൊന്നുമില്ല. ഓക്കെ, സോ അവിടെ എന്ത് ചെയ്യാം, ഐ വിൽ ഫൈൻഡ് ആൻഡ് റെക്ടിഫൈ മൈ ഷോർട്ട് കമ്മിങ്സ് എന്നുള്ള രീതിയിൽ പറയാം. I will find and rectify my shortcomings in this interview and prepare for the next one എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മതി. ഓക്കെ, ഒരു പൊളൈറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആണത്. അതുപോലെ തന്നെ ചിലപ്പം നമ്മൾ ഒരു തെറ്റും വന്നിട്ടുണ്ടാവില്ല. ഐ മീൻ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഹയർ ചെയ്യാൻ വിചാരിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നിങ്ങൾ എത്രത്തോളം അംബീഷ്യസ് ആയിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ പഠിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടും അവരങ്ങനെ ചോദിച്ചേക്കാം. ഇഫ് ദേ ആർ ആസ്കിങ് സച്ച് എ ക്വസ്റ്റ്യൻ, അതിനെന്ത് ചെയ്യുക, പൊളൈറ്റ് ആയിട്ട് ആൻസർ ചെയ്യുക. നമ്മൾ എപ്പോഴും ഇന്റർവ്യൂസിന് പോകേണ്ടത് എന്തായാലും ആ ജോബ് എനിക്ക് കിട്ടും എന്നുള്ള രീതിയിലും അല്ല, എന്നാൽ എന്തായാലും അത് എനിക്ക് കിട്ടാനൊന്നും പോണില്ല, ഞാൻ കുറെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു എനിക്ക് ഇതൊന്നും കിട്ടൂല എന്നുള്ള രീതിയിലും അല്ല. ഇതിന് രണ്ടിനും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു നമ്മൾ പറയുന്ന കിട്ടി പോയാ പോയി എന്നുള്ള രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് അല്ല. ബട്ട് സ്റ്റിൽ എന്താണ്, ഇതിന് രണ്ടിനും ബാലൻസ്ഡ് ആയിട്ട് ഈ ഒരു ജോബ് എനിക്ക് എന്തായാലും കിട്ടാനുള്ള രീതിയിൽ ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. അതിനുവേണ്ടി ഞാൻ മാക്സിമം പ്രാക്ടീസും എന്താ പറയാ പെർഫോമും ചെയ്യും. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതെനിക്ക് കിട്ടിയില്ലെങ്കിൽ ഇതിന്ന് പഠിച്ച കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യും, നെക്സ്റ്റ് ഇന്റർവ്യൂവിൽ എടുക്കും എന്നുള്ള രീതിയിൽ നോക്കുക. ഓക്കെ, ഈച്ച് ആൻഡ് എവറി ഇന്റർവ്യൂ ഇസ് എ ലേണിംഗ് എക്സ്പീരിയൻസ്. ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെ ഞാൻ വെറുതെ എന്ത് ചെയ്യും, ഔട്ട് ഓഫ് ദ കേരള ഉള്ള ഇന്റർവ്യൂസ് ഒക്കെ വെറുതെ പ്രാക്ടീസ് ചെയ്യും. എന്തിനാണ്, ഇൻസൈഡ് കേരള മിക്കവാറും ഇംഗ്ലീഷ് ബേസ്ഡ് ആയിട്ടുള്ള ഇന്റർവ്യൂസ് കുറവായതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുന്നത്. എനിക്ക് എന്റെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാനും അറ്റ് ദ സെയിം ടൈം I have to attend interviews in English. That's why I'm just practicing like that. ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പ്രാക്ടീസ് കൂടിയാവും. അത് വിചാരിച്ച് പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനല്ല, ബട്ട് സ്റ്റിൽ ജോബ് കിട്ടും എന്നുള്ള രീതിയിലും, എന്നാൽ കിട്ടിയില്ലെങ്കിൽ അടുത്തതിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യും എന്നുള്ള രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യുക. ഓക്കെ, ക്ലിയർ അല്ലേ? പക്ഷേ വേറൊരു കാര്യമുണ്ട്, നമ്മൾ എത്ര നന്നായി ഇന്റർവ്യൂ ചെയ്താലും ദർ ഈസ് വൺ തിങ്, ഒരു ചെറിയൊരു കേസ് അവിടെ വരാറുണ്ട്. ദാറ്റ് ഈസ് നമ്മൾ അപ്ലൈ ചെയ്ത ജോബ് നമ്മുടെ പ്രൊഫൈലിനെ മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നല്ല രീതിയിൽ നോക്കിയിട്ട് മാത്രം അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇൻഡീഡിലും ലിങ്ക്ഡിലും ഒക്കെ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, SAP സെപ്പറേറ്റ് സെർച്ച് ചെയ്താൽ SAP റിക്വയർമെന്റ്സ് കാണാൻ പറ്റും. സീനിയർ അക്കൗണ്ടന്റ് എന്ന് സെപ്പറേറ്റ്, അല്ലെങ്കിൽ എൻട്രി ലെവൽ, സീനിയർ ലെവൽ എന്നുള്ള രീതിയിൽ ഫിൽറ്റർ എടുത്താൽ അത് കാണാൻ പറ്റും. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജോബ് റിക്വയർമെന്റ്സ് നല്ല രീതിയിൽ വായിക്കുക. അപ്പൊ ചില സമയത്ത് എന്ത് ചെയ്യും, SAP റിക്വയർഡ് ഒരു ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ SAP എടുക്കാത്തവർ അപ്ലൈ ചെയ്താൽ കിട്ടുമോ? അതിന് പകരം SAP പ്രിഫേർഡ് ആണെങ്കിൽ എന്താണ് അർത്ഥം? Can you say, Abin? SAP പ്രിഫേർഡ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അവിടെ റിക്വയർഡ് ആണത് അല്ല, റിക്വയർഡിലാണ് റിക്വയർഡ് ആയിട്ടുള്ളത്. പ്രിഫേർഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് SAP ഇല്ലെങ്കിലും നിങ്ങളുടെ ബാക്കി സ്കിൽസ് ഒക്കെ നോക്കിയിട്ടും SAP നിങ്ങൾക്ക് പഠിക്കാനുള്ള മൈൻഡ് ഉണ്ടെങ്കിൽ ദേ ക്യാൻ ഹയർ യു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ജോബിന് കയറുമ്പോൾ തൊട്ട് തന്നെ എന്ത് ചെയ്യേണ്ടി വരും, SAP പഠിക്കേണ്ടി വരും. ക്ലിയർ അല്ലേ? SAP എന്ന് പറഞ്ഞ ഒരു സ്കില്ലല്ലേ, പഠിക്കാൻ പറ്റൂലേ? മനസ്സിലായോ? പക്ഷേ അതിന് പകരം നിങ്ങൾ എന്താണ്, റിക്വയർഡ് ആണ് അവിടെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോബിന് തുടങ്ങുന്ന ഫസ്റ്റ് ഡേ തൊട്ട് നിങ്ങൾക്ക് SAP വർക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പ്രിഫേർഡ് ആണെങ്കിൽ കുഴപ്പമില്ല. ദ സെയിം തിങ് ഗോസ് ഫോർ MCOM റിക്വയർഡ്, MCOM പ്രിഫേർഡ്, അല്ലെങ്കിൽ 1 to 2 years ഓഫ് എക്സ്പീരിയൻസ് റിക്വയർഡ്, 1 to 2 years ഓഫ് എക്സ്പീരിയൻസ് പ്രിഫേർഡ്. അവിടെ ഒക്കെ എന്താണ്, പ്രിഫേർഡും റിക്വയർഡും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക. ചിലപ്പം
2 years of experience required 2 years of experience preferred തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല, പക്ഷെ നിങ്ങൾ അത്യാവശ്യം ക്വാളിഫൈഡ് ആണ്, കൂടാതെ നിങ്ങൾക്ക് അത്യാവശ്യം സ്കിൽസും ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്കിൽസും കാര്യങ്ങളും വെച്ച് അവർക്ക് പ്ലീസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, പ്രിഫേർഡില്. ഓക്കെ, റിക്വയർഡ് ആണെങ്കിൽ എന്താണ് അവരത് നോക്കുന്നുണ്ട് ഡെഫിനറ്റ്ലി എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ആ 2 വേർഡ്സ് തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞത്, അത് നോക്കി വെക്കുക കേട്ടോ. അവസാനമായിട്ട് നമ്മൾ എപ്പോഴും ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കാൻ എപ്പോഴും എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്ത് വെക്കുക. ഓക്കെ, അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്ത് വെക്കുക. നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഒരു ചോദ്യം ഉണ്ടാവണം. പക്ഷെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ മോഡ് മാത്രമായിരിക്കണം എന്നില്ല. നിങ്ങൾക്ക് കമ്പനീന്റെ റിക്വയർമെന്റ്സ്, കമ്പനീന്റെ പ്രൊഡക്ട്സ്, സർവീസസ്, നിങ്ങളുടെ ഡേ ടു ഡേ റെസ്പോൺസിബിലിറ്റീസ്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഏത് ടീമിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ സോഫ്റ്റ്വെയർസ്, എല്ലാത്തിനെ കുറിച്ച് ചിലപ്പോൾ അവരെന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. അപ്പൊ എന്ത് ചെയ്യുക, കേട്ടിരിക്കുക. എന്നിട്ട് അതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഓൾവേസ് കീപ് എ ക്വസ്റ്റ്യൻ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇന്റർവ്യൂ. ചോദിക്കാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, മൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്ന നേരത്തെ നിങ്ങൾ അങ്ങോട്ട് ചോദിക്കുക, മേ ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചിട്ട് ഈ ഒരു ചോദ്യം ചോദിക്കുക. അപ്പൊ അവിടെ എന്ത് ചെയ്യുക, മോണിറ്ററി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കരുത്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? മനസ്സിലായോ? മോണിറ്ററി ബേസ്ഡ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഈ ഒരു ഓഫർ ലെറ്റർ കിട്ടുന്നത് വരെ ആ ജോബ് നിങ്ങളുടേതാണെന്നുള്ളൊരു ഉറപ്പില്ല. ആ ഒരു ജോബ് നിങ്ങളുടേതാണെന്ന് ഉറപ്പായാൽ മാത്രം എന്ത് ചെയ്യുക, മോണിറ്ററി ബേസ്ഡ് ആയിട്ട് നോക്കിയാൽ മതി. ഓഫർ ലെറ്ററിൽ നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഒരു ഫ്രഷർ ആണെങ്കിൽ ഒരു ഫ്രഷറിന്റെ ബേസ് വരുന്നത് 15 to 20 എന്നുള്ള രീതിയിലാണ്. അപ്പൊ അതിന് താഴെ ആണെങ്കിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇഫ് യു ആർ നോട്ട് കംഫർട്ടബിൾ വിത്ത്. ഇപ്പൊ നിങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ഒരു ജോബാണ്, നിങ്ങൾക്ക് എക്സ്ട്രാ വേറെ റീലൊക്കേഷൻ ഒന്നും വേണ്ട, വേറെ എവിടെയും പോയി നിൽക്കേണ്ട, റെന്റ് ഒന്നും കൊടുക്കണമെന്നില്ല, ഇറ്റ്സ് ഓൾ റൈറ്റ്. നിങ്ങൾക്ക് ഒരു ഫ്രഷറായിട്ട് ഒരു 12 ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഒരിക്കലും ഒരു റീലൊക്കേഷൻ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് താഴെ 15 താഴെ അല്ലെങ്കിൽ 15-20 ഇടയിൽ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു റീസൺ പറഞ്ഞിട്ട് യു ക്യാൻ റിജക്ട് പൊളൈറ്റ്ലി. എപ്പോഴും റിജക്ഷൻ ആണെങ്കിലും പൊളൈറ്റ്ലി കൊടുക്കുക കേട്ടോ. ആൻഡ് വേറൊരു കാര്യം എന്ന് പറയുന്നത്, ആ ഒരു ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഡേ ടു ഡേ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, വാട്ട് വുഡ് ബി മൈ ഡേ ടു ഡേ റെസ്പോൺസിബിലിറ്റി ഇഫ് ഐ ഗെറ്റ് ഹയർഡ് എന്നുള്ള രീതിയിൽ ചോദിക്കാം. അതല്ലെങ്കിൽ എന്താണ് MNCസിലൊക്കെ, വലിയ വലിയ MNCസിൽ ജസ്റ്റ് ഒരു ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള രീതിയിലായിരിക്കില്ല, ദർ വുഡ് ബി മൾട്ടിപ്പിൾ ടീംസ്. അപ്പൊ എന്ത് ചെയ്യുക, ഇഫ് ഐ ഗെറ്റ് ഹയർഡ് വിച്ച് ടീം ഐ വുഡ് ബി വർക്കിംഗ് വിത്ത്, ഇഫ് ഐ ഗെറ്റ് ഹയർഡ് എന്ന് പ്രത്യേകം ചോദിക്കുക. ഓക്കെ, ഒരിക്കലും നിങ്ങൾക്ക് ജോബ് കിട്ടി എന്നുള്ള രീതിയിലല്ല ചോദിക്കുന്നത്, ഇഫ് ഐ ഗെറ്റ് ഹയർഡ് വിച്ച് ടീം ഐ വുഡ് ബി വർക്കിംഗ് വിത്ത്. ഓക്കെ, ഉള്ള രീതിയിൽ ചോദിക്കുക. അതല്ലെങ്കിൽ എന്താണ്, if I get hired, would I be getting an odd job training for at least 3 days എന്നുള്ള രീതിയിൽ ചോദിക്കുക. അല്ലെങ്കിൽ few days, 3 days എന്ന് ചോദിക്കേണ്ട, would I be getting a training for 3 days. നമുക്ക് പൊതുവെ ഏത് വർക്കിൽ കയറിയാലും ഒരു കുഞ്ഞു ട്രെയിനിങ് ഉണ്ടാവും അല്ലെ, അറ്റ്ലീസ്റ്റ് 2 or 3 days നമുക്ക് എന്ത് ചെയ്യും, അവിടുത്തെ കാര്യങ്ങളും HR പോളിസീസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും അല്ലെ, isn't it? അതൊന്നും അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഫിൻപ്രോയിൽ കയറിയത് ലാസ്റ്റ് ഇയർ സെപ്റ്റംബറിലാണ്. ആ സമയത്ത് എന്നോട് പറഞ്ഞത് എന്ന് പറയുന്നത്, ജോബ് മോഡ് പറഞ്ഞത് ഹൈബ്രിഡ് എന്നാണ്, ഹൈബ്രിഡ് മോഡ്. ഓക്കെ, എന്ന് വെച്ചാൽ ഡേ ടൈമിൽ ഐ വിൽ ബി ഗോയിങ് ടു ഓഫീസ് ആൻഡ് ഐ വിൽ ബി അറ്റൻഡിങ് ഐ വിൽ ബി ടേക്കിംഗ് ദ ക്ലാസ്സസ് ഓൺലൈൻ. ഓക്കെ, ക്ലാസ്സസ് എന്താണ്, ഓൺലൈൻ ആണ്, പക്ഷെ ഓഫീസിൽ പോകുന്നുണ്ട്. ദാറ്റ് ഈസ് ദ വേ ഓഫ് ഹൈബ്രിഡ് ദാറ്റ് ഇസ് ഹാപ്പനിങ് ഇൻ ഫിൻപ്രോ. പക്ഷേ പലയിടത്തും പല രീതിയിലാണ് ഹൈബ്രിഡ് എന്ന് വരുന്നത്. എനിക്ക് ഹൈബ്രിഡ് എന്താണെന്ന് ആദ്യം അത്ര കണ്ട് അറിയില്ലായിരുന്നു. ഞാൻ അറിഞ്ഞ ഹൈബ്രിഡ് എന്ന് പറയുന്നത് എന്താണ്, 4 ദിവസം വീട്ടിലിരിക്കും, 2 ദിവസം ഓഫീസിൽ പോകും. അതല്ലെങ്കിൽ 3 ദിവസം വീട്ടിലിരിക്കും, 2 ദിവസം ഓഫീസിൽ പോകും. അങ്ങനത്തെ ഹൈബ്രിഡ് മോഡ് ഉണ്ടല്ലേ, അറിയാം. ഓൺലൈൻ മോഡ്, ഓഫ്ലൈൻ മോഡ്, ഹൈബ്രിഡ് മോഡ് എന്നൊക്കെ പറയുന്നത് എന്താണ്, ഡിഫറെന്റ് പ്ലേസസിൽ ഡിഫറെന്റ് ആണ്, ഡിഫറെന്റ് കമ്പനീസിൽ ഡിഫറെന്റ് ആണ്, പോളിസി അനുസരിച്ച് മാറുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കേട്ടുറപ്പിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? മാം, ഈ സാലറി എക്സ്പെക്ടേഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ? അത് ഞാൻ വരാൻ പോവായിരുന്നു, അതുകൂടി വെച്ചിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാന്ന് വിചാരിച്ചതായിരുന്നു. അപ്പൊ അതിലോട്ട് വരാം. അപ്പം ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പൊ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ എന്താണ്, സാലറിനെ കുറിച്ച് ചോദിക്കുന്നില്ല, സാലറിനെ കുറിച്ച് അവർ ഡിസ്കസ് ചെയ്തിട്ടില്ല, തീരെ ഡിസ്കസ് ചെയ്തിട്ടില്ല എന്നുള്ള സിറ്റുവേഷനിലാണ് ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞത്. അപ്പൊ അവിടെ എന്ത് ചെയ്യരുത്, സാലറിനെ കുറിച്ച് ചോദിക്കരുത്. യു കൻ ആസ്ക് അതർ തിങ്സ് ദാറ്റ് ആർ യൂസ്ഫുൾ ഫോർ യു. ഓക്കെ, ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഐ തിങ്ക്
while I was attending interview with the CEO of Finpro, at that time she was the COO. So ആ സമയത്ത് ഞാൻ ചോദിച്ചത് what can you please explain more about the hybrid mode എന്നാണ്. കാരണം എനിക്ക് അറിയില്ലായിരുന്നു. So I got more details about it. So I knew that I had to go to the office and take classes online. Okay. പക്ഷെ നിങ്ങളത് എന്തായിരിക്കും, ചിലപ്പം ഒരു അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഒരു MNCസിലൊക്കെ അല്ലെങ്കിൽ അതെന്താണ് ഒരു കമ്പനി എന്ന് പറയുമ്പോൾ ടീച്ചിങ് അല്ലാത്തൊരു ബേസ് ആവുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും ചിലപ്പോൾ മോസ്റ്റ്ലി ഹൈബ്രിഡ് എന്ന് പറയുന്നത് ഒരു 3 ദിവസം വർക്ക് ഫ്രം ഹോമും 2 ദിവസം ഓഫീസിലോട്ട് പോവുക, അങ്ങനത്തെ കേസസ് ഒക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ മീറ്റിംഗ്സിന് വേണ്ടി ഓഫീസിലോട്ട് പോകേണ്ട കേസസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ എന്താ ചെയ്യുക, നിങ്ങൾ തന്നെ ചോദിച്ച് ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഒറ്റൊരു ചോദ്യം മതി, അത്രേ ഉള്ളൂ. പക്ഷെ ആ ഒരു ചോദ്യം ഇൻഫോർമേറ്റീവ് ആക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ. ആൻഡ് ഫൈനലി ദ ക്വസ്റ്റ്യൻ റിൻസി ആസ്ക്ഡ്, ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് യുവർ സാലറി എക്സ്പെക്ടേഷൻ എന്ന് പറയുമ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഫ്രഷറിന്റെ റേഞ്ച് വരുന്നത് 15 to 20 ആണ്. പക്ഷെ നിങ്ങൾക്ക് ആ റേഞ്ച് പറയണം എന്നില്ല. അവരൊരു വാശി പിടിക്കുന്ന കേസ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പ്രത്യേകിച്ച് ഫ്രഷേഴ്സിന്റെ അടുത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു വാശി പിടിക്കാൻ പാടില്ല ഒരു ഇന്റർവ്യൂവറും. നിങ്ങൾ എന്തായാലും ഒരു റേറ്റ് പറയണം, അല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു നമ്പർ പറയണം എന്നൊന്നും പറയില്ല. ഇൻ കേസ് അത്രയും അത്യാവശ്യമാണെങ്കിൽ യു ക്യാൻ ടോക്ക് അബൌട്ട് ദ റേഞ്ച് ലൈക്ക് ഫ്രം 15 to 20. പക്ഷേ അതല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്രഷേഴ്സിന്റെ കേസാണ് ആദ്യം ഞാൻ പറയുന്നത്. അറ്റ് ദ മൊമെന്റ് ഐ എം ഫോക്കസിങ് ഓൺ മൈ എക്സ്പീരിയൻസ് ആൻഡ് സ്കിൽസ്, ബട്ട് ഐ എം എക്സ്പെക്ടിങ് ആസ് മച്ച് ആസ് എനി ഫ്രഷർ വുഡ് ഗെറ്റ് ഇൻ ദിസ് ഫീൽഡ്. ക്ലിയർ അല്ലേ? At the moment, I am focusing on my experience and skills, but I am expecting as much as any fresher would get in this field. കേട്ടല്ലോ? ക്ലിയർ അല്ലേ എന്ന് പറയാം. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങളൊരു മാർക്കറ്റ് റിസർച്ച് നടത്തിയിട്ടുണ്ടെന്ന് അവർക്ക് തോന്നുകയും ചെയ്യും. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ മോണിറ്ററി ബേസ്ഡ് ആയിട്ടല്ല, നിങ്ങൾ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടാണ് വരുന്നതെന്നുള്ള ഒരു തോട്ടും വരും. ഓക്കെ, ബോത്ത് ആർ ദേർ. മനസ്സിലായോ? അതിന് പകരം നിങ്ങൾ എന്താണ് ഒരു 15 to 20 ഇടയിൽ ഒരു നമ്പർ പറഞ്ഞുണ്ടാവുന്ന കേസ് എന്ന് പറയുന്നത്, ഇഫ് 20 നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 18 or 19 ഒക്കെ തരാൻ വിചാരിച്ചാൽ അവരെന്ത് ചെയ്യും, ആ ഒരു 19, 20 ഒക്കെ 19 and 18 ഒക്കെ പറഞ്ഞ ആൾക്കാരെ ഹയർ ചെയ്യും, നിങ്ങൾ ഹയർ ചെയ്യുന്നതിന് പകരം. ഓക്കെ. അതല്ലെങ്കിൽ നിങ്ങളൊരു 19, 20 ഒക്കെ നിങ്ങളൊരു 19 അല്ലെങ്കിൽ 18 അല്ലെങ്കിൽ 17 ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മുകളിൽ നിങ്ങൾക്ക് തരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ ആ ഒരു 17 or 18 ഒക്കെ വർക്ക് ചെയ്യേണ്ടി വരും. ദർ ഈസ് എ കേസ് അബൌട്ട് ഇറ്റ്. ഓക്കെ, മനസ്സിലായോ? എപ്പോഴും എന്ത് ചെയ്യുക, സേഫ് സോണിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്പേഴ്സ് കൊടുക്കാണ്ടിരിക്കുക. പക്ഷേ when you are experienced, there is a case to talk about the numbers in a different way. നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് കിട്ടുന്നത്, നിങ്ങളുടെ എക്സ്പീരിയൻസ് ലെവൽ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, യു ക്യാൻ നെഗോഷിയേറ്റ് വിത്ത് ദം അബൌട്ട് ദ സാലറി വെൻ യു ആർ എക്സ്പീരിയൻസ്. എന്താണ് പറയേണ്ടത്, ഐ ഹാവ് അബൌട്ട് 3 years of experiences in this field. At the moment I am getting this much and I am expecting a 20 to 25% hike. പൊതുവെ 20 to 25% ആണ് ഹൈക്ക് ചോദിക്കാറ്. പക്ഷെ അവിടെ ഒരു കേസ് കൂടി ഉണ്ട്, നിങ്ങളുടെ പേ സ്ലിപ്പ് ഉണ്ടാവണം. ലാസ്റ്റ് 3 മാസത്തെ പേ സ്ലിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഓൾവേസ് കളക്ട് പേ സ്ലിപ്പ് ഫ്രം യുവർ എക്സ്പീരിയൻസസ്. ഓക്കെ, ക്ലിയർ അല്ലേ? പേ സ്ലിപ്പ് എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടന്റ് ആണ്. സാലറി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിങ്ങനെ പറഞ്ഞാൽ മതി, അറ്റ് ദ മൊമെന്റ് ഐ എം ഗെറ്റിംഗ് ദിസ് മച്ച്, അല്ലെങ്കിൽ ഐ ഹാവ് ബീൻ ഗെറ്റിംഗ് ദിസ് മച്ച് ഇൻ മൈ ഫാസ്റ്റ് കമ്പനി ആൻഡ് ഐ എം എക്സ്പെക്ടിങ് ദിസ് മച്ച് ഓഫ് ലൈക്ക് 20 to 25% ഹൈക്ക് എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാം? ഓക്കെ സർ, എനി ക്വസ്റ്റ്യൻ? ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? എവറിത്തിങ് ക്ലിയർ? നമ്മളൊരു ഏകദേശം ഒരു 2 മണിക്കൂറോളം കണ്ടിന്യൂസ്ലി സംസാരിച്ചു എന്ന് എനിക്കറിയാം. പക്ഷെ അത്യാവശ്യമായിട്ടുള്ള കുറെ കാര്യങ്ങൾ കവർ ചെയ്യേണ്ടിയിരുന്നതാണ്, അതുകൊണ്ടാണ്. ഓക്കെ, മനസ്സിലായോ? We have discussed about all the types of interview questions. We have discussed about LinkedIn. We have discussed about CV. അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ എന്ത് ചെയ്തു, സെൽഫ് ഇൻട്രോനെ കുറിച്ചും അതുപോലെ ഇന്റർവ്യൂ ടെക്നിക്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ ചോദിക്കാനോ? Is there any question? Please ask. Everybody, please keep your cameras on. Okay, ഒന്നുകൂടി ക്യാമറ ഒന്ന് ഓൺ ചെയ്ത് വെച്ച്. Hope everything is clear. ഇനി ഇതില് ഒന്നൊരു കാര്യം ചെയ്യോ, മാർച്ച് ബാച്ചിലുള്ള എല്ലാവരും ഒന്ന് തംസ് അപ്പ് ചെയ്ത് വെച്ചേ.
അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അബിൻ, റിൻസി, Present, miss. ഓക്കെ. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? സി വി ഉണ്ടാക്കാൻ തുടങ്ങിയ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ലിങ്ക്ഡിൻ ഇന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. ജോഷി, സെയിം തിങ്. എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ ഡയറക്ട്ലി വാട്സപ്പിൽ. ഐ നോ ദാറ്റ് ഈ ഒരു ടൈമിൽ നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല എന്നുള്ളത്. ജിനു, ഇത്രയും 4 പേരാണ് അല്ലെ മാർച്ചിലുള്ളത്. ഇപ്പൊ മാർച്ചിലുള്ളവരെല്ലാരും ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അബിൻ, റിൻസി, ജോഷി, ജിനു, ഇത്രയും പേരല്ലേ മാർച്ചിലുള്ളത്? വേറെ ആരും ഇല്ലല്ലോ? ഓക്കെ. ഇനി ഫെബ് ജസ്റ്റ് ഒന്ന് ഞാൻ നോട്ട് ചെയ്യട്ടെ. ആതിര, പ്രണവ്, ബാക്കി 5 പേരും ഫെബ് ആണ് അല്ലെ? ജിൻസി, ശ്രീലക്ഷ്മി, അസ്മി. പ്രണവ് മാർച്ച് മാസത്തിലാ. അയ്യോ, പ്രണവ്, ആർ യു ദേർ? പ്രണവ്, can you hear me? Pranav, can you hear me? Hello. Which batch are you? Traveling ആണല്ലേ? ഓക്കെ. മാർച്ച് ആണോ? ഒന്ന് പറയോ, മാർച്ച് ആണോ ഫെബ് ആണോ എന്ന് ജസ്റ്റ് ചാറ്റില്. ഓക്കെ. Adira has already told മാർച്ച് ആണെന്ന്. Okay, so I'll be careful about it while attending. Okay, thank you. So, എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ ഇപ്പം? Let us wind up the session. Wind up ചെയ്യാം അല്ലേ? Yes, miss. So we are winding up our placement session. I hope it was helpful for you guys. എന്തെങ്കിലുമൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സിവിയും ലിങ്ക്ഡിനും കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. കാരണം നമ്മൾ എത്രത്തോളം ടെക്നിക്കലി സ്കിൽഡ് ആണെങ്കിലും അത് പറഞ്ഞു ഫലിപ്പിക്കാനും അത് നമ്മുടെ സിവിയിൽ കാണിക്കാനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, അതുകൂടി ചെയ്യണം. എന്നാൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആവുക. ഓക്കെ, ക്ലിയർ? താങ്ക് യു ഗൈസ്. Thanks. Thank you.